പ്രധാനமாக രണ്ട് വിഷയத்துக்காக പ്രധാനമായി രണ്ട് വിഷയങ്ങൾ. ഇത് രണ്ട് വിഷയവും ദേവനുടെ വിഷയം. ഈ രണ്ട് വിഷയങ്ങളും ദൈവം തന്ന വിഷയങ്ങളാണ്. എസെക്കിയേൽ 22-ാം അധികാരം 30-ാം വചനത്തിൽ വാസിക്കുന്നത് പോലെ 22:30 നമ്മൾ വായിക്കുമ്പോൾ ദേശമാനത് അഴിഞ്ഞു പോകാതെപടി திறப்பிலே நிற்கவும் சுவரை அடைக்கவும் தக்கதாக ഒരു മനുഷ്യനെ തേടിനേൻ ഒരുവനെയും കാണാൻ. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിൽ കെട്ടിയിടുവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ലതാനും. இப்போது சிலோனிலே பயங்கரமான புயல் அடித்து புதல்லா என்ற இடத்திலே மலசரிவு உண்டாയി ഭയങ്കര നഷ്ടം, നാശം. ശ്രീലങ്കയിൽ നല്ല ചുഴലിക്കാറ്റ് വീശിയടിക്കുകയും അതുപോലെ ബുദല എന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടാവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതേപോലെ ചെന്നൈ പകുതിയിലും പുയൽ അടിത്തുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിലും ഇപ്പോൾ ചുഴലിക്കാറ്റുണ്ട്. കൃപയാൽ ഇങ്ങ മഴ പെയ്യാമൽ ദേവൻ പാതുകാത്ത. കൃപയാൽ അതിന്റെ ഫലമായി ഇവിടെ മഴ പെയ്യാതെ ദൈവം സൂക്ഷിച്ചു. നാളേക്ക് മധ്യാഹ്നത്തോടെ താൻ പുയൽ കര കടക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി ആ പുയൽ തീരം തൊടും. അത് വിജയവാഡാവുക്കും വിശാഖപട്ടണത്തിനും ഇടയിൽ കര കിടക്കും. വിജയവാഡയ്ക്കും വിശാഖപട്ടണത്തിനും ഇടയിൽ അത് തീരം തൊടും. அந்த புயலினால் எந்த விதமான நாசங்கள் நஷ்டங்கள் வராமல் பாதுகாக்கும்படியாகவும் சிலோனிலே ஏற்பட்ட பெரிய பிரச்சனையில் இருந்து நாசத்தில் இருந்து சிலோன் രാജ്യത്തെ വിടുവിക്കുമ്പടിയാകും നാം സ്തോത്രപ്പെട്ടു. ആ ചുഴലിക്കാറ്റ് വലിയ വിനാശങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാനും അതുപോലെ ശ്രീലങ്കയിലുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്ന് ആ രാജ്യത്തെ കർത്താവ് വിടുവിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 இந்த இடத்தில் மழை வராமல் தேவன் பாதுகாத்தபடியினால் நன்றியுடன் கரங்களை உயர்த்தி ஸ்தோத்திரம். ഇടമഴ പെയ്യാതെ ദൈവം സൂക്ഷിച്ചതുകൊണ്ട് നന്ദിയോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രണ്ടാമത് വിഷയം സഭയ്ക്കാണ്. രണ്ടാമത്തേത് സഭയ്ക്ക് വേണ്ടിയുള്ള വിഷയമാണ്. 122-ാം സംഗീതം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ 122-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ വാക്യം യെരുശലേമിൻ സമാധാനத்துக்காக വേണ്ടിക്കൊള്ളുങ്ങൾ എന്ന് വാസിക്കും. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ എന്ന് കാണുന്നു. യെരുശലേം എന്നത് പുതിയ ഏർപ്പാട്ട് സഭയെ വെളിപ്പെടുത്തുന്നത്. യെരൂശലേം എന്ന് പറയുമ്പോൾ അത് പുതിയ നിയമസഭയെ കാണിക്കുന്നു. കാരണം 3-ാം വചനത്തെ വാസിക്കുമ്പോൾ കാരണം 3-ാമത്തെ വാക്യം ഇസവിണൈപ്പാകിയ കെട്ടിയ നഗരം എന്ന് വാസിക്കുന്നു. തമ്മിലിടയ്ക്ക് പണിത നഗരം എന്ന് അവിടെ വായിക്കുന്നു. ഉലകത്തിൽ എത്രയോ രാജ്യങ്ങൾ തോന്നിനാലും ലോകത്തിൽ എത്രയോ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇതുവരെയ്ക്ക് ഇസവിണൈപ്പാക കെട്ടിന ഒരു നഗരവും ഇല്ല. തമ്മിലിടയ്ക്ക് പണിത നഗരം ഒന്നുമേ ഇല്ല. കെട്ടിടം എന്ന് சொன்னால் ആഗ്രാവിലെ താജ്മഹൽ എന്ന് சொல்லலாம். അങ്ങനെ ഇടയ്ക്കപ്പെടുന്ന ഒരു കെട്ടിടം എന്ന് വേണമെങ്കിൽ നമുക്ക് താജ്മഹലിനെ ചൂണ്ടിക്കാണിക്കാം. இந்த இடத்தில் கெட்டிடம் என்று தேவன் சொல்லவில்லை. ഞാൻ ഇവിടെ ദൈവം പറയുന്നത് കെട്ടിടമെന്നല്ല. 122 3-ാം വചനത്തിൻപടി 122-3 പ്രകാരം കെട്ടിന നഗരം തമ്മിലിടയ്ക്കപ്പെടുന്ന നഗരമാണ്. இந்த നഗരം താൻ പുതിയ യെരുശലേം. ഇത് പുതിയ യെരൂശലേമാണ്. വെളിപ്പെടുത്തുന്നതിൽ 21-ാം അധികാരം 9-ാം വചനത്തിൽ ഇருந்து കീഴെ വാസിக்கிறோம். വെളിപ്പാട് പുസ്തകം 21-9 മുതൽ താഴോട്ട് വായിക്കുന്നു. அந்த നഗരമാനത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നഗരം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ ഊഴിയം, അതാണ് സഭയുടെ ശുശ്രൂഷ. എഫേസ്യർ 2-ാം അധികാരം 19-20 വചനങ്ങൾ വാസിക്കുമ്പോൾ എഫേസ്യർ 2-ാം അധ്യായം 19-20 യേശു ക്രിസ്തു മൂലക്കല്ലായി ക്രിസ്തുവിന്റെ മൂലക്കല്ലായി ദീർഘദർശികൾ അസ്ഥിവാര കற்களாக മാറ്റപ്പെട്ട് അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാന കല്ലുകളായി മാറി മറ്റു ദേവജനങ്ങൾ ജീവനുള്ള കற்களாக அந்த നഗരം കെട്ടപ്പെടുகிறது. ദൈവജനങ്ങൾ ജീവനുള്ള കല്ലുകളായി ഈ നഗരം പണിയപ്പെടുന്നു. இந்த സഭയെ ദേവൻ പാതുകാക്കണം. ഈ സഭയെ കർത്താവ് ദേവനുടെ നോക്കം നിറവേറ വേണ്ടി ദൈവിക ഉദ്ദേശം നിറവേറും. എந்த വിധത്തിലും സഭയാണത് അഴിഞ്ഞു പോകലാക സഭ ഒരു കാരണവശാലും നശിക്കരുത്. മീഡിയ മൂലமாக, മാധ്യമങ്ങളിലൂടെ, വാട്സ്ആപ്പ് മൂലமாக, വാട്സ്ആപ്പിലൂടെ மற்றும் വിധത്തിൽ സഭയാണത് അഴിഞ്ഞു പോകലാക വിധത്തിലും സഭയെ ആരും നശിപ്പിച്ചുകൂടാ. ദേവനുക്ക് മഹിമ. സഭയാണത് ദേവനുടെ മനസ്സിലെ
ഒരു നിർണയം. സഭ എന്നത് ദൈവത്തിന്റെ മനസ്സിലെ ഒരു നിർണയമാണ്. ആ സഭയെ ദേവൻ കെട്ടുവാൻ, ആ സഭയെ ദൈവം ഞാൻ സഭയെ കെട്ടുവേൻ, ഞാൻ എന്റെ സഭയെ പാതാളത്തിൻ വാസലുകൾ മേற்கொள்வதில்லை, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ஆகையால் சபைக்கு விரோதமாக கிரியை செய்கிற எல்லா வல்லமைகளை நிர்மூலமாக்கும்படியாகும், ആകയാൽ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെല്ലാം തകർക്കുവാൻ, சுவிசேஷ விரோதிகளால் சபைக்கு விரோதமாக கிரியை செய்யலாக. സുവിശേഷ വിരോധികൾ സഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കരുത്. இப்போது வட இந்தியாவில் சுவிசேஷ விரோதிகளால் சபைக்கு விரோதமாக கிரியை செய்கிறோம். ഇപ്പോൾ സുവിശേഷ വിരോധികൾ വടക്കേന്ത്യയിൽ സഭയ്ക്കെതിരായി സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കുന്നു. ஆனாலும் தேவனுடைய நோக்கம் நிறைவேற வேண்டும். എന്നാലും കർത്താവിന്റെ ലക്ഷ്യപ്രാപ്തി நாம் எல்லாரும் ஒரு மனதோடு ஸ்தோத்திரம் செய்தால் போதும். ഏക മനസ്സോട് സ്തോത്രം ചെയ്താൽ உங்களுடைய குடும்ப ஜெபத்திலும், നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ, ஏரியா பிரேயரிலும், മേഖലാ പ്രാർത്ഥനയിൽ, மற்ற ஜெபங்களிலும், മറ്റു പ്രാർത്ഥനകളിൽ சபைக்காக, സഭയ്ക്കായി, தேசத்துக்காக ദേശത്തിനായി போராடி ஜெபம் பண்ணுங்க. പോരാടി പ്രാർത്ഥിക്കുകയും போராடி ஜெபிக்கிறவரை தேவன் நோக்கி பார்க்கிறார். പോരാടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം ശ്രദ്ധിച്ചു നോക്കുന്നു. அவரை தேவன் அவருடைய வல்லமையினாலும், കർത്താവ് അവരെ തന്റെ ശക്തിയാലും, ശാരീരിക ആശീർവാദത്തിനാലും ശാരീരിക അനുഗ്രഹങ്ങളാൽ അവരെ നിറക്കുവാർ என்று 2 നാളാകമം 16 அதிகாரம் 9 വചനത്തിൽ വാസിக்கிறோം. അവരെ നിറയ്ക്കുമെന്ന് 2 ദിനവൃത്താന്തം 16-9 വചനത്തിൽ കാണാം. ஆனபடினால் இன்றைக்கு கன்வென்ஷன் முடிந்தாலும், ആകയാൽ ഇത് കൺവെൻഷൻ തീർന്നാലും உங்களுடைய காலை மாலையில் உள்ள ஜெபத்தில், குடும்ப ஜெபத்தில், നിങ്ങളുടെ പ്രഭാതത്തിലും സന്ധ്യയിലുമുള്ള കുടുംബ പ്രാർത്ഥനയിൽ, தனிப்பட்ட ஜெபங்களில், നിങ്ങളുടെ ധരിച്ചുള്ള പ്രാർത്ഥനയിൽ, மற்றும் ஏரியா பிரேயர்களில், നിങ്ങളുടെ മേഖലാ പ്രാർത്ഥനകളിൽ, மற்ற சபைகளில் என்னென்ன ஜெபங்கள் நடத்துகிறதோ അതുപോലെ നിങ്ങളുടെ സഭയിൽ ഇതെല്ലാം കൂടി വരുമ്പോൾ அமிதமான ஜெபத்திலும் சபைக்காக, தேசத்துக்காக ஜெபியுங்கள். അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. சபையானது அழிந்து போகலாக, സഭ നശിക്കരുത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனபடியினால் சபையை தேவன் பாதுகாத்து தேவனுடைய நித்திய நோக்கம் நிறைவேற்றும்படியாக சபைக்காக கரங்களை உயர்த்தி 100 ஸ்தோத்திரம். സഭയെ സൂക്ഷിച്ച ദൈവത്തിന്റെ നിത്യോദ്ദേശം നിറവേറ്റെടുത്തതിനായി സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി നമുക്കെല്ലാവർക്കും ഒരു 100 സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம், 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 എറണാകുളം കൺവെൻഷനെ ഇമ്മറ്റും ദേവൻ പുറപ്പെടുത്ത ആശീർവദിത്തപടിയാൽ സ്തോത്രം. എറണാകുളം കൺവെൻഷനെ കർത്താവ് ഇത്രത്തോളം പരിമേറ്റ് അനുഗ്രഹിച്ചതെന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. 133 സംഗീതത്തിൻപടി ദേവൻ നമ്മെ യാവരെയും ഒരു കുടുംബமாக മാറ്റിനപടിയാൽ സ്തോത്രം. 133 സങ്കീർത്തനത്തിൽ കാണുന്ന പ്രകാരം കർത്താവിന്റെ എല്ലാവരെയും ഏക കുടുംബമാക്കി നിർത്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇതോ സഹോദരർ ഒരുമിച്ച് വാസമായിരിപ്പത് എவ்வளவு ഇൻപവും നന്മയുമായിരിക്കും. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ദേവനുടെ അഭിഷേകമാനത് ഒഴുകുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ അഭിഷേകം ഒഴുകുന്നത്. അന്തടത്തിൽ ജീവനും സമാധാനവും ഉണ്ടാകും. അവിടെ ശാശ്വതമായ ജീവനും സമാധാനവും ഉണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് നമ്മ ഇന്ന സ്പീക്കർ വേണ്ട. ആരെ ഇന്ന സ്പീക്കർ വേണ്ട. ആ സ്പീക്കർ പോന്നു 1500 സ്പീക്കർ വയ്ക്കുന്നു. ഇത് ഓപ്പൺ பண்ணியாச்சா? ஓகே. ரொம்ப சத்தம் ஒன்றும் தேவையில்லை. ഒരുപാട് ശബ്ദമൊന്നും இந்த ஸ்பீக்கர் நல்ல வேலை ഈ செய்யும். മുൻപിലുള്ളത് നന്നായി പ്രവർത്തിക്കും. ഇനി இந்த സ്പീക്കർ, அந்த സ്പീക്കർ, இந்த സ്പീക്കർ, இந்த സ്പീക്കർ, ചുറ്റുള്ള സ്പീക്കർ. അപ്പൊ ഒന്നും വിളങ്ങാതെ, അപ്പോൾ ഒന്നും മനസ്സിലാവുകയില്ല. മുഴക്കം താൻ ഉണ്ടാകും. ഒരു വലിയ മുഴക്കമല്ല. നമുക്ക് മുഴക്കമല്ല தேவை. നമുക്ക് വേണ്ടത് മുഴക്കമല്ല. അത് ലൂസിഫർ താൻ മുഴങ്ങുറവൻ. ലൂസിഫർ ഇങ്ങനെ ഉച്ച ഉണ്ടാക്കുന്നത് ലൂസിഫറാണ്. അതായത് നമ്മുടെ സഭയിൽ മ്യൂസിക്കിന്റെ ശബ്ദമെല്ലാം കുറയ്ക്ക ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഈ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദമെല്ലാം കുറയ്ക്കാൻ പറയുന്നത്. മറ്റെന്ത വിധமான വാദ്യ കരുവികളില്ല, മറ്റുവിധമായ വാദ്യോപകരണങ്ങളുമില്ല. ആ സത്തത്തിനാൽ, ആ ശബ്ദം കൊണ്ട് ലൂസിഫർ അഴിക്കപ്പെട്ട, ആ ലൂസിഫർ നശിച്ചു. എസെക്കിയേൽ 28:17 വചനത്തിൻപടി. 28:17. ஆனால் അവൻ സൃഷ്ടിക്കപ്പെട്ട നാൾ തുവങ്ങി, അവൻ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ അവനിൽ അന്യായം കണ്ടുപിടിക്കപ്പെട്ട നാൾ വരയ്ക്കും അവൻ നടപ്പിൽ ഉണ്മയുള്ളവനാക കാണപ്പെട്ട. അവനിൽ അനീതി കണ്ടെത്തുവരെ അവൻ നടപ്പിൽ വിശ്വസ്തനായിരുന്നു. സൃഷ്ടിക്കപ്പെട്ട നാളിൽ അവനൊന്നും കൊല്ലാത്ത മനുഷ്യനല്ല. സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവനൊരു ദുഷ്ടനായിരുന്നില്ല.
பிறகு அவனுடைய கிரியைகள் மூலமாக, എന്നാൽ പിന്നീട് അവന്റെ அவனுடைய പ്രവൃത്തി, எண்ணங்கள் மூலமாக അവന്റെ അന്തർഗതത്താൽ அவன் கெட்டு போய்விட்டான். അവൻ വഷളായി. அவன் ஷைன் பண்றதுக்கு பிரயாசப்பட்டான். അവൻ ഒരുപാട് ഷൈൻ ചെയ്യുവാൻ പ്രയത്നിച്ചു. அதுதான் எசேக்கியேல் 28:17 வாசிக்கிறோம். എസ്കേൽ 28:17 വായിക്കും. அதனால நமக்கு யாருக்கும் ஷைன் தேவையில்லை. ആകയാൽ നമ്മൾ സ്വയമായി ഷൈൻ ചെയ്യണം. கன்வென்ஷன் நடத்த வேண்டும். കൺവെൻഷൻ നടത്തണം. ரொம்ப ஆடம்பரம் ஒன்றும் தேவையில்லை. വലിയ ആഡംബരങ്ങൾ ரொம்ப വേണ്ട. லைட் போட்டு ஆடம்பரமாக நாம் ஒன்றும் செய்யலாக. വലിയ ശബ്ദ വെളിച്ച സംവിധാനങ്ങളൊന്നും വേണ്ട. மைக்கு சத்தம் கொஞ்சம் போதும். അല്പ ആവശ്യത്തിന് മൈക്ക് ശബ്ദം മതി. போதும். தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆகையால் எல்லாம் ஒழுங்காக நடத்த இம்மட்டும் தேவன் உதவி செய்தபடினால் கரங்களை உயர்த்தி ஸ்தோத்திரம் എല്ലാം பண்ணுவோம். ക്രമമായി നടത്തുവാൻ ദൈവത്തോട് സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. சோதரம் 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 സ്തോത്രം, 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 സ്തോത്രം. சோதரம் 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 സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം. யாவரும் உட்காரும். ദയവായി എല്ലാവരും ഇരിക്കാം. ഇനി ഒരു വസനത്തെ വാസിത്ത് അത് സറ്റ് നാം ധ്യാനിക്കും. ഒരു തിരുവചനം വായിച്ച് അല്പനേരം നമുക്കത് ധ്യാനിക്കാം. ദേവൻ നമ്മെ ജയാളികളാകുമ്പടി അടയ്ത്താർ. കർത്താവ് നമ്മെ ജയശാലികളാകുവാൻ വിളിച്ചു. നമ്മുടെ ഉപദേശത്തിൽ, അപ്പോസ്തലിക ഉപദേശത്തിൽ മുഖ്യமான ഉപദേശം ജയജീവി. നമ്മുടെ അപ്പോസ്തലിക ഉപദേശത്തിലെ പരമപ്രധാനമായ ഉപദേശമാണ് ജയജീവി. ഈ മാംസ ശരീരത്തിൽ, നമ്മുടെ ഈ ജഡശരീരത്തിൽ, இந்த மாம்சிகமான ഈ உலகத்தில், ജഡമയമായ ലോകത്തിൽ, இந்த பொல்லாத பாவம் நிரம்பின உலகத்தில், ദുഷ്ടത നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തിൽ பாவம் இல்லாமல் പാപമില്ലാതെ ஜெயஜீவியம் செய்ய முடியும். ജയജീവിതം നയിക്കുവാൻ സാധിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த விஷயத்தை குறித்து சற்று நாம் தியானிப்போமா. ആ ഒരു വിഷയം നമുക്ക് അല്പനേരം ധ്യാനിക്കാം. நாம் எல்லாரும் ஜெயாளிகளாக மாற்றப்பட வேண்டும். നമ്മളെല്ലാവരും ജയാളികളായി മാറും. ஜெயாளிகளை சேர்க்கும்படி இயேசு மகிமையில் வெளிப்பட போகும். ജേതാക്കളെ ചേർക്കുവാൻ യേശു തേജസ്സിൽ വെളിപ്പെടും. அப்போ நம்முடைய சரீரத்தில், இந்த உலகத்தில் ஜெயஜீவியம் செய்ய முடியும் என்று ஒரு வசனம் சொல்லுகிறது. നമ്മുടെ ഈ ശരീരത്തിൽ, ഈ ലോകത്തിൽ ഒരു ജയജീവിതം സാധ്യമെന്ന് പറയുന്ന ഒരു വചനമുണ്ട്. சிலர்கள் இந்த சத்தியத்தை கேட்ட பிறகு ചിലർ ഈ സത്യം കേട്ട ശേഷം இதெல்லாம் முடியுமா, ഓ ഇതൊക്കെ നടക്കുമോ, இதெல்லாம் மனுஷனுக்கு செய்யக்கூடிய காரியமா ഇതൊക്കെ മനുഷ്യർക്ക് കൂടുന്ന കാര്യമാണോ என்று அவர்கள் சந்தேகப்பட்டு போகிறார். അവനിങ്ങനെ സംശയാലുക്കളായി പോകുന്നു. முதலில் இந்த சந்தேகத்தை அகற்றும்படி ആദ്യം നിന്റെ സംശയം നീക്കുവാൻ இந்த ஒரு വസനം நான் உங்களுக்கு தருகிறேன். ഒരു തിരുവചനം നൽകാം. ரோமർക്ക് എഴുതിന നിരൂപം 8-ാം അധികാരം 37-ാം വസനത്തെ വാസിപ്പത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാമത്തെ പരിശുദ്ധ പൗൽ തന്റെ അനുഭവത്തിലൂടെ அந்த സത്യത്തെ சொல்லுகிறார். വിശുദ്ധ പൗലോസ് തന്റെ അനുഭവ രൂപേണ ഈ സത്യം പറയുന്നു. 37-ാം വസനത്തെ വാസിക്കുക. 37-ാമത്തെ വചനം വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. இவை எல்லாவற்றிலேயும் நாம் நம்மில் அன்பு நாம் கூறுகிறவர்களே நம்மில் அன்பு கூறுவதாலே முற்றம் ஜெயம் கொள்கிறவர்களாய் இருக்கிறோமே. முற்றும் ஜெயம் கொள்ளுகிறோம். നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. அங்க பலவிதமான போராட்டங்களை குறித்து வாசிக்கிறோம். അവിടെ നമ്മൾ പലവിധമായ പോരാട്ടങ്ങളെ കുറിച്ച് 8-ാം അധികാരം 35-ാം വസനത്തിൽ 8-ാം അധ്യായം 35-ാം വചനം ശരീരത്തിൽ പോരാടുகிற 7 പോരാട്ടങ്ങളെ നാം பார்க்கிறோம். ശരീരത്തിൽ നേരിടേണ്ടി വരുന്ന 7 പോരാട്ടങ്ങൾ കാണാം. 36-ാം വസനത്തിൽ 36-ാമത്തെ വചനം നമ്മുടെ മനസ്സിലും ആത്മാവിലും പോരാടുகிற 10 പോരാട്ടങ്ങളെ വാസിக்கிறோம். നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രാണനും പോരാടുന്ന 10 പോരാട്ടങ്ങൾ കാണാം. இதுதான் முக்கியமான போராட்டங்கள். ഇതാണ് പ്രധാനമായി നേരിടേണ്ടി വരുന്ന പോരാട്ടം. இவை எல்லாவற்றிலேயும் എന്നാൽ ഇതെല്ലാവற்றிലും ഈ 17 ഈ പോരാട്ടത്തിൽ 17 പോരാട്ടങ്ങളിലും ശരീരത്തിൽ വരുகிற പോരാട്ടങ്ങൾ, ശരീരത്തിൽ നേരിടുന്ന പോരാട്ടങ്ങളിൽ, മനസ്സിൽ വരുகிற മനസ്സിൽ പോരാട്ടങ്ങൾ, വരുന്ന പോരാട്ടങ്ങളിൽ, ഇനി ഉன்னுடைய ആത്മാവിൽ സ്വഭാവ പകുതിയിൽ പോരാടുகிற പോരാട്ടം, നിങ്ങളുടെ പ്രാണനിൽ, നിങ്ങളുടെ സ്വഭാവ മേഖലയിൽ വരുന്ന പോരാട്ടങ്ങളിൽ നമ്മെ നേസിக்கிற നമ്മുടെ യേശുവിനാൽ അല്ലെങ്കിൽ ദേവനാൽ അൻപിനാൽ മുറ്റും ജയം കൊള്ളുക. നാമോ നമ്മെ സ്നേഹിച്ച യേശു മുഖാന്തരം, ദൈവമുഖാന്തരം, ദൈവസ്നേഹത്താൽ പൂർണ്ണ ജയം പ്രാപിക്കും. நம்மால ஒரு ஜெயஜீவியம் செய்ய முடியாது. നമുക്ക് സ്വയമായ ഒരു ജയജീവിതം சுய അസാധ്യം. முயற்சியினால் ஜெயஜீவியம் செய்ய முடியாது. സ്വപ്രയത്നത്താൽ ഒരു ജയജീവിതം സാധിക്കില്ല. உலகத்திலே மக்கள் ലോക ജനങ്ങൾ சுய முயற்சியினால் ஜெயஜீவியம் செய்ய பிரயாசப்படுகிறார். അവരുടെ സ്വന്തം പരിശ്രമത്താൽ ഒരു ജയജീവിതത്തിനായി അവർ അധ്വാനിക്കുന്നു.
പറഞ്ഞിരിക്കുന്നു. அது நடந்த ஒரு சம்பவத்தை பிறகு நான் உங்களுக்கு சொல்லுகிறேன். സംഭവിച്ചൊരു കാര്യം പിന്നീട് പറയാം. அப்ப முற்றும் ஜெயம் கொள்ள முடியும் என்று நாம் விசுவாசிப்போம். ആകയാൽ പൂർണ്ണജയം പ്രാപിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. அப்படிப்பட்ட விசுவாசம் வந்தபடினால் கரங்களை உயர்த்தி அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சாத்தான் சொல்லுவான், സാത്താൻ പറയും, இதெல்லாம் நடக்கிற காரியம் இல்லை. ഇതൊക്കെ ചുമ്മാതെ നടക്കുകയില്ല. ஊழியர்களை பாருங்கள், വേലക്കാരെ നോക്ക്, விசுவாசிகளை பாருங்கள், വിശ്വാസികളെ നോക്ക്, அவரை பாருங்கள், അവരെ നോക്ക്, இவரை பாருங்கள், ഇന്നയാളെ നോക്ക്, யூதாசை பாருங்கள். യൂദാസിനെ നോക്ക്. இப்படியே அவனுடைய மனதை சுற்றித் திரியும். അവനിങ്ങനെ മനസ്സിൽ നിന്ന് നിന്റെ മനസ്സിനെ അവൻ കലക്കിക്കൊണ്ടിരിക്കും. அவனே பாருங்க இவனே பாருங்க என்று வேதவசனம் சொல்லுகிறது. പക്ഷെ ബൈബിൾ നിന്നോട് അവനെ നോക്കൂ ഇവനെ നോക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. வேதவசனம் என்ன சொல்லுகிறது? തിരുവചനം എന്താണ് പറഞ്ഞത്? பல வசனங்கள் உண்டு. പല വചനങ്ങളുമുണ്ട്. യെശയ്യാ 45:22 വസനത്തിൻപടി യെശയ്യാ പറഞ്ഞത് 45:22 പ്രകാരം, பூமியின் எல்லையெங்கும் உள்ளோரே என்னே നോക്കി പാരുங்கள். സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. എന്നെ നോക്കി பாருங்கள். നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞിട്ട് நீ നോക്കൂ. ஏன் யூதாசை பார்க்கிற? നീ എന്തിന് യൂദാസിനെ நீ നോക്കണം? ஏன் விழுந்து போனவனை பார்க்கிற? വീടുപോയവരെന്തിനു നോക്കുന്നു? நீ ஜெய ஜீவித்து ஜீவிக்க முடியாதவனை பலவீனனை ஏன் നോക്കി பார்க்கிற? ജയജീവിതം നയിക്കാൻ കഴിയാത്ത ദുർബലന്മാരെ നീ എന്തിനു നോക്കുന്നു? എന്നെ നോക്കി പാർ. നീ എന്നെയാണ് നോക്കേണ്ടത്. ഞാൻ ജയാളി. ഞാൻ ജയമെടുത്തു. യേശു ഉലകത്തെ ജയിത്താർ. നമ്മുടെ യേശു ലോകത്തെ ജയിച്ചു. അവർ പിശാസെ ജയിത്താർ. താൻ പിശാചിനെ ജയിച്ചു. അവർ മരണത്തെ ജയിത്താർ. താൻ മരണത്തെ ജയിച്ചു. പാതാളത്തെ ജയിത്താർ. പാതാളത്തെ ജയിച്ചു. 4 വിഷയത്തെ ജയിത്താർ. ഈ 4 കാര്യങ്ങൾ ജയിച്ചു. ഉലകം, ലോകം, സാത്താൻ, സാത്താൻ, മരണം, മരണം, പാതാളം. പാതാളം. നാം 5 വിഷയത്തെ ജയിക്ക வேண்டும். നാം പക്ഷേ 5 കാര്യങ്ങൾ ജയിക്കണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മതി. മാംസത്തെയും നാം ജയിക്ക வேண்டும். നാം ജഡത്തെയും ജയിക്കേണ്ടതുണ്ട്. ഉലകം, മാംസം, പിശാസ്, മരണം, പാതാളം 5 വിഷയത്തെ നാം ജയിക്ക வேண்டும். നാമോ ലോകം, ജഡം, സാത്താൻ, മരണം, പാതാളം എന്നിങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മതി. യേശുവുക്കുൾ മാംസം ഇല്ല. യേശുവിൽ ജഡമില്ല. ஆனால் மாம்சத்தை ஜெயிக்க வேண்டிய அவசியம். ആകയാൽ തനിക്ക് ജഡത്തെ ജയിക്കേണ്ടതില്ല. ஆனா சிலர்கள் பிரசங்கம் பண்ணுகிறார்கள், എന്നാൽ ചിലർ இயேசு மாம்சத்தில் வெளிப்பட்டபடியினால் அவருக்குள் மாம்சம் இருந்ததென்று. യേശു ജഡത്തിൽ പ്രത്യക്ഷനായതുകൊണ്ട് തന്നിൽ ജഡമുണ്ടായിരുന്നുവെന്ന്. யோவான் எழுதின சுவிசேஷம் 1 அதிகாரம் 14 வசனத்தை வாசிக்கும் போது യോഹന്നാൻ 1 അധ്യായം 14 വചനം, அவர் மாம்சத்தில் வெளிப்பட்டார். താൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹൃദയം സത്യവും நிறைந்தவராக நமக்குள் வாசமானார். ഹൃദയം സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ அவர் மாம்சத்தில் வெளிப்பட்டது உண்மை. താൻ ജഡത്തിൽ വന്നത് அந்த വാസ്തവം. மாம்சம் என்ன? എന്താണ് ആ ജഡം? அது பாவம் அல்ல. പാപമല്ലത്. എബ്രായർ 10 அதிகாரம் 6-5 வசனத்தை வாசிக்கும் போது എബ്രായർ 10:6 വാക്യങ്ങൾ വായിച്ചു. இயேசு கிறிஸ்து உலகத்தில் வெளிப்பட்டது தேவ சித்தம் செய்யும்படிக்கு என்று நாம் வாசிக்கிறோம். യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടത് ദൈവഹിതം ചെയ്യുവാനാണ്. இதோ உமது சித்தம் செய்ய வருகிறேன். ഇതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. அதற்காக நீர் எனக்கு ஒரு சரீரத்தை ஆயத்தம் നീ பண்ணினீர். എനിക്കായി ഒരു ശരീരം இந்த ഒരുക്കിയിരിക്കുന്നു. சரீரத்திலே ഈ ശരീരത്തിൽ நான் உமது சித்தம் செய்ய போகிறேன். ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യും. அப்ப மாம்சம் என்பது சரீரத்தை வெளிப்படுத்துகிறது. ആ ജഡമെന്ന് പറയുമ്പോൾ അത് ശരീരത്തെയാണ് அது പറയുന്നത്. பாவத்தை அல்ல. അത് പാപത്തെയല്ല. ஆனால் வேதத்தில் வாசிக்கிறோம், ആകയാൽ ബൈബിളിൽ വായിക്കുന്നു, இயேசுவிന്റെ மனதில் ஜெயம் காணப்பட்டது. യേശുവിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ജയമുണ്ടായി. மனதில் பாவம் இல்லை. തന്റെ മനസ്സിൽ പാപമില്ല. 2 കൊരിന്ത്യർ 5 அதிகாரம் 21 வசனத்தில் வாசிக்கிறோம், 2 കൊരിന്ത്യർ 5:21 വായിക്കുന്നു, இயேசுவுக்குள் பாவம் இல்லை. യേശുവിൽ പാപമില്ല. 1 യോഹന്നാൻ 3 அதிகாரம் 5 வசனத்தில் வாசிக்கிறோம், 1 യോഹന്നാൻ 3:5 இயேசு தன் சரீரத்தில் பாவம் செய்யவில்லை. യേശു തന്റെ ശരീരത്തിൽ പാപം ചെയ്തില്ല. 1 പേതുരു 2 அதிகாரம் 22 വசനത്തിൽ 1 വാസിக்கிறோം. പത്രോസ് 2:22 വായിക്കുന്നു. ഇതെല്ലാം നാം സൺഡേ സ്കൂളിൽ പഠിച്ചതാണ് വിഷയങ്ങൾ. ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ ഇതെല്ലാം നമ്മുടെ വിശ്വാസികൾക്കും പിള്ളകൾക്കും എല്ലാവർക്കും തെരിയും. ഇതെല്ലാം നമ്മുടെ വിശ്വാസികൾക്കും കുട്ടികൾക്കും അറിയാം. പാപം ചെയ്യാത്ത ഒരേ ഒരു മനുഷ്യൻ യേശു ക്രിസ്തു. പാപം ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു. അവർ പൂർണ്ണ മനുഷ്യനാகவும் പൂർണ്ണ ദൈവമാகவும் വെളിപ്പെട്ടാർ. താൻ തികഞ്ഞ മനുഷ്യനായും തികഞ്ഞ ദൈവമായും അവർ പാപം ചെയ്യവിல்லை. താൻ പാപം ചെയ്തില്ല. அந்த இயேசு சொல்லுகிறார், ആ യേശു പറയുന്നു, என்னுடைய அன்பினாலே എന്റെ സ്നേഹത്താൽ நான் ஜீவித்தது போல ഞാൻ ജീവിച്ചതുപോലെ நீங்களும் ஜீவிக்கலாம். നിങ്ങൾക്കും ജീവിക്കാം. വെളിപ്പെടുത്തുന്നതിൽ 3 அதிகாரம் 21 വസനത്തിൻപടി വെളിപ്പാട് പുസ്തകം 3:21 പ്രകാരം
நான் ஜெயித்தது போல ഞാൻ ജയിച്ചതുപോലെ நீங்களும் உலகத்தை ஜெயிக்கலாம். നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാം. 3:21 என்ன வாசிக்கிறோம்? 3:21 நான் வாசிங்க. நான் ஜெயம் கொண்டு என் பிதாவுடைய சிங்காசனத்தில் வாழ்ந்தது போல ஜெயம் கொள்ளுகிறவன் எவனோ அவன் என்னோடு கூட என்னுடைய சிங்காசனத்தில் இருக்க அருள் செய்வேன். ജയിക്കുന്നവനോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. ഞാൻ ജയിച്ചെന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ. சண்டே ஸ்கூலில் படிக்கிறதான வசனம். സൺഡേ സ്കൂളിൽ പഠിക്കുന്ന തിരുവചനങ്ങൾ. வசனம் நமக்கு யாவருக்கும் தெரியும். നമുക്ക് എല്ലാവർക്കും ഇതറിയാം. வசனம் தெரியும், വചനം അറിയാം. ஆனா பிராக்டிக்கல் இல்லை, പ്രായോഗികമാക്കുന്നില്ല. தேவனுக்கு மகிமை. நீ ஒரு வசனத்தை தெரிந்த ഒരു വചനം പഠിച്ചു அது நீ பிராக்டிக்கலாக நடைமுறையில் கொண்டு வராவிட்டால், നീ അത് പ്രയോഗത്തിൽ വരുത്തുന്നില്ല എങ്കിൽ அது உனக்கு பாவம் என்று வேதவசனம் சொல்லுகிறது. അത് നിനക്ക് പാപഹേതു എന്ന് ബൈബിൾ அதுதான் 1 கொரிந்தியர் 8 அதிகாரம் 2 வசனத்தை வாசிக்கும் போது, 2:2 വായിക്കുമ്പോൾ அறிவானதை இருமாப்பை உண்டாக்கும். അറിവ് ചേർപ്പിക്കും. தேவனுக்கு மகிமை. அறிவு இருமாப்பை உண்டாக்கும். അറിവ് നമ്മെ ചേർപ്പിക്കും. ஆனா தேவ அன்போ பக்தி விருத்தியை உண்டாக்கும். ദൈവസ്നേഹം ആത്മീക വർധന വരുത്തും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. നമ്മുടെ അരുமையான பாஸ்டர் ஏசி തോമസ് அவர்கள், നമ്മുടെ പ്രിയ പാസ്റ്റർ എസി തോമസ് അപ്പച്ചൻ അവർ, சிலருக்கு ஒரு சந்தேகமுண்டு. ചിലർക്ക് ഒരു സംശയം, பாஸ்டர் எம்டி எதுக்கு இந்த ஏசி തോമஸ் என்று சொல்றாரு? പാസ്റ്റർ എംടിമിന് എന്തിനാ കൂടെ കൂടെ എസി തോമസ്? വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നത്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. അതിന്റെ തെളിവ് ഞാൻ അതേ ഇടത്തിൽ പോയി പ്രസംഗത്തിലൂടെ ചൊല്ലിട്ട്, അതിന്റെ കാര്യകാരണ സഹിതം ഞാൻ അവിടെ തന്നെ ചെന്ന് പറഞ്ഞു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 1976 ஆண்டு 1976 காரணத்தை நான் உங்களுக்கும் சொல்லுகிறேன். ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു. நான் அடிக்கடி பாஸ்டர் இயேசுவோட பேர் சொல்வது உண்டு. ഞാൻ കൂടെ കൂടെ യേശുവിനെ நான் சொல்ல எனக்கு உற்சாகம் உண்டாகும். അതാ പറയുന്നതോറും എനിക്ക് ഉത്തേജനം அது கேட்க உங்களுக்கு உற்சாகம் உண்டாகும். കേൾക്കുന്നതോറും നിങ്ങൾക്കും ഉത്തേജനം ഉണ്ടാകും. எத்தனை பேருக்கு உற்சாகம் உண்டாகிறது? ഉത്സാഹം ഉണ്ടാവുള്ളൂ. ஒரு அல்லேலூயா சொல்லுங்களேன். ഹല്ലേലൂയ. பலர் சொல்லுகிறார்கள், അതിന് പറയുന്നു, பாஸ்டர் இன்றைக்கு நீங்க எங்களை 48ஆம் ஆண்டுக்கு கொண்டு போனீர்கள். പാസ്റ്റർ താങ്കൾ ഞങ്ങളെ 48ആം ആണ്ടിലേക്ക് കൊണ്ടുപോയി. அந்த இடத்துல ஒரு ஆக்சிடென்ட் நடந்தது. അവിടെ ഒരു അപകടം നടന്നു. ஸ்தோத்திரத்தால் பாஸ்டர் ஏசி തോമസ് அந்த ஆக்சிடென்டில் இருந்து விடுதலையை பெற்றார். പാസ്റ്റർ എസി തോമസ് അവിടെ അതിൽ നിന്ന് വിടുതൽ നേടി. அதெல்லாம் சொல்லும் போது അതൊക്കെ പറയുമ്പോൾ சென்னையிலே மக்கள் சொல்லுகிறார்கள், ചെന്നൈയിലെ ജനങ്ങൾ நீங்க പറയുന്നു, 48, 47ஆம் ஆண்டுக்கு எங்களை கொண்டு போனீர்கள். നിങ്ങൾ ഞങ്ങളെ 47, 48 കാലഘട്ടത്തിൽ எங்களுக்கு பெரிய சந்தோஷம். ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. நான் சொல்ல காரணம் என்ன? ഞാൻ പറയാൻ കാരണം 1976 1976 ஜூன் மாதம் 21ஆம் தேதி ജൂൺ മാസം 21 திருவல்லா விசுவாச வீட்டில் வைத்து തിരുവല്ല വിശ്വാസ ഭവനം மதியம் 12:27க்கு ഉച്ചയ്ക്ക് ശേഷം 12:27 ஏசியப்பச்சன் கர்த்தருக்குள் நித்திரையானார். യേശുവിൻ കർത്താവിൽ ഉത്തരവാദി பலரோடு பேசிக் கொண்டிருந்தார். ഞാൻ പലരോട് സംസാരിക്കുകയായിരുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தூக்கத்தில் அல்ல, ഉറക്കത്തിലില്ല, வியாதியில் அல்ல, രോഗത്തിലില്ല. அவர் பேசிக் கொண்டிருக்கும் போது സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ அவருடைய ஜீவன் பிரிந்தது. പ്രാണൻ വേർപെട്ടു. யாரோடு பேசினார்? ആരോട് സംസാരിച്ചു? பாஸ்டர் ஜேக்கப் ரத்னசிங்கம், പാസ്റ്റർ ജേക്കബ് രത്നസിംഹ, பாஸ்டர் கேசி പാസ്റ്റർ வர்கீஸ், കെ.സി. വർഗീസ്, பாஸ்டர் ஏஜி சாக்கோ, പാസ്റ്റർ എ.ജി. ചാക്കോ, பாஸ்டர் CN சாமுவேல், പാസ്റ്റർ സി.എൻ. സാമുവൽ, பலரும் வந்து அவரோடு பேசிக் கொண்டிருந்தார்கள். അങ്ങനെ പലരും സംസാരിച്ചുകൊണ്ടിരുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் பேசிக் கொண்டிருக்கும் போது സംസാരബന്ധത്തിൽ நான் ஒரு குடிக்கிறதுக்காக சாத்துக்குடி கொண்டு கொடுத்தேன். ഞാൻ കുടിക്കുവാൻ മുസംബി ജ്യൂസ് കൊടുത്തു. அப்ப நான் அவரை கவனித்துக் கொண்டிருந்தேன். ഞാൻ തന്നെ പരിചരിക്കുകയായിരുന്നു. உடனே அவர் சொன்னார், ഉടനെ പറഞ്ഞു, என்ன குடிக்கிறதுக்கு கொண்டு வந்து என்ன டிஸ்டர்ப் பண்றேன்னு. കുടിക്കാൻ കൊണ്ടുവന്ന് എന്തിനാ ബുദ്ധിമുട്ട് ശല്യപ്പെടുത്താൻ? மணிக்கூர் கணக்காக பேசுறாரு. മണിക്കൂറുകളൊക്കെ സംസാരിക്കുക. தேவனுக்கு பலவீனப்பட்ட மனுஷன். ഒരു ബലഹീനായ മനുഷ്യൻ. அப்ப சாத்துக்குடி கொடுக்க கொடுத்தேன். മുസംബി ജ്യൂസ് കുടിക്കാൻ வாங்கி குடித்த. വാങ്ങി കുടിച്ചു. அதுக்கு பிறகு അതിനുശേഷം அவர் பல காரியங்கள் பேசினார். പല കാര്യങ്ങൾ പറഞ്ഞു. திடீரென்று പെട്ടെന്ന് அவர் இப்படி தலைதிருப்பி, കാര്യങ്ങൾ മേലോട്ട് இதா மாஸ்டர் போல் என்னை கூப்பிடுறாங்க. എന്നെ വിളിക്കും. அவர் போயிட்டு താൻ പോയി. என்ன அருமையான மரணம். എത്ര മനോഹരമായ മരണം. அதான் அவரோட மரணம். ഇങ്ങനെയാണ് തന്റെ മരണം. ஆ மரிக்கிறதுக்கு தலை நாளிலே ആ മരണത്തിന് തലയിൽ அவர் என்னை கூப்பிட்டு എന്നെ വിളിച്ച് என் தலையில் கை வைத்து ஆசீர்வதித்து തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. என்னை கொச்சைன்னு എന്നെ വിളിക്കുന്നത് കൊച്ചേ കൊച്ചേ എന്നാണ്. கொச்சை இங்க வா. ഞാൻ കൊച്ചേക്ക് വാ. நான் போனேன். ഞാൻ ചെന്നു. நான் உன்னை ஆசீர்வதிக்க போறேன். ഞാൻ നിന്നെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. எனக்கு அதுல அர்த்தம் கூட தெரியாது. എനിക്ക് അതിന്റെ അർത്ഥമൊന്നും என்ன മനസ്സിലായില്ല. ஆசீர்வாதம்
என்று தெரியாது. എന്താണോ അനുഗ്രഹം? ஆனா நம்ம முழங்கால் படியிட்டு ഞാൻ മുട്ടുകുത്തി നിന്നു. அவரை கட்டில் மேல் உட்கார்ந்து താൻ കട്ടിലിരുന്നു. എന്റെ തലമേൽ കരങ്ങളെ എന്റെ വെച്ച് തലയിൽ കൈവച്ചു. ഒരു 10-15 നിമിഷം 10-15 പല പല വാർത്തകളെ ചൊല്ലി പല വാചകങ്ങൾ പറഞ്ഞു നിറമ്പി ആത്മാവിൽ അവരെന്നെ ആശീർവദിച്ചു. താൻ എന്നെ അനുഗ്രഹിച്ചു. അതിലൊരു വാസകം അതിലൊരു വാചകം, എന്നിലിരുന്ന് കற்றுകൊണ്ടതാன കാര്യത്തെ നീ സഭയ്ക്ക് പ്രസംഗത്തിൽ சொல்ல வேண்டும் என்று சொன்னார். നീ എന്നിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഈ സഭയിൽ പ്രസംഗപറ്റിയെ പറയണം. എത്രയോ കാര്യങ്ങൾ അവർ சொல்லி தந்தார். താൻ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. அப்போது ஞாபகத்தில் வருகிறது நான் சொல்லுகிறேன். അതാത് സമയങ്ങളിൽ ഓർമ്മയിൽ വരുന്നത് ഞാൻ നിങ്ങളോട് പറയും. അതൊരു ആശീർവാദം தான். അതൊരു അനുഗ്രഹമാണ്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇല്ലാണ്ട് മാംസമല്ല, അല്ലാതെ ജഡമല്ല. അല്ലാതെ യേശുയുടെ പേര് ഞാൻ അടിക്കടി சொல்லுவேன், നീയും சொல்லுவேൻ. അതുകൊണ്ടാണ് യേശുവിന്റെ പേര് ഇതുവരെയും പറഞ്ഞുകൊണ്ടേയിരുന്നത്, നീയും പറയുവാൻ പോകുന്നത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த ഭാഷ യേശു തോമസ് சொல்லுவார். ആ യേശുവിൻ പറയും, ഒരുവൻ വചനത്തെ നടമുറയിൽ കൊണ്ടുവന്നാൽ ഒരാൾ വചനത്തെ തന്റെ പ്രായോഗിക ജീവിതത്തിൽ எப்படி കൊണ്ടുവരണം. അവനെ കണ്ടുപിടിക്ക முடியும்? എങ്ങനെ മനസ്സിലാക്കാം? ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പോരാട്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അവൻ சோர்ந்து போக மாட்டான். അവൻ അധൈര്യപ്പെടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இன்னைக்கு உன்னோட வாழ்க்கையில் ഇതാ നിന്റെ ജീവിതത്തിൽ சோதனைகள் வருമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, കടന്തള്ളകൾ വരുമ്പോൾ, കടകേശങ്ങൾ വരുമ്പോൾ നാം അധൈര്യപ്പെട്ട് അവിശ്വാസത്തിൻ വാർത്തകൾ എത്രയോ വാർത്തകളെ ചൊല്ലുകയാണ്. നമ്മൾ തളർന്നുപോയി എത്രയോ അവിശ്വാസത്തിന്റെ വാക്കുകളാണ് ഉച്ചരിക്കുന്നത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா ஜெயஜீவியம் செய்கிறவன், എന്നാൽ ജയജീവിതം നയിക്കുന്നവൻ, இல்ல வசனத்தை நடைமுறையில் கொண்டு வருகிறவன், വചനത്തെ പ്രായോഗിക ജീവിതത്തിൽ அவன் വരുന്നത് சோதனையிலும் சந்தோஷப்படுவான். പരിശോധനകളിലുമാണ്. അതൊക്കെ അവർ തരുന്ന ഒരു വസനം. അങ്ങനെ താൻ തരുന്നൊരു വചനം റോമർ 5-3 എഴുതിയെടുത്തു കൊള്ളുക. റോമർ 5:3 നിങ്ങൾ കുറിച്ചെടുക്കണം. പരിശുദ്ധവാன்கள் മഹിമയ്ക്കുൾ പ്രവേശിച്ചാലും അവർ ഇപ്പോഴും പേസുகிறாർ. വിശുദ്ധന്മാർ മഹത്വത്തിൽ കടന്നാലും അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ റോമർ 5-3 എന്നെ വാസിക്കും. റോമർ 5:3 എന്ന് വായിക്കുന്നു. വാസിക്കും. അത് മാത്രമല്ല ഉപദ്രവം പൊറുമയെയും പൊറുമെ അനുഭവത്തെയും തിരുത്തിക്കൊള്ളുക. സിസ്റ്റർ തിരുത്തി വാസിച്ചാൻ അത് ചെന്നൈയിലെ സിസ്റ്റർ ഇരുമ്പിലൂർ. അത് ചെന്നൈയിലെ സിസ്റ്ററാണ്. അവർ തിരുത്തിയാണ് വായിച്ചത്. നിങ്ങൾ തിരുത്തിക്കൊള്ളുക. നിങ്ങൾ അവിടെ നിന്ന് തിരുത്തി ഉപദ്രവം പൊറുമയെയും കഷ്ടത സഹിഷ്ണുതയെയും പൊറുമ അനുഭവത്തെയും. സഹിഷ്ണുത സിദ്ധതയും. ആംഗല ബൈബിളിൽ എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ബൈബിളിൽ അനുഭവം എന്നാണ്. മലയാളത്തിലും തമിഴിലും പരീക്ഷയിൽ എഴുതിയിരിക്കും. മലയാളത്തിലും തമിഴിലെല്ലാം പരീക്ഷ എന്നാണ്. അനുഭവം അനുഭവമാണ്. അനുഭവത്തെയും അനുഭവം നമ്പിക്കയെയും ഉണ്ടാക്കുന്നതിന്റെ അറിഞ്ഞ് ആ അനുഭവം പ്രത്യാശ ഉളവാക്കുന്നു. ഉപദ്രവങ്ങളിൽ നമ്പിക്കയായിരിக்கிறோம். കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വാസി ഉപദ്രവം പൊറുമയെയും അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. തമിഴില് അത് മാത്രമല്ല ഉപദ്രവം പൊറുമയെയും പൊറുമെ അനുഭവത്തെയും അനുഭവം നമ്പിക്കയെയും ഉണ്ടാക്കുന്നതിന്റെ അറിഞ്ഞ് ഉപദ്രവങ്ങളിൽ മേന്മ പാരാട്ടുகிறோം. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധത അഥവാ അനുഭവത്തെ ഉണ്ടാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. அதுதான் நடைமுறையில் தேவ வசனத்தை கொண்டு வரும்போதுள்ளதான അനുഭവം. ഇതാണ് തിരുവചനത്തിന്റെ ജീവിതത്തിൽ നമ്മുടെ സഭയാണത് തിയറിറ്റിക്കൽ സഭയല്ല. നമ്മുടെ സഭ വെറും താത്വിക സഭയല്ല. ഇതാ പ്രാക്ടിക്കൽ ചർച്ച്. ഇതാ പ്രായോഗിക സഭ. ദൈവിക സുഖത്തെ കുറിച്ച് പ്രസംഗിக்கிறோம். രോഗശാന്തിയെ കുറിച്ച് ദൈവിക സുഖத்துக்காக നാം കാത്തിരിக்கிறோം. ആ രോഗശാന്തിക്കായി കാത്തിരിക്കുന്നു. കടം വാങ്ങக்கூடாതെന്ന് പ്രസംഗിக்கிறோം. കടം വാങ്ങരുതെന്ന് പ്രസംഗിക്കുന്നു. കടം വാങ്ങാമെ നാം ജീവിക്കണം. വാങ്ങാതെ നമ്മൾ ജീവിക്കുന്നു. ஊழியர்கள் விவாகம் இல்லாமல் ஜீவிக்க வேண்டும் என்று பிரசங்கிக்கிறோம். அவிவாഹിതരായി ജീവിക്കണമെന്ന് പ്രസംഗിക്കുന്നു. அன்னக பிரதிஷ்டையில் ஜீவிக்க வேண்டும் என்று பிரசங்கிக்கிறோம். ഷണ്ഡന്മാരുടെ പ്രതിഷ്ഠയിൽ ജീവിക്കണം. அதே அன்னக பிரதிஷ்டையில் ஜீவிக்கிறோம். അതേ ഷണ്ഡത്തെ പ്രതിഷ്ഠയിൽ நான் சொல்லுவது மட்டுமல்ல, വെറുതെ പറയുകയില്ല, ആ சொல்லுகிற കാര്യത്തെ നടമുറയിൽ കൊണ്ടുവരുகிறோം. പ്രാക്ടിക്കലാக കൊണ്ടുവരും. പറയുന്നത് നടപ്പിൽ വരുത്തുന്നു, പ്രായോഗികമാക്കുന്നു. இதுதான் நமது சபைக்கும் மற்றுள்ள சபைக்கும் வித்தியாசம். ഇതാണ് നമ്മുടെ സഭയ്ക്ക് മറ്റുള്ളവരുടെ വ്യത്യാസം. அவர்களும் அருமையாக பிரசங்கம் பண்ணுவார். അവർ വളരെ ഭംഗിയായി പ്രസംഗിക്കും. നടമുറയിൽ ഒന്നും എന്നാൽ ഒന്നും നടപ്പിൽ വരുത്തില്ല. தேவனுக்கு
மகிமை. ദൈവത്തിന് മഹത്വം. ஒருத்தர் ஒரு இவாஞ்சலிஸ்ட், ஒரு அற்புதம் செய்கிற மனுஷன், ഒരു അത്ഭുതകര പ്രാപ്തനായ സുവിശേഷകൻ, நல்ல ஒரு மனுஷன், നല്ലൊരു മനുഷ്യൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் தெய்வீக சுகத்தை குறித்து அருமையாக பேசினார். ദൈവിക രോഗശാന്തിയെ കുറിച്ച് വളരെ മനോഹരമായി പ്രസംഗിച്ചു. தேவன் நமக்கு குணம் தருவார். കർത്താവ് സുഖം തരും. தளம்புகளால் குணமானீர்கள், അടിപ്പടലുകളാൽ സൗഖ്യമായി. மருந்தெடுக்க வேண்டிய அவசியம் இல்லை. മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எப்படி அருமையான பிரசங்கம் செய்தார். വളരെ ഭംഗിയായി പ്രസംഗിച്ചു. ஒரு வாரத்துக்கு அப்புறம் ആഴ്ച കഴിഞ്ഞു அவருக்கு ஒரு பொல்லாத வியாதி வந்தது. തനിക്കൊരു ദുർവ്യാധി വന്നു. பிறகு கேள்விப்பட்டேன் அவர் ஆஸ்பத்திரியில் போயிட்டாரு. പിന്നീട് കേട്ടു ആശുപത്രിയിൽ. அவரை பார்க்கறதுக்கு நானும் போனேன். കാണാൻ ഞാനും പോയി. കാരണം எனக்கு அவருக்கு நல்ல பழக்கம். നല്ല പരിചയമുള്ള ആളാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. என்ன பாஸ்டர் பிரசங்கம் பண்ணீங்களே, இப்ப ஆஸ்பத்திரிக்கு வந்துட்டீங்களே. പാസ്റ്ററെ ഭംഗിയായി പ്രസംഗിച്ചതില്ലേ, ഇപ്പോൾ ആശുപത്രിയിൽ വന്നു. அவர் சொன்ன கதை தெரியுமா? താൻ പറഞ്ഞ കഥ അറിയാമോ? பிரசங்கம் எனக்கல்ல, പ്രസംഗം എനിക്കല്ല, கேட்கிறவங்க. അത് ശ്രോതാക്കൾക്ക്. எனக்கல்ல பிரசங்கம். അതൊന്നും എനിക്ക് വേണ്ടിയല്ല. உனக்கு இல்லாத பிரசங்கத்தை நீ ஏன் பண்ணுகிறாய்? നിനക്ക് വേണ്ടാത്ത പ്രസംഗം എന്തിനു മറ്റുള്ളവർക്ക് കൊടുക്കുന്നു? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. முதல்ல நம்முடைய ஜீவியத்தில் கொண்டு வர வேண்டும். ആദ്യം അത് അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. தேவனுக்கு அதான் நம்முடைய சபையோட மேன்மையான நோக்கம். ഇതാണ് നമ്മുടെ സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യം. ஆனால் அநேகர் அது கொண்டு வராததினால் தான் பல பிரச்சனைகளும் போராட்டங்களும் கஷ்டங்களும் எல்லாம் வருகிறது. നടപ്പിൽ പലർ വരുത്താത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எத்தனையோ கடன் தொல்லையில் இருந்தவர்கள் இப்போது இந்த விசுவாச பிரமாணத்தின்படி ஜீவிக்கிறபடியினால் கடன் இல்லாமல் ஜீவிக்கிறார்கள். എത്രയോ കടക്ലേശങ്ങളിൽ ജീവിച്ചവരെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ചതോടെ കടമില്ലാതെ ജീവിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆகையால் ஜெய ஜீவியம் நாம் செய்ய முடியும். ആകയാൽ ജയജീവിതം സാധിക്കും. அதான் நம்முடைய விஷயம். അതാണ് നമ്മുടെ വിഷയം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இயேசு கிறிஸ்து ஜெயித்தது போல, യേശുക്രിസ്തു ജയിച്ചത്, அவர் ஜெயித்த பிதாவினுடைய சிங்காசனத்தில் இருந்தது போல, താൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ஜெயிக்கிறவன் எவனோ ജയിക്കുന്നവൻ அவன் என்னோடு கூட என்னுடைய சிங்காசனத்தில் இருக்க அருள் செய்வேன். അവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. அவன் ஜெயிக்கிறவனுக்கு மட்டும்தான் சிங்காசனம் என்று விளங்கிக் கொள்ளுங்க. ജയിക്കുന്നവന് മാത്രമേ സിംഹാസനമുള്ളൂ എന്ന് മനസ്സിലാക്കുക. ஜெயிக்காதவனுக்கு தேவ சிங்காசனம் இல்ல. ജയിക്കാത്തവന് സിംഹാസനമില്ല. அப்ப ஜெயஜீவம் இல்லாதவன் கர்த்தருடைய வருகையில் எடுத்துக் கொள்ளப்பட முடியாது. ജനജീവിതമില്ലാത്തവൻ കർത്താവിന്റെ വഴിയിൽ എടുക്കപ്പെടുകയില്ല. அடுத்த இந்த ஜெயஜீவியத்துக்கு நாம் என்ன செய்ய வேண்டும்? ഈ ജനജീവിതം കിട്ടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? சிலர் சொல்லுவாங்க, ചിലർ പറയും, ஜெயத்துக்காக நான் உபவாசம் எடுத்து ஜெபிக்கிறேன், ഞാൻ ജയത്തിനായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, ஜெயத்துக்காக நான் பல விதத்திலே கர்த்தருக்காக ஊழியம் ഞാൻ செய்கிறேன், ജയത്തിനായി പലവിധത്തിൽ കർത്താവിനായി கர்த்தருடைய ஊழியத்துக்காக அநேக நன்மைகள் செய்கிறேன், എത്രയോ നന്മകൾ വേലയ്ക്കായി ചെയ്യുന്നു. ஆனால் எனக்கு ஒரு ஜெயஜீவியம் இல்லை. ജയജീവിതമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பாஸ்டர் போலின் காலத்தில் പാസ്റ്റർ പോളിന്റെ കാലത്ത് ஒரு அருமையான பிரசங்கி இருந்தார். ഒരു നല്ല പ്രസംഗകൻ அவர் ഉണ്ടായിരുന്നു. யாழ்ப்பாணம் என்ற ஊரை சேர்ந்தவர். താൻ ജാഫ്ന സ്വദേശി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நல்ல இங்கிலீஷ் பிரசங்கி. നന്നായി ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. அவர் நல்ல பரிசுத்தத்தை குறித்தும் ஜெயஜீவியத்தை குறித்தும் அழகாக பிரசங்கம் பண்ணுவார். താൻ വിശുദ്ധി, ജയജീവിതം എന്ന വിഷയങ്ങൾ നന്നായി സംസാരിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஜனங்களுக்கு மிகவும் பிரயோஜனம். ആളുകൾക്ക് വളരെ പ്രയോജനം. ஜனங்கள் உடனே அடுத்த வாரத்தில் வந்து சாட்சியாக சொல்லுவார். അടുത്ത ആഴ്ചയിൽ ആളുകൾ ഒന്ന് സാക്ഷ്യം പറയും. போன வாரத்தை பிரசங்கம் கேட்ட என்னோட வாழ்க்கையில் ஒரு ஜெயஜீவியம் உண்டாയി. കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്താൽ എന്റെ ജീവിതത്തിൽ എനിക്ക് எனக்கு பலவிதமான போராட்டங்கள் மாம்சத்திலும் ஆவியிலும் காணப்பட்டது. പലവിധമായ പോരാട്ടങ്ങൾ എന്റെ ജഡത്തിലും ആത്മാവിലും ഉണ്ടായി. ஆனால் அந்த பிரசங்கத்துக்கு ஒப்பு கொடுத்து நான் ஜீவித்த போது ഞാൻ ആ പ്രസംഗത്തിനായി സമർപ്പിച്ച് ജീവിച്ചപ്പോൾ தேவன் எனக்கு விடுதலையை தந்தார். ദൈവം എനിക്ക് വിടുതൽ இந்த கடந்த 5 நாளாக ஒரு வாரமாக കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി நான் ஜெய ஜீவியத்தில் ஜீவிக்கிறேன். ഞാൻ ജയജീവിതം எனக்கு നയിക്കുന്നു. போராட்டம் இல்ல. പോരാട്ടമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா இந்த பிரசங்கியாருக்கு എന്നാൽ ഈ പ്രസംഗത്തിൽ ஜெய ஜீவியம் இல்ல. ജയജീവിതമില്ല. அவர் பிரசங்கம் பண்ணுகிறார், താൻ പ്രസംഗിക്കുന്നു, ஆனால் அவருக்கு ஜெய ஜீவியம் இல்ல. തനിക്ക് ജയജീവിതം. இந்த சாட்சியெல்லாம் கேட்கும் போது സാക്ഷി കഴിക്കുമ്പോൾ அவருடைய மனதில் ஒரு குற்றுண்டாகும். തനിക്കൊരു കുറ്റബോധം. ஆனா இப்படிப்பட்ட ஜெயம் எனக்கு இல்லையே. എനിക്കിതുപോലെ ജയജീവിതമില്ല. பிரசங்கம் பண்ணியது நான் தான், ഞാനല്ലേ പ്രസംഗിച്ചത്. ஆனா எனக்கு ஜெயம் இல்ல. പക്ഷെ എനിക്ക് പോലും ഞാൻ കഴിയാൻ ഒരു മായമാല ജീവിതത്തിൽ ജീവിക്കും. ഞാനൊരു കപടഭക്തിയായി ജീവിക്കും. എത്ര നാൾ മായമാലത്തിൽ நான் ജീവിക്കും. എത്രത്തോളം ഇങ്ങനെ കപടനായി ജീവിക്കും. இன்றைக்கு எத்தனையோ பேர் தேவ வசனத்தை கேட்கிற தேவ ஜனங்கள், എന്താ ദൈവജനങ്ങൾക്ക് എത്രയോ ദൈവജനങ്ങൾ. உங்களோட உள்ளத்தில் எத்தனையோ விதமான போராட்டங்கள் இருக்கலாம். എത്രയോ പോരാട്ടങ്ങൾ കാണാം. நீயும் சொல்லுகிற நான் ஒரு மாயமாலத்தில் ஜீவிக்கிறேன். നീ പറയുന്നു ഞാൻ കപടഭക്തനായി ജീവിക്കും. எத்தனை நாள் ஜீவிக்க முடியும்? ഇങ്ങനെ എത്ര നാൾ ജീവിക്കും? எனக்கு ஒரு
ജയജീവിയം ഇല്ലയെ എനിക്കൊരു ജയജീവിതമില്ല എന്ന് നീ ചൊല്ലി കതറിക്കൊണ്ടിരിക്കലാം. ഇങ്ങനെ പറഞ്ഞ് വിലപിക്കുന്നുണ്ടാവാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த பாஸ்டரும் அப்படித்தான், அந்த பிரதரும் அப்படித்தான் சொல்லிக் கொண்டிருந்தார். ആ ബ്രദറും അങ്ങനെയാണ് പറഞ്ഞത്. அப்போது அவர் சொன்னார், താൻ പറഞ്ഞു ஊழியம் விட்டு விலகுவோம். വേല വിട്ടു പോകാം. அந்த காலத்தில் ஊழியம் விட்டு விலகினால் ஊழியத்துக்கும் பெரிய நஷ்டம், குடும்பத்துக்கும் பெரிய நஷ்டம். ആ കാലയളവിൽ വേല വിട്ടുപോയാൽ നമ്മുടെ വേലയ്ക്ക് കുടുംബത്തിന് വലിയ നഷ്ടമാണ്. அவருடைய குடும்பம் தான் அந்த காலத்தில் பாஸ்டர் போலுக்கும் மிகவும் உதவியா இருந்த ஒரு குடும்பம். തന്റെ കുടുംബം ആ കാലത്ത് പാസ്റ്റർ പോളിന് വളരെ സഹായിയായിരുന്നു. பெரிய வருமானம் ஒன்று நமக்கு இல்லை, നമുക്കത് വലിയ ஆனால் அந்த വരുമാനം. குடும்பம் தான் நமக்கு மிகவும் உதவியாக. ആ കുടുംബം വലിയ കൈത്താങ്ങായി. அப்ப இவன் ஊழியம் விட்டு ആ விலகினால் വേല വിട്ടുപോയാൽ அந்த குடும்பமும் பின்மாற்றத்தில் போகும். ആ കുടുംബവും പിന്മാറിപ്പോകും. ஊழியத்துக்கும் பெரிய நஷ்டம். വേലയ്ക്ക് വലിയ அதை നഷ്ടം. இவன் விளங்கிக் கொண்டு അത് മനസ്സിലായി ஊழியம் விட்டு விலகக்கூடாது. വേല വിട്ടു പോകരുത്. ஆனால் விசுவாசியா இருந்த ഒരു വിശ്വാസിയായിരുന്നു ஊழியம் செய்வோம். ഞാൻ വേല ചെയ്യും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பாஸ்டர் போல் கிட்ட போய் சொல்லலாம் என்று சொல்லி நினைத்த பல நாட்களாக ஜெபித்து ஒரு நாளை போய் சொல்லிட்டார். താൻ പല പ്രാവശ്യം പാസ്റ്റർ പോളിനോട് പറയണമെന്ന് ചിന്തിച്ച് ഒരു നാളിൽ ചെന്ന് പറഞ്ഞു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பாஸ்டர், പാസ്റ്റർ, நான் ஜெய ஜீவியத்தை குறித்து பிரசங்கம் பண்ணுகிறேன், ഞാൻ ജയജീവിതത്തെ കുറിച്ച് பரிசுத்தத்தை குறித்து பிரசங்கம் பண்ணுகிறேன். പ്രസംഗിക്കുന്നു. அது என்னுடைய சபையில் மற்ற எல்லா இடத்திலும் பெரிய எழுப்புதல் உண்டாகும். സഭയിലും മറ്റെല്ലായിടത്തും பலருக்கும் ஜெய ஜீவியம் உண்டாகும். പലർക്കും ஆனா ജയജീവിതമുണ്ടാകും. எனக்கோ ஜெயம் இல்லை. എന്നാൽ എനിക്ക് ജയമില്ല. நான் உண்மையாக ஒரு மாயமாலக்காரனை போல ஜீவிக்கிறேன். ഞാൻ ശരിക്കും ഒരു കപടഭക്തനായി ജീവിക്കുന്നു. அதனால நான் என்ன செய்ய வேண்டும்? ഞാൻ എന്ത് ചെയ്യണം? நான் ஊழியம் விட்டு விலகலாம் என்று நினைக்கிறேன், ഞാൻ വേല വിട്ടു പോകാമെന്ന് കരുതുന്നു. ஆனா நான் ஊழியம் விட்டு வெளியே போகிறது இல்ல. ഞാൻ പുറത്തു പോവുകയില്ല. நான் இதுக்குள்ள இருந்த ஒரு விசுவாசியாக இருந்த ஊழியத்துக்கு நான் உமக்கு உதவி செய்வேன். ഞാൻ ഇതിനകത്ത് തന്നെ ഒരു വിശ്വാസിയായിരുന്നു, വേലയ്ക്ക് സഹായിയായിരുന്നു. அவனுக்கு அதை கேட்ட உடனே பெரிய ஒரு துக்கம் உண்டாയി. പാസ്റ്റർ ഇത് കേട്ട് വളരെ ദുഃഖിച്ചു. அவர் சொன்னா, நீ அவசரப்பட்டு ஒன்றும் செய்யாத. ഞാൻ പറഞ്ഞു, നീ ധൃതി പിടിച്ചൊന്നും நான் இன்னைக்கு ராத்திரியில் ஜெபிக்கிறேன். ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. தேவன் என்னோட என்ன பேசுகிறாரோ அது நான் உனக்கு சொல்லுகிறேன். ദൈവം എന്നോട് പറയുന്നത് ഞാൻ എനിക്ക് நீ പറയാം. அவசரப்பட்டு இப்போ விலகாத. നീ ഇപ്പോൾ ധൃതി പിടിച്ചു പോകണ്ട. ஊழியம் விட்டு போக வேண்டும் என்ற வார்த்தையை யாருக்கும் சொல்லாத. വേല വിട്ടു പോകുമെന്നുള്ള വാക്ക് ആരോടും உன் പറയരുത്. வீட்டுக்காருக்கும் நீ சொல்லாத. വീട്ടുകാരോടും പറയരുത്. தேவனுக்கு மகிமை. அவர் அப்படியே கீழ்ப்படிந்தார். താൻ അനുസരിച്ച് 2 நாள் பாஸ்டர் போல் போராடி ஜெபித்தார். 2 ദിവസം പാസ്റ്റർ പോൾ നന്നായി പോരാടി പ്രാർത്ഥിച്ചു. அவரோடு பேச வேண்டிய வார்த்தைகளை பாஸ்டர் போலுக்கு தேவன் வெளிப்படுத்தி തന്നോട് പറയേണ്ട വാക്കുകൾ ദൈവം പാസ്റ്റർ പോളിന് அது அவருக்கு சொல்லிக் கொடுத்தார். താനിത് പറഞ്ഞു. அதுக்கு பிறகு പിന്നീട് அவரோட தலையில் கை வச்சு ஜெபிக்கும் போது തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. வல்லமையின் அபிஷேகம் இறங்கி ശക്തിയുടെ അഭിഷേകം ഇറങ്ങി. இறங்கின உடனே ഇറങ്ങിയോടെ ஏதோ ஒரு பொல்லாத ஆவி ഏതോ ഒരു ദുഷ്ടാത്മാവ് அவரை விட்டு விலகிறது போல அவருக்கு ஒரு உணர்வு உண்டாയി. തന്നെ വിട്ട് മാറുന്നതായി താൻ അനുഭവിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് ஒரு பொல்லாத ஆவி, ഒരു ദുഷ്ടാത്മാവ്, அந்த ஆவிதான் உனக்குள்ள இருந்த ആ ദുഷ്ടാത്മാവ് നിന്നിൽ കുടിയേറി அந்த ஆவிதான் உன்னை ஜெயஜீவம் இல்லாமல் பலவீனத்தில் உன்னை நடத்தின അത് ജയജീവിതമില്ലാത്ത ഒരു ദുർബലനായി നിന്നെ നടത്തുന്നു. அந்த ஆவிதான் ആ ദുരാത്മാവാണ്. அவர் ஜெபித்த வேளையில் താൻ പ്രാർത്ഥിച്ചപ്പോൾ அந்த ஆவியை அகற்றின ആ வேளையில் ദുരാത്മാവിനെ அந்த ശാസിച്ചപ്പോൾ ஆவி இவரை விட்டு விலகிட்டு അത് തന്നെ വിട്ടു മാറി. அவர் விடுதலையை താൻ பெற்றார். വിടുതൽ പ്രാപിച്ചു. வல்லமையின் அபிஷேகத்தை பெற்றார். ശക്തിയുടെ അഭിഷേകം പ്രാപിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பிறகு அவர் சொன்னார், പിന്നീട് പറഞ്ഞു, பாஸ்டர், அந்த ஆவி என்னை விட்டு விலகி പാസ്റ്റർ ആ ദുഷ്ടാത്മാവിനെ വിട്ടുപോയി. என்ற எண்ணம் மாறிவிட்டது. എന്റെ ആ ചിന്ത മാറി. ஊழியத்தை விட்டு விலக வேண்டும் என்ற எண்ணம் மாறிவிட்டது. വേല വിട്ട് പോകണം എന്നുള്ള ചിന്ത മാറി. ஊழியத்தை நான் தொடர்ந்து செய்கிறேன், ഞാൻ ഇനി വേല തുടരും. எனக்காக ஜெபித்துக் கொள்ளுங்கள். എനിക്കായി പ്രാർത്ഥിക്കണം. அப்படியே அவர் கீழ்ப்படுத்தி விட்டால் நல்ல பிரசங்கியாக மாற்றப்பட்டு അനുസരിച്ച് പിന്നീട് നല്ലൊരു அவருடைய பிரசங்கத்தில் இவ்விதமான காரியத்தை அவர் வெளிப்படுத்துவார். തന്റെ പ്രസംഗത്തിൽ താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും. தேவனுக்கு மகிமை. ദൈവത്തിന് இதே போல நீயும் ஜெயம் ஜீவியம் இல்லாமல் பலவீனனாக மாயமால ஜீவியத்தில் ஜீவித்துக் கொண்டிருக்கலாம். ഇതുപോലെ നീയും ജയജീവിതമില്ലാതെ ഒരു കപട ജീവിതം നയിക്കുമായിരിക്കാം. எத்தனை நாள் நான் இப்படி ஜீவிக்க முடியும் என்று நீ கேள்வியை கேட்டுக்கொண்டிருக்கிறார். എത്രത്തോളം എനിക്കിങ്ങനെ പോകുവാൻ കഴിയുമെന്ന് നീ எப்படி ചോദിക്കുമ്പോൾ நான் எந்த ஓட்டத்தை ஜெயத்துடன் ஓடி முடிக்க முடியுமா? എന്റെ ഒട്ടും ജയത്തോടുകൂടി പൂർത്തിയാക്കാൻ இப்படிப்பட்ட சந்தேகத்தில் நீ காணப்படுகிறார். സംശയങ്ങളിലുണ്ടാകാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதுக்கு நான் வல்லமையின் அபிஷேகத்தை பெற்றுக் கொள்ளுங்கள். അതിനായി ശക്തിയുടെ അഭിഷേകം പ്രാപിക്കും. அது மட்டுமல்ல, മാത്രമല്ല
ஒன்றியோவான் 5-ம் அதிகாரம் 4-ம் வசனத்தை வாசிக்கும் போது ഞാൻ 4 വായിക്കുമ്പോൾ உங்கள் விசுவாசமே உலகத்தை ஜெயிக்கும் ஜெயம் என்று வாசிக்கும். ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. என்னால ജയജീവിയം செய்ய முடியும் என்ற ஒரு விசுவாசம் நமக்கு தேவை. എനിക്കൊരു ജയജീവിതം നയിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം அப்ப നമുക്ക് நீங்கள் சொல்லலாம், எனக்கு விசுவாசம் உண்டு, എനിക്ക് വിശ്വാസമുണ്ട്, நான் பழைய விசுவாசி, ഞാനൊരു പഴയ நான் വിശ്വാസി, பழைய ஊழியக்காரன், எனக்கு விசுவாசம் உண்டு, എനിക്ക് വിശ്വാസമുണ്ട്, ஆனா ஜெயஜீவியம் இல்ல, ഞാൻ ജയജീവിതമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப அது எந்த விசுவாசம் என்று நாம் விளங்கிக் கொள்ள வேண்டும். അപ്പോൾ അത് ഏത് വിശ്വാസത്തുമെന്ന് മനസ്സിലാക്കുക. எந்த விசுவாசத்தினால தான் உனக்கு ஜெயஜீவியம் உண்டாகும். ആ വിശ്വാസത്താലാണ് നിനക്ക് ജയജീവിതം ഉണ്ടാകും. விசுவாசத்தை குறித்து அநேக காரியங்கள் நாம் படிக்கலாம். വിശ്വാസത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ அந்த പഠിക്കാം. சமய சுருக்கத்தை நான் சுருக்கமாக சொல்லுகிறேன். സമയപരിമിതി കൊണ്ട് ചുരുക്കട്ടെ. விசுவாசம் என்பது 2 விதத்தில் உண்டு. വിശ്വാസം എന്നത് 2 വിധത്തിലാണ്. மத்தேயு 21-ம் அதிகாரம் 28, 29, 30 வசனங்கள் வாசிக்கும்போது 21, 28, 29, 30 വചനങ്ങൾ. அந்த வசனத்தை நாம் என்ன வாசிக்கிறோம்? ആ വചനത്തിൽ എന്ത് വായിക്കുന്നു? அங்கே ஒரு தகப்பனை நாம் பார்க்கிறோம். നമുക്ക് അവിടെ ഒരു അപ്പനെ കാണും. அந்த தகப்பனுக்கு 2 பிள்ளைகள். ആ അപ്പന് 2 മക്കൾ. இது கட்டகுமாரனோட கதையல்ல, ഇത് മുടിയനായ പുത്രന്റെ இது കഥയല്ല. வேற ஒரு தகப்பன். വേറൊരു അപ്പൻ. அவனுக்கு 2 பிள்ளைகள். തനിക്ക് 2 പുത്രന്മാർ. அவனோட பேர் ஒன்றும் இல்லை. പേരൊന്നും പറഞ്ഞിട്ടില്ല. மூத்தவனும் இளையவனும் என்று பெயர். മൂത്തവൻ ഇളയവൻ. தகப்பன் மூத்தவனை பார்த்த അപ്പൻ മൂത്തവനോട് தோட்டத்தில் போய் வேலை செய்ய என்று சொன்னான். തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞു. அவன் சொன்னான், അവൻ പറഞ്ഞു, நான் போக மாட்டேன், ഞാൻ പോകില്ല, வேலை செய்ய மாட்டேன் ജോലി ചെയ്യില്ല என்று சொல்லி எதிர்த்தான். അങ്ങനെ എതിർത്തു. அதுக்கு பிறகு അതിനുശേഷം அவன் மனஸ்தாபப்பட்டு അവൻ പശ്ചാത്തപിച്ചു, பாவங்களை அறிக்கை செய்து விட்டுவிட்டு പാപങ്ങളെ ഏറ്റു പറഞ്ഞു அவன் தோட்டத்தில் போய் வேலை செய்தான். തോട്ടത്തിൽ പോയി ജോലി ചെയ്തു. தேவனுக்கு மகிமை. இது மூத்த குமாரனுடைய சுபாவம். അതാണ് മൂത്തവന്റെ സ്വഭാവം. இனி இளையவனை பார்த்து ഇളയവനെ നോക്കി, நீ போய் தோட்டத்தில் வேலை செய்ய என்று നീ சொன்னான். തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്ന് அவன் പറഞ്ഞു. போறேன் என்று சொன்னான். അവൻ പോകാമെന്ന് പറഞ്ഞു. போறேன் என்று சொல்லியும் அவன் போகவில்லை. പോകാമെന്ന് പറഞ്ഞിട്ടും പോയില്ല. போறேன் പോകാം, ஆனா போகிறது இல்ல. ഞാൻ പോകുന്നില്ല. அப்போ அது அடுத்த கேள்வி. ഇപ്പോൾ അടുത്ത ചോദ്യം 30-ம் வசனத்திலே 30-ാം വാക്യം. இவரில் யார் பிதாவினுடைய சித்தம் பூர்ணமாக செய்தவர்? പിതാവിന്റെ ഇഷ്ടമെങ്കിൽ പൂർണ്ണതയോടെ ചെയ്തതാണ്. இவரில் யார் பூர்ண ஜெய ஜீவியம் செய்தார்? ഇതിലാരാണ് പൂർണ്ണ ജയജീവിതം നയിച്ചത്? அப்ப மூத்தவன் என்று சொன்னார். അപ്പോൾ മൂത്തവൻ എന്ന് പറഞ്ഞു. அப்ப மூத்தவன் யாரை வெளிப்படுத்துகிறது? മൂത്തവൻ ആരെ കാണിക്കും? இளைய குமாரன் என்பது ഇളയ മകൻ എന്നത് மனதிலே விசுவாசத்தை வெளிப்படுத்துகிறது. മനസ്സിലെ വിശ്വാസത്തെ കാണിക്കുന്നു. നമ്മുടെ മനதில் ஒரு விசுவாசம் உண்டு. നമ്മുടെ മനസ്സിലൊരു വിശ്വാസം. மனதிலே விசுவாசம் என்பது മനസ്സിലെ വിശ്വാസം എന്നത് ஒத்துக்கொள்ளுகிற பகுதி. അത് സമ്മതിച്ചു കൊടുക്കുക. போறேன் என்று சொல்லுகிறான். പോകാമെന്ന് அவன் സമ്മതിക്കും. எதிர்க்கவில்லை. എതിർക്കുന്നില്ല. என்னால முடியாது என்று அவன் சொல்லுகிறான். എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുന്നു. நான் போறேன், ഞാൻ പോകാം, நான் போறேன், ഞാൻ പോകാം, ஆனா செய்கிறது இல்லை. ഞാൻ ചെയ്യുന്നില്ല. இது எந்த ஆவி? ഇത് ഏതാത്മാവ്? இதுதான் மனதிலே விசுவாசம். ഇതാണ് മനസ്സിലെ വിശ്വാസം. இன்னைக்கு நாம் ஒத்துக்கொள்ளுகிறோம். എന്നാൽ നമ്മൾ எல்லா സമ്മതിക്കും. வசனத்தையும் ஒத்துக்கொள்ளுகிறோம். എല്ലാ വചനങ്ങളും അംഗീകരിച്ചു കൊടുക്കും. கடம்புகளால் குணமானீர்கள், അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു. அல்லேலூயா சொல்லுகிறோம். ഹല്ലേലൂയ എന്ന് പറയും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கர்த்தரன் மேய்ப்பராயிருக்கிறார், நான் சாட்சி அடையேன் என்று நாம் வசனம் சொல்லுகிறோம். യഹോവയുടെ ഇടനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് വചനം പറയുന്നു. ஆனால் பிரச்சனை வரும்போது நீ கடனை வாங்குகிறாய். ഞാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ കടം വാങ്ങും. நீ மனுஷனை நாடி தேடி போகிறாய். ഈ മനുഷ്യരെ തേടിയോടും. ஆனா நீ வசனத்தை ஒத்துக்கொள்ளுகிறாய். ഞാൻ വചനം അംഗീകരിക്കും. கர்த்தரன் மேய்ப்பர், യഹോവയുടെ ഇടയിൽ நான் சாட்சி அடைய എനിക്ക് மாட்டேன். മുട്ടുണ്ടാകില്ല. இப்படி ஒவ்வொரு வசனத்துக்கும் நீ ஒத்துக்கொள்ளுகிறாய். ഇങ്ങനെ ഓരോ വചനവും സമ്മതിച്ചു കൊടുക്കും. இளைய குமாரனை போல ഞാൻ ഇളയ മകനെ പോലെ போறேன் 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 என்று அவன் சொல்லுகிறான். പോകാമെന്ന് പറയും. ஆனா போகிறதில்லை. ഞാൻ പോകുന്നില്ല. நாமும் வசனத்தை ஒத்துக்கொள்ளுகிறோம். നാം വചനം അംഗീകരിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് வசனத்தின்படி நீ ஜீவிக்கிறதில்லை. വചനപ്രകാരം ജീവിക്കുന്നില്ല. அதுதான் இளைய குமாரன். അതാണ് ഇളയ മകൻ. அப்போ ஒத்துக்கொள்வது மனதிலே விசுவாசத்தை வெளிப்படுத்துகிறது. അംഗീകരിക്കുന്നത് മനസ്സിലെ വിശ്വാസത്തെ. உன்னை மனதிலே விசுவாசத்தினால் മനസ്സിലെ நீ വിശ്വാസത്താൽ ஒன்றையும் ஜெயிக்க முடியாது. ഒന്നിനെ എല്ലാം நீ ജയിക്കും. ஒன்றையும் பெற்றுக்கொள்ள முடியாது. ഒന്നും പ്രാപിക്കില്ല. அதுக்கு தான் நமக்கு அடுத்த ஒரு விசுவாசம் தேவை. അതിനാണ് അടുത്തൊരു വിശ്വാസം. அதாவது மூத்த குமாரனை போல മൂത്ത മകനെ പോലെ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மூத்த குமாரன் எந்த விசுவாசத்துக்கு நிழலாய் இருக்கிறது? മൂത്ത മകൻ ഏത് വിശ്വാസത്തിന്റെ നിഴലിൽ?
എബ്രായർ 10-ാം അധികാരത്തിൽ റോമർ 10-ാം അധികാരത്തിൽ വാസിക്കുമ്പോൾ റോമാലേഖനത്തിൽ 10-ാം അധികാരം 9-ാം വചനത്തിൽ 10-ാം അധ്യായം 9-ാം ഹൃദയത്തിൽ വിശ്വാസത്ത് വായിനാൽ അറിക്കയിടുகிறവൻ രക്ഷിക്കപ്പെടുവാൻ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. ഹൃദയ വിശ്വാസം, ഹൃദയത്തിലെ വിശ്വാസം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഹൃദയത്തിൽ വിശ്വാസം എന്ന് சொன்னால் അർത്ഥം என்ன? ഹൃദയത്തിലെ വിശ്വാസം എന്നാൽ അവൻ ഒത്തുകൊള്ളുகிறார். അത് അംഗീകരിക്കുന്നു. ஒத்துக்கொண்ட பிற்பாடு கஷ்டமோ நஷ்டமோ பிரச்சனையோ போராட்டமோ என்ன வந்தாலும் அது நிறைவேற்ற அவனை ഒത്തുകൊള്ളുക. അംഗീകരിച്ച ശേഷം അത് നിമിത്തം എന്തെങ്കിലും കഷ്ടമോ പ്രതിസന്ധിയോ പോരാട്ടമോ വന്നാലും അത് നടപ്പിൽ വരുത്തുവാൻ അവർ സമ്മതിച്ചു കൊടുക്കുന്നു. தேவனுக்கு மகிமை. அதான் இருதய விசுவாசம். ഹൃദയത്തിലെ அந்த விசுவாசம் தான் நமக்கு தேவை. ആ വിശ്വാസം നമുക്ക് വേണം. മുൻകാലങ്ങളിൽ அந்த விசுவாசத்தில் நாம் ஜீவித்தோம். മുൻകാലങ്ങളിൽ ആ വിശ്വാസത്തിൽ இப்போது பலரும் ஜீவிக்கிறார்கள். ഇപ്പോഴും പലരും ജീവിക്കുന്നു. தேவனுக்கு மகிமை. அதுதான் வியாதி வரும்போது രോഗം വരുമ്പോൾ ஆஸ்பத்திரியில் கொண்டு போகட்டுமா, ആശുപത്രിയിൽ കൊണ്ടുപോകട്ടെ, மருந்து தரட்டுமா മരുന്ന് തരട്ടെ என்று கேட்கும்போது அவங்க என்ன சொல்றாங்க? അങ്ങനെ ചോദിക്കുമ്പോൾ എന്ന് പറയുന്നു, മരുന്നും വേണ്ട, ആസ്പത്രിയും വേണ്ട. ആശുപത്രിയും മരുന്നും എനിക്ക് വേണ്ട. അവൻ നീ കഷ്ടപ്പെടുകിற അപ്പൊ നീ അത് ദേവസിഷ്ടം. അത് ദൈവ ഇഷ്ടം. ദേവൻ എന്നെ ഗുണമാക്കുക. ദൈവം എന്നെ സൗഖ്യമാക്കും. അവൻ എന്ന വ്യാധിയിലും അവൻ ആ அந்த രോഗത്തിലും ആ വേദനയിലും വേദനയിലും അവൻ ഒത്തുകൊണ്ട വിഷയത്തെ നடைமுறைയിൽ കൊണ്ടുവരാൻ പ്രയാസപ്പെടുகிறாൻ. അവൻ അംഗീകരിച്ച കാര്യം നടപ്പിൽ വരുത്തുവാൻ പരിശ്രമിക്കുന്നു. தேவனுக்கு மகிமை. அவர்கள் கடன் வாங்க மாட்டார்கள். കടം വാങ്ങുകയില്ല. ஒரு சாட்சியை நீங்க நேற்றுக்கு கேட்டீர்கள். നിങ്ങൾ ഇന്നൊരു സാക്ഷ്യം കേട്ടു. அவர் கடனை நிப்பாட்டினார். ആ കടം கடன் வாங்க மாட்டேன் என்று കടം தீர்மானித்தார். വാങ്ങില്ലെന്ന് തീരുമാനിച്ചു. இப்ப ஒரு பைசா கடன் இல்ல. ഒരു പൈസ കടമില്ല. ஆனா அவரோட வியாபாரம், அவரோட பிசினஸ் மிகவும் ஆச்சரியமாக அற்புதமாக தேவன் நடத்துகிறார். എല്ലാ ദൈവം തന്റെ ബിസിനസിനെ അത്ഭുതകരമായി അഭിവൃദ്ധിപ്പെടുത്തി. കാരണം அவருடைய விசுவாசம் ഹൃദയത്തിലെ വിശ്വാസം. കാരണം തന്റെ വിശ്വാസം ഹൃദയത്തിൽ. மூத்த குமாரனோட விசுவாசம். അതാണ് മൂത്തവന്റെ വിശ്വാസം. அந்த விசுவாசத்தினால், ஹிருதய விசுவாசத்தினால் மட்டும்தான் நீ உலகத்தை ஜெயிக்க ആ முடியும். ഹൃദയ വിശ്വാസത്താൽ മാത്രമേ ലോകത്തെ ജയിക്കാൻ കഴിയൂ. பாவத்தை ஜெயிக்க முடியும். പാപത്തെ ജയിക്കാൻ കഴിയും. மாம்சத்தை ஜெயிக்க முடியும். ജഡത്തെ ജയിക്കാൻ കഴിയും. எல்லாவற்றை ஜெயிக்க முடியாது. എല്ലാവരും ജയിക്കണമില്ല. நாம சுத்திகரிப்பு கூட்டங்களில் பல பல தீர்மானங்கள் செய்கிறோம். നാം ശുദ്ധീകരണ യോഗങ്ങളിൽ പല തീരുമാനങ്ങൾ இனி நான் அப்படி செய்ய மாட்டேன். ഞാൻ ഇങ്ങനെ இனி ചെയ്യും. பைபிள் வாசிப்பேன். ബൈബിൾ இனி വായിക്കും. ஒழுங்காக கூட்டத்துக்கு போவேன். ക്രമമായി മീറ്റിംഗിന് പോകും. இனி வீட்டில் கலாபம் செய்ய மாட்டேன். വീട്ടിൽ ഞാൻ ഇനി വഴക്കുണ്ടാകില്ല. எதிர்த்து பேச மாட்டேன் എതിർത്ത് പറയില്ല. என்றெல்லாம் நாம் அறிக்கை கூட்டத்திலே அறிக்கை செய்கிறோம். അങ്ങനെയെല്ലാം നമ്മൾ ആ ശുദ്ധീകരണ യോഗത്തിലേക്ക് പറയുന്നു, തീരുമാനിക്കുന്നു. ஆனா அடுத்த நிமிடத்தில் என்ன செய்கிறோம்? ഞാൻ അടുത്ത നിമിഷം എന്ത് ചെയ്യുന്നു? உடனே அதெல்லாம் உடைத்து நாம் பாவம் செய்கிறோம். ഉടനെ അതെല്ലാം ഒടിച്ച് പാടില്ല. உண்ட விசுவாசம் மனதிலே விசுவாசம். ആ വിശ്വാസം മനസ്സിലെ വിശ്വാസം. மனதிலே விசுவாசத்தினால் ஒன்றுமே நீ பெற்றுக்கொள்ள முடியாது. മനസ്സിലെ വിശ്വാസത്താൽ ഒന്നും പ്രാപിക്കില്ല. உனக்கு வசனங்கள் தெரியும், വചനങ്ങൾ അറിയാം, உனக்கு உபதேசம் தெரியும், ഉപദേശം അറിയാം, உனக்கு பாடல்களை தெரியும். പാട്ടുകൾ അറിയാം. இவர்களை பழைய விசுவாசியோ புதிய விசுவாசியோ ஆயிருக்கலாம். പഴയ വിശ്വാസിയോ പുതിയ വിശ്വാസിയോ, பழைய ஊழியக்காரனோ புதிய ஊழியக்காரனோ ஆயிருக்கலாம். ഈ പഴയ വേലക്കാരനോ പുതിയ വേലക്കാരനോ ആകാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. உனக்கு அநேக சத்தியங்கள் தெரியும், അനേക സത്യങ്ങൾ അറിയാം, வராமல் சொல்ல தெரியும், வராமல். മനഃപ്പാടമായിട്ട് അറിയാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. முன்காலத்தில் മുൻകാലങ്ങളിൽ நம்ம சில்ட்ரன்ஸ் கன்வென்ஷனில் வசன போட்டி வைப்போம். ചിൽഡ്രൻസ് കൺവെൻഷനുകളിൽ വാക്യ മത്സരം നടത്തും. ஒரு முறை வசன போட்டி வைத்து ഒരിക്കൽ വാക്യ മത്സരം വെച്ച് அந்த பையங்கள் 3500 வசனங்களுக்கு மேல ആ படித்தார்கள். കുട്ടികൾ 3500-ൽ പരം വചനം പഠിച്ചു. 3 நாளாயும் வசன போட்டி முடிவுக்கு வரவில்லை. 3 നാളായിട്ട് വാക്യ മത്സരം തീരുന്നില്ല. போட்டி நடந்து கொண்டே ആ മത്സരം തുടരുന്നു. அப்ப பாஸ்டர் பிலிப் சாண்டபிள்ளை சொன்னார், പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപിള്ള இந்த പറഞ്ഞു, 4 பேருக்கு கடைசியாக 4 பேர் ഒടുവിൽ 4 പേർ അവശേഷിച്ചു. தேவனுக்கு மகிமை. 4 பேருக்கும் ஃபர்ஸ்ட் பிரைஸ் கொடுப்போம். 4 പേർക്ക് ഒന്നാം அந்த സമ്മാനം. கூட்டம் முடிக்க வேண்டும். ഈ മത്സരം തീർക്കണം. 3 நாளாகி 1 விட்டது. നാളായി. எல்லாரும் வீட்டுக்கு போக வேண்டும். എല്ലാവരും വീട്ടിൽ പോയി. அது சனிக்கிழமை. അത് ശരിയാണ്. ராத்திரி கூட்டத்துக்கு போக வேண்டும். രാത്രി യോഗത്തിന് പോകണം. ஒரு பையன் எழும்பி சொன்னான், ഒരു പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ஐயா "അപ്പച്ചാ, நான் இத்தனை வசனம் படித்து வந்திருக்கிறேன். ഞാൻ ഇത്രയും വാക്യം പഠിച്ചു വന്നതാണ്. அதனால 4 பேரையும் தனியாக வச்சு மறுபடியும் போட்டி நடக்கட்டும். 4 പേരെയും മാത്രം വെച്ചുകൊണ്ട് മത്സരം തുടരട്ടെ." தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதுக்கு ஒரு ஆள் ஃபர்ஸ்ட் பிரைஸ் வந்தான். അതിൽ ഒരാൾ அப்ப ഒന്നാമത്. நம்முடைய பிள்ளைகள் பாருங்க 4000 வசனம் 3500 வசனத்துக்கு மேல அந்த நாட்களில் படிப்பார்கள். നമുക്ക് അന്ന് നമ്മുടെ കുട്ടികൾ 3500 4000 വചനത്തിലും അധികം പഠിക്കും.
വസനങ്ങൾ சொன்ன உடனே ബൈബിൾ തുറക്കാമലേ അവൻ വസനത്തെ ചൊല്ലുവാൻ. തെളിവ് പറയുമ്പോൾ ബൈബിൾ തുറക്കാതെ ബൈബിൾ തുറക്കുന്നതേ ഇല്ല. ബൈബിൾ തുറക്കാതെ തുറന്നു വെച്ച് വസനത്തെ ചൊല്ലുവാൻ. തുറന്നു വെച്ച് വചനം അവനകത്തെ വസനമെല്ലാം தெரிகிறது. ആ വചനമെല്ലാം അറിയാം. தேவனுக்கு மகிமை. அப்படி வசனம் தெரிந்ததினால ஜீவியத்தில் ஜீவிக்க முடியாது. அந்த வசனத்தை நடைமுறையில் கொண்டு வர வேண்டும். ஹிருதய விசுவாசத்தில் வர வேண்டும். ஒத்துக்கொள்ள வேண்டும். ஒத்துக்கொண்டதை நடைமுறையில் கொண்டு வர வேண்டும். அப்படிப்பட்டவர்களுக்கு தான் ஜெய ஜீவியம் செய்ய முடியும். தேவனுக்கு மகிமை. ஒரு நாளைக்கு സിലോണിൽ ഇരിക്കുന്ന നാൾക്കൾ ശ്രീലങ്കയിലുള്ളപ്പോൾ അവര് ഒരു കാറിൽ പയണം ചെയ്ത് പോനാൽ പെട്രോൾ തീർന്നതിനാല പെട്രോൾ ബങ്കിൽ വണ്ടി നിപ്പാട്ടി പെട്രോൾ അടിച്ച. കാറിൽ യാത്ര ചെയ്യുമ്പോൾ പെട്രോൾ തീർന്നതുകൊണ്ട് പെട്രോൾ പമ്പിൽ നിർത്തി വാങ്ങാൻ പെട്രോൾ അടിച്ചു. അന്ത വഴിയാക അത് റോഡ് സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പ്. അത് റോഡ് സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പ്. അന്ത വഴിയാക ഒരു സന്യാസി രുദ്രാക്ഷ മാലയെല്ലാം പോട്ട് ചുവപ്പ് വസ്ത്രത്തെ ധരിത്ത് കട്ടിயான വസ്ത്രത്തെ ധരിത്ത് മുടിയെല്ലാം നീട്ടി താടിയെല്ലാം നീട്ടി ഒരു സന്യാസി നടന്നു പോന്നു. രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് കാഷായ വസ്ത്രധാരിയായിട്ട് പരിക്കൽ വസ്ത്രങ്ങൾ സന്യാസി പോയി. இந்த കാർ പക്കത്തിൽ വന്ന് കാറിനടുത്ത് വന്നിട്ട് യേശു തോമസ് ഉറ്റു തോമസിനെ ശ്രദ്ധിച്ചു. മുതലേ അവർ കൊഞ്ചം ഭയണ്ട. താൻ ആദ്യം ഒന്ന് പകച്ചു. ഉറ്റു പാത്ത് കണ്ണെല്ലാം മാറ്റി കണ്ടൊക്കെ ഉരുട്ടി നോക്കി. ഇവിടെ പാത്തിട്ട് തുറച്ചു திடீரென்று சத்தமாக சொன்னார். പെട്ടെന്ന് ഉറക്കം പറഞ്ഞു, ഇവർ പരിശുദ്ധവാൻ, ഇദ്ദേഹം ഒരു വിശുദ്ധൻ, ഇവർ ഒരു ജയാളി, താൻ ഒരു ജയശാലി, ഇവർ ദേവനുടെ മനുഷ്യൻ, താൻ ദൈവപുരുഷൻ. இந்த மூன்று வார்த்தையை சொன்னார். മൂന്ന് വാക്ക് പറഞ്ഞു. அப்போ அது ஏசியப்பட்டதுக்கு മനസ്സിൽ கொஞ்சம் യേശുവിന് അല്പം ഒരു സമാധാനം. இவர் தேவனுடைய மனுஷன், താൻ ദൈവപുരുഷൻ. பப்ளிக்கே சொல்லுகிறார். പൊതുവിൽ വിളിച്ചു. இவருக்கும் அவருக்கும் பழக்கம் இல்லை, തമ്മിൽ പരിചയമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് சாதாரண இந்த ட்ரெஸ் தான் போட்டிருக்கிறார். സാധാരണ ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ഇതിൽ എന്താ വ്യത്യാസം? ഇതിലെന്തെങ്കിലും പ്രത്യേകത? ஆனால் அந்த സന്യാസി சொல்லுகிறார், இவன் தேவனுடைய மனுஷன், താൻ ദൈവപുരുഷൻ. രണ്ടാമത് ഇവർ പരിശുദ്ധവാൻ, രണ്ടാമതായി താൻ ഒരു വിശുദ്ധൻ, മൂന്നാമത് ഇവർ ജയാളി, മൂന്നാമതായി താൻ ഒരു ജയാളി. അപ്പോ ദേശം വെളിയെ വന്ന യേശുവിൻ പുറത്തു വന്നു. അവരെ കൂട്ടിക്കൊണ്ട് കൊണ്ട് തള്ളി നിന്ന് തന്നെ ഒന്ന് മാറ്റി നിർത്തി സംസാരിച്ചു. എന്നെ പാർത്ത് നീങ്ക ഇപ്പടി എപ്പടി சொல்லலாம் എന്ന് சொன்ன. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ നോക്കി ഇതൊക്കെ പറയുന്നത്? നിങ്ങളെ പാർത്താൽ ഒരു സന്യാസി എന്ന് சொல்லலாம். താങ്കളെ കണ്ടാൽ ഒരു സന്യാസിയാണെന്ന് പറയാം. നെറ്റിയിൽ അത് പട്ടണെല്ലാം പോട്ടിருக்கு. ആ നെറ്റിയിൽ ഭസ്മമൊക്കെ ഉണ്ട്. മുടി നീട്ടിയിരിക്കും. താടിയുണ്ട്. രുദ്രാക്ഷമാലയുണ്ട്. രുദ്രാക്ഷമാലയുണ്ട്. കാവി വസ്ത്രം, കാഷായ വസ്ത്രമുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. உங்களை பார்த்தா உடனே சன்னியாசி என்று சொல்லலாம். താങ്കളെ കണ്ടാൽ ഇത് സാധാരണ സിലോൺ ദേശീയ വസ്ത്രം. ഇതാണ് ഇത് ശ്രീലങ്കയിലെ ദേശീയ വസ്ത്രം മാത്രമല്ല. ഇത് സിലോൺ വസ്ത്രം, ദേശീയ വസ്ത്രം. ഇത് ശ്രീലങ്കയിലെ അന്നത്തെ ദേശീയ. അങ്ങനെയുള്ള മന്ത്രിമാരെല്ലാം ഇന്ന വസ്ത്രം താ പോടുക. അവിടെയുള്ളതായ മന്ത്രിമാരും ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കും. സാധാരണ മക്കളും ഇന്ന വസ്ത്രം താ പോടുക. സാധാരണക്കാരും ഈ വസ്ത്രം ധരിക്കും. ദേവനുക്ക് മഹിമ. അപ്പൊ എന്നെ പാർത്തോട് ദേവന്റെ മനുഷ്യൻ എപ്പടി നീ சொல்லலாம்? എന്നെ കണ്ടാൽ ഒരു ദൈവപുരുഷൻ എങ്ങനെ പറയാം? ഞാനൊരു പരിശുദ്ധവാൻ എന്ന് എപ്പടി നിങ്ങൾക്ക് சொல்ல முடியும்? ഞാനൊരു വിശുദ്ധൻ എന്ന് എങ്ങനെയാണ് പറയുന്നത്? ഞാനൊരു ജയാളി എന്ന് சொன்னீங்களே അത് എപ്പടി? ഞാനൊരു വിശുദ്ധൻ എന്ന് പറഞ്ഞല്ലോ എങ്ങനെ? അവർ சொன்னார், ഞാൻ അങ്ങ് വന്നപ്പോൾ, ഞാൻ അവിടെ വന്നപ്പോൾ എന്നോട് മനത്തുക്കുള്ള ആരോ പേசுறது പോലെ ഒരു ശബ്ദം കേട്ടു. എന്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ ഒരു ശബ്ദം. ഇവരെ നോക്കി പാർ ശബ്ദം ശ്രദ്ധിക്കാൻ ഞാൻ അങ്ങ് നിன்று. ഞാൻ അവിടെ നിന്നു. ഉങ്ങളെ നോക്കി പാർ. താങ്കളെ ശ്രദ്ധിച്ചു. എനിക്ക് ഉങ്ങളെ தெரியாது. എനിക്ക് താങ്കളെ അറിയില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് വന്നു. ഉടനെ ആണ്ടവർ എനിക്കുള്ള ഒരു ശബ്ദമുണ്ടായി. ഉടനെ എന്റെ ഉള്ളിലെ ദേവനുടെ മനുഷ്യൻ, ദൈവപുരുഷൻ, ഇവർ പരിശുദ്ധവാൻ, ഇവർ ജയാളി, சொன்ன പറയാൻ പറഞ്ഞു. அப்படிதான் நான் சொன்னேன். ഞാൻ അതേ വിളിച്ചു പറഞ്ഞു. അത് യാരുണ്ട് എനിക്ക് தெரியாது. നിങ്ങൾ യാരുണ്ട് എനിക്ക് താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പൊ യേശപ്പറ്റൻ சொன்னார், പറഞ്ഞു, നീങ്ക சொன்னത് നിങ്ങൾ പറഞ്ഞത് ശരി. ഞാനൊരു ദേവ മനുഷ്യൻ, ഞാനൊരു ദൈവപുരുഷൻ, ഞാനൊരു പരിശുദ്ധവാൻ, ഞാനൊരു വിശുദ്ധനാണ്, ഞാനൊരു ജയാളി, ഞാനൊരു ജയശാലി. അപ്പൊ സന്യാസി കേട്ട ആ സന്യാസി ചോദിച്ചു, നീ എപ്പടി ജയജീവിയം ചെയ്യ முடியும்? താങ്കൾ എങ്ങനെ ഞാൻ ജയജീവിയத்துக்காக ഞാൻ ജയജീവിതത്തിനായി ഉപവാസം എടുത്ത് ഉപവസിക്കുന്നു.
நான் எங்களுடைய முறைமையின்படிയുള്ള ஜபங்கள் எல்லாம் செய்து வருகிறேன். ഞങ്ങളുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ കഴിക്കുന്നു. காலிலே செருப்பை போடுகிறதில்லை. നഗ്നപാതനായി இந்த சூடுள்ள டாரிட்ட ரோடிலே നല്ല ചുണ്ടുപഴുത താറോടിൽ இல்லாமல் நான் நடக்கிறேன். ഞാൻ ചെരുപ്പില്ലാതെ காரணம் ஜெயஜீவித்துக்காக ഒരു ജനജീവിതത്തിൽ இந்த சூடுள்ள சமயத்தில் கட்டியான வஸ்திரத்தை நான் தரித்திருக்கிறேன். ഞാൻ ഈ ഉഷ്ണത്തിൽ പോലും പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കുന്നു. காரணம் எனக்கு ஜெயஜீவியம் வேண்டும். കാരണം ജയജീവിതം വേണം. ஆனா எனக்கு ஜெயம் இல்லை. ജയമില്ല. இன்னும் நான் பலவீனத்தில் ஜீவிக்க. ഞാനിപ്പോഴും ദുർബലനായി ജീവിക്കുന്നു. ஆனா நீ ஒரு ஜெயாளி. നീ ഒരു ജയാളി. இந்த காலில் செருப்புண்டு, കാലിൽ ചെരുപ്പുണ്ട്, நல்ல വസ്ത്രத்தை നല്ല വസ്ത്രമുണ്ട്. நீ எப்படி ஜீவிக்க முடியும்? എന്നിട്ടും എങ്ങനെ அவ ஏசப்பட்டன் எந்த அளவுக்கு மதிக்கிறீர்களோ அந்த அளவுக்கு ஜெயத்தை பெற்றுக் கொள்ளலாம். എത്രത്തോളം മരിക്കുന്നവോ അത്രത്തോളം ജയം പ്രാപിക്കാം. 30% மரித்தால் 30% മരിച്ചാൽ 30% ஜெயம். 30% ജയം. 60% மரித்தால் 60% മരിച്ചാൽ 60% ஜெயம். 60% ജയം. 100% மரித்தால் 100% മരിച്ചാൽ நீ 100% ஜெய ஜீவி. 100% ജയിക്കാം. இதுதான் சத்தியம். ഇതാണ് സത്യം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவ 100% மரிக்க வேண்டும். 100% சன்னியாசி கேட்டார் எப்படி மரிக்கிறது? ആ സന്യാസി ചോദിച്ച് എങ്ങനെ മരിക്കും? அப்ப அவர் சொன்னார் வேதத்தில் சில வசனங்கள் உண்டு. അപ്പോൾ ബൈബിളിൽ ചില വചനങ്ങളുണ്ട്. ரோமர் 6ஆம் அதிகாரத்திലെ வசனங்களை எடுத்து கொடுத்தார். റോമാലേഖനം 6-ാം അധ്യായത്തിലെ വചനങ്ങൾ ஞான ஸ்நான சத்தியத்தை குறித்து கொஞ்சம் பேசினார். ജലസ്നാന സത്യത്തെ കുറിച്ച് അല്പം പറഞ്ഞു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஞான ஸ்நானத்தில் நாம் மரிக்கிறோம். ജലസ്നാനത്തിൽ മരിക്കുന്നു. அப்படித்தான் ரோமர் 6:4-5 வசனத்தில் வாசிக்கிறோம். റോമർ 6-4-5 വചനങ്ങളിൽ വായിക്കുന്നു. நாம் ஞான ஸ்நானத்தில் மரிக்கிறோம். ഈ ജലസ്നാനത്തിൽ எதுக்கு மரிக்கிறோம்? എന്തിനു മരിക്കുന്നു? 4 விஷயத்துக்கு மரிக்கிறோம். 4 കാര്യങ്ങൾക്ക് മരിക്കുന്നു. ஒன்று ரோமர் 6ஆம் அதிகாரம் 2ஆம் வசனத்தின்படி ഇന്ന് റോമർ 6-2 പ്രകാരം பாவத்துக்கு நாம் மரிக்கிறோம். പാപസംബന്ധമായി മരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதே நாம் 1 பேதுரு 2ஆம் அதிகாரம் 24ஆம் வசனத்தில் வாசிக்கிறோம். 1 പത്രോസ് 2:24 பாவத்துக்கு மரிக்கிறோம். പാപസംബന്ധമായി பாவத்துக்கு மரித்த நீங்கள் இனியும் பாவத்தை எப்படி பிழைப்பீர்கள்? പാപത്തിൽ മരിച്ച നിങ്ങൾ വീണ്ടും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? இரண்டாவது உலகத்துக்கு மரிக்கிறோம். രണ്ടാമതായി ലോകത്തിന് മരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மூன்றாவது உலக வழிபாடுகளுக்கு மரிக்கிறோம். ലോകത്തിന്റെ ആചാരങ്ങൾക്കായി நாலாவது நியாயப்பிரமாணத்துக்கு மரிக்கிறோம். 4-ാമത് ന്യായപ്രമാണത്തിന് മരിക്കുന്നു. ஞான ஸ்நானம் எடுத்தவர்கள் விளங்கிக் கொள்ளுங்கள். സ്നാനപ്പെട്ടവർ മനസ്സിലാക്കുക. நாம் பாவத்துக்கு மரிக்கிறோம். 1ാമത് പാപത്തിന് മരിക്കുന്നു. மரித்த மனுஷன் பாவம் செய்ய முடியாது. മരിച്ചവന് പാപം ചെയ്യുവാനാവില്ല. தேவனுக்கு அவனுக்கு ஜீவன் இல்ல. അവനിൽ ജീവനില്ല. மரித்த மனுஷனுக்கு ஜீவன் இல்ல. മരിച്ചവന് ജീവനില്ല. அதனாலதான் ரோமர் 6:6 வாசிக்கும் போது അതുകൊണ്ടാണ് റോമർ 6-6 വായിക്കുമ്പോൾ பாவத்துக்கு மரித்த நீங்கள் பாவ சரீரம் ஒழிந்து போகும் பொருட்டு പാപസംബന്ധമായി മരിച്ച നിങ്ങൾ പാപശരീരത്തിൽ சிலுவையில் நாம் நோக்கிப்பார். നാം ക്രൂശിനെ നോക്കണം. தேவன் பாவத்துக்கு நாம் மரித்தோம். നമ്മൾ പാപത്തിൽ இனி பாவம் செய்யாதபடிக்கு പാപം ചെയ്യാതെ பாவ சரீரம் ஒழிந்து போகும் பொருட்டு പാപശരീരത്തിൽ നീക്കം വരേണ്ടത് சிலுவையில் நாம் மரித்தோம். നാം ക്രൂശിൽ മരിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப பாவத்துக்கு நாம் மரித்து விட்டோம். നാം പാപത്തിന് മരിച്ചു. பாவத்துக்கு மரித்தவர்கள் பாவத்தில் ஜீவிக்க முடியும். പാപത്തിന് മരിച്ചവർക്ക് അത് ജീവിക്കാനാവില്ല. அதுதான் ரோமர் 6ஆம் அதிகாரம் 11ஆம் வசனத்தின்படி റോമർ 6:11 என்ன வாசிக்கிறோம்? വായിക്കുന്നു. அப்படியே நீங்களும் பாவத்துக்கு மரித்தேன் என்றும் நீதிக்காக பிழைத்திருக்கிறேன் என்றும் எண்ணிக்கொள்ளுங்கள். പാപസംബന്ധമായി മരിച്ചെന്ന് നീതിക്കായി ജീവിക്കുന്നു എന്ന് നിങ്ങളെ തെറ്റിക്കൊള്ളി. இதான் ஞானஸ்நானம். ഇതാണ് സ്നാനം. ஞானஸ்நானம் எடுத்தேன் என்று சொல்வதல்ல. സ്നാനപ്പെട്ടെന്ന് പറയുകയില്ല. ഞാൻ പാപத்துக்கு മരിத்தேன். ഞാൻ പാപത്തിന് ഞാൻ മരിച്ചു. கோபத்துக்கு ഞാൻ மரித்தேன். കോപത്തിന് മരിച്ചു. கெட்ட வார்த்தைகளுக்கு மரித்தேன். വാക്കുകൾക്ക് മരിച്ചു. அருவருப்பான காரியங்களுக்கு மரித்தேன். അശുദ്ധമായ കാര്യങ്ങൾക്ക് മരിച്ചു. இருட்டுக்கு மரித்தேன். ഞാൻ பொய் பேசுறதுக்கு மரித்தேன். കള്ളത്തിന് മരിച്ചു. எல்லா பாவங்களுக்கும் மரித்தேன். എല്ലാ പാപങ്ങൾക്കും മരിച്ചു. நீதிக்காக ഞാൻ பிழைத்திருக்கிறேன். നീതിക്കായി ജീവിക്കുന്നു. பழைய மனுஷனை கலைந்து போட்டேன். പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. முந்தின நடக்கக்கூடிய மோசம் போக்கு மிச்சங்களால கெட்டு போகிற பழைய மனுஷனை கலைந்து போடுங்க. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളാകുന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பழைய மனுஷனாகிய பாப சரீரத்தை கலைந்து போடுங்க. പഴയ മനുഷ്യനായ പാപശരീരത്തെ ഉരിഞ്ഞു കളയുവിൻ. அப்போது மெய்யான நீதியின் பரிசுத்தத்திலும் தேவ சாயலாக சிருஷ்டிக்கப்பட்ட
പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് അപ്പോൾ സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാം. ആ ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇതാണ് നമ്മുടെ ഉപദേശം. ഇതാണ് നമ്മുടെ ഉപദേശം. ഇത് ജ്ഞാനസ്നാനം. ഇതാണ് ജലസ്നാനം. തണ്ണീരിൽ മുങ്ങി വരികരുത്. വെറുതെ വെള്ളത്തിൽ മുങ്ങി അത് പോകുന്നില്ല. ജ്ഞാനസ്നാനം കൊടുക്ക വേണ്ടിയ വിധം. ഇതാണ് സ്നാനം നൽകേണ്ട വിധം. அப்ப ஏசியப்பச்சன் அந்த சன்னியாசிக்கு கொடுத்த உபதேசம் எந்த அளவுக்கு நீங்கள் மதிக்கிறீர்களோ அந்த அளவுக்கு உனக்கு ஜெயம். യേശുപ്പച്ചൻ ആ ഋഷിവര്യന് നൽകിയതായ ഉപദേശം എത്ര ശതമാനം മരിക്കുന്നുവോ അത്ര ശതമാനം. இப்ப உங்களுக்கு ஜெயம் இல்லை என்று சொல்லுகிறீர்களே, ജയമില്ല എന്ന് നിങ്ങൾ പറയുന്നു. உனக்கு ஹிருதயத்தில் விசுவாசம் இல்லை. ഒന്ന്, നിങ്ങൾക്ക് ഹൃദയത്തിൽ വിശ്വാസമില്ല. நடைமுறையில் வசனத்தை கொண்டு வர முடிகிறதில்லை. വചനങ്ങൾ പ്രായോഗികമാക്കുന്നില്ല. நடைமுறையில் உபதேசத்தை கொண்டு வர முடிகிறது. ഉപദേശം പ്രായോഗികമായി വരുത്തുന്നില്ല. நடைமுறையில் நாம் பாடுகிற பாட்டல்களை கொண்டு வர முடிகிறது. പാട്ടുകൾ പ്രായോഗികമാക്കുന്നില്ല. தேவனுக்கு மகிமை. எல்லாம் எனக்கு தெரியும் எனக்கு தெரியும் எனக்கு தெரியும் என்று சொல்லி நீ இருமாப்புள்ளவனாக. ഇതൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് നീ ചേർത്ത് നടക്കുന്നു. இரண்டாவது பாவத்துக்கு மறிக்கவில்லை. പാപത്തിന് മരിച്ചിട്ടില്ല. எந்த அளவுக்கு நீங்கள் மறிக்கிறீர்களோ, എത്രത്തോളം മരിക്കുന്നു. ஒரு மறிச்ச டெட் பாடியை போல இருந்தால் മരിച്ച ആ മൃതദേഹം പോലെ அந்த டெட் பாடி கிட்ட போய் பேசினா, ആ മൃതദേഹത്തോട് அந்த സംസാരിച്ച, டெட் பாடியை விட்டு கெட்ட வார்த்தை பேசினா, ആ മൃതദേഹത്തോട് ചീത്തവാക്ക് அந்த പറഞ്ഞു, வாயில் சாராயம் ஊற்றி അതിന്റെ கொடுத்தா വായിൽ ചാരായം ഒഴിച്ചു, அது குடிக்கிறதில்லை. അത് മദ്യപിക്കില്ല. டெட் பாடி என்ன சொல்லும்? മൃതദേഹം എന്ന് പറഞ്ഞു, நான் மறித்தேன், ഞാൻ മരിച്ചു, குடிக்கிறதுக்குள்ள ஜீவன் இல்லை, കുടിക്കാനുള്ള ജീവനില്ല, இந்த ஜீவன் போய்விட்டது. ജീവൻ പോയി. கெட்ட வார்த்தை என்னால பேச முடியும். ചീത്തവാക്ക് പറയാൻ കഴിയില്ല. வாய் உண்டு, വായുണ്ട്, எனக்கு நாவு உண்டு, നാവുണ്ട്. ஆனால் கெட்ட வார்த்தை பேசக்கூடிய ஜீவன் இல்லை. ചീത്തവാക്ക് പറയാനുള്ള ജീവനില്ല. நான் மறித்தேன். ഞാൻ മരിച്ചു. அந்த நிலைமையில் நாம் காணப்பட ഈ வேண்டும். അവസ്ഥയിൽ കാണുന്നു. அதுதான் ஞானஸ்நானம். അതാണ് അപ്പോൾ ജലസ്നാനം. നമുക്ക് ജയം ഉണ്ടാകും. അപ്പോൾ ജയമുണ്ടാകും. ஆனபடியினால் അതുകൊണ്ട് ஞானஸ்நான சத்தியத்தின்படி மரித்தவர்களாக நம்ம எண்ணிக்கொள்ள வேண்டும். ജലസ്നാന സത്യപ്രകാരം മരിച്ചവരായി നാം എണ്ണിക്കൊള്ളേണം. அதுதான் அந்த சன்னியாசிக்கு இயேசுப்பச்சன் சொல்லி கொடுத்த சத்தியம். അതാണ് ആ സന്യാസിയുടെ യേശുപ്പച്ചൻ நாம் പറഞ്ഞത്. மரித்தவர்களாக நம்ம எண்ணிக்கொள்ளும். നാം മരിച്ചവരായി നാം എണ്ണണം. அப்போது நாம ஜெயாளிகளாக மாற்றப்படும். അപ്പോൾ ജയാളികളായി തീരാം. அது மட்டுமல்ல, അത് മാത്രമല്ല, இனியும் கனான் தேசத்துக்குள் இஸ்ரவேல் மக்கள் பிரவேசித்தார். ഇസ്രായേൽ മക്കൾ കനാനിൽ പ്രവേശിച്ചു. மோச மூலமாக எகிப்து தேசத்திலிருந்து விடுவித்த சுமந்த சுதந்திரத்தை நடத்தி அற்புதங்கள் செய்த வனாந்தரத்தில் வந்தார்கள். അവർ മോശ മുഖാന്തരമായി ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചെങ്കടലിൽ കടന്ന് മരുഭൂമിയിലേക്ക് എത്തി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா மோசையும் அநேக ஜனங்களும் கனானுக்குள் பிரவேசிக்கவில்லை. എന്നാൽ മോശയും മറ്റു ജനങ്ങൾ അനേകർ കനാനിൽ കടന്നില്ല. கனான் என்பது കനാൻ എന്നത് ஜெய ஜீவியத்துக்கு நிழலாக காணப்படுகிறது. ജയജീവിതത്തിന് ഒരു നിഴലായിരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கனான் ஜீவியம், കനാൻ ജീവിതം, அத ஜெய ஜீவியம். അത് ജയജീവിതം. ആ കനാനുക്കുள் നീ പ്രവേശിക്ക വേണ്ടുമാനാൽ ആ കനാനിൽ കടക്കണമെങ്കിൽ മോശയോട് ഐക്യപ്പെട്ടാൽ പോതാ. മോശയോട് കൂട്ടായ്മ പോലെ അടുത്തൊരു നടത്തിപ്പുകാരനുണ്ട്. മറ്റൊരു നടത്തിപ്പുക. അവന്റെ പേര് താൻ യോശുവ. തന്റെ പേര് യോശുവ. ഈ രണ്ടുപേരും രണ്ട് സുവിശേഷத்துக்கு നിഴലായിരിക്കുന്നു. രണ്ടുപേരും രണ്ട് സുവിശേഷത്തിന്റെ പ്രതീകങ്ങൾ. മോശ വിടുതലയിൻ സുവിശേഷം. മോശ വിടുതലിന്റെ സുവിശേഷം. എகிப்து தேசத்திலிருந்து விடுவித்தார். ഇസ്രായേലിൽ നിന്ന് വിടുവിച്ചു. சிவந்த சமுத்திரத்தை கடக்க செய்தார். ചെങ്കടൽ കടപ്പിച്ചു. தேவனுக்கு மகிமை. அது விடுதலையின் അത് சுவிசேஷம். വിടുതലിന്റെ സുവിശേഷം. விடுதலையின் சுவிசேஷத்தினால் நீயே பூர்ண ஜெயாளியாக மாற முடியாது. വിടുതലിൻ സുവിശേഷത്താൽ പൂർണ്ണജയാളിയാകാം. ஆக முடியாது. അത് സാധ്യമല്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதுக்கு தான் மகிமையின் சுவிசேஷம் தேவை. അതിന് തേജസ്സിന്റെ സുവിശേഷം വേണം. அதான் யோசுவா. അതാണ് യോശുവ. யோசுவா என்ன செய்தார்? യോശുവ എന്ത് ചെയ്തു? யோசுவாவோட நடத்திப்பில்லை യോശുവയുടെ നടത്തിപ്പിൽ அவர் யோர்தான் நதியை ரெண்டாக பிளந்தார். താൻ യോർദാനിനെ രണ്ടായി ஒரு വിഭജിച്ചു. பகுதி தண்ணீரை போல கெட்டி மதில் போல கெட்டி நின்றது. ഒരു ഭാഗത്ത് വെള്ളം ഇങ്ങനെ ചെറ പോലെ മതിൽ പോലെ அந்த தண்ணீர் ஒழுகி ഒരു விட்டது, ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോയി. ஓடி போய் விட்டது. അത് ഒഴുകിപ്പോയി. அந்த வழியாக இஸ்ரவேல் மக்கள் நடந்தார். ആ വഴിയിൽ കൂടെ ഇസ്രായേൽ தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப யோசுவாவோட நடத்திப்புக்கு நாம் கீழ்ப்படிய வேண்டும். യോശുവയുടെ നടത്തിപ്പ് അനുസരിക്കണം. யோசுவா மகிமையின் சுவிசேஷம். യോശുവ എന്നാൽ തേജസ്സിന്റെ സുവിശേഷം. அப்போஸ்தலிய உபதேசத்துக்கு நாம் கீழ்ப்படிய வேண்டும். നാം അപ്പോസ്തലിക ഉപദേശത്തെ അനുസരിക്കണം. அப்போஸ்தலிய உபதேசத்துக்கு விரோதமாக பேசுவதல்ல. അപ്പോസ്തലിക ഉപദേശത്തിനെതിരായി സംസാരിക്കുകയില്ല. அப்போஸ்தலிய உபதேசமாகிய யோசுவாவோட நாம் ஐக்கியப்பட்டு ஜீவிக்க வேண்டும். അപ്പോസ്തലിക ഉപദേശത്തിന്റെ പ്രതീകമായി യോശുവയോട് ഐക്യപ്പെട്ട്
വേണ്ടി ജീവിക്കണം. ആ യോശുവ നമുക്ക് തേവ. ആ യോശുവ നമുക്ക് വേണം. യോശുവയുടെ കാലത്ത് യോശുവയുടെ കാലത്ത് ആസാര്യர்கள் ഉടൻപടിക്ക പെട്ടിയെ സുമந்து പുരോഹിതന്മാർ നിയമപ്പെട്ട യോർദാൻ നദിയിൽ വന്ന് നിന്റാർ. യോർദാൻ നദിയിൽ വന്നു. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അവരുടെ കാൽ പെട്ട് തണ്ണീരിൽ പെട്ട ഉള്ളങ്കാൽ നദിയിൽ ചവിട്ടിയവിടെ அந்த இடத்துல ஒரு அற்புதம் நடந்தது. അവിടെ ഒരു അത്ഭുതം നടന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப அந்த ஆசாரியர்களோட ஐக்கியப்பட வேண்டும். ആ പുരോഹിതന്മാരോട് കൂടെ കൂട്ടായ്മ വേണം. அந்த லேவியரோட ஐக்கியப்பட ആ வேண்டும். ലേവിയരോട് ഐക്യത പുലർത്തണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் உடன்படிக்கை பெட்டியை சுமக்குகிறார்கள். അവർ നിയമപ്പെട്ടവൻ ചുമക്കുന്നു. இந்த ஆசாரியர்கள் யாரை வெளிப்படுத்துகிறது? ഈ പുരോഹിതന്മാർ ആരെ കാണിക്കുന്നു? புதிய ஏற்பாட்டில் ஒப்புரவாகுது ஊழியம் செய்கிறதான ஊழியர்களை പുതിയ வெளிப்படுத்துகிறது. നിയമത്തിലെ നിരപ്പിനെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാർ. அதனால்தான் 2 கொரிந்தியர் 5ஆம் அதிகாரம் 18, 19, 20 3 வசனங்களை நாம் படிக்கும் போது 2 കൊരിന്ത്യർ 5 18 19 20 3 വചനങ്ങളിൽ 18ஆம் வசனத்தில் 18 വാക്യം ஒப்புரவாகுதலின் ஊழியம் என்று வாசிக்கிறோம். നിരപ്പിന്റെ ശുശ്രൂഷ. நமது ஊழியம் ஒப்புரவாகுதலின் ஊழியம். നമ്മുടെ ശുശ്രൂഷ നിരപ്പിൻ ശുശ്രൂഷ. ഇതൊരു പിരിവിനെയും ஊழிയമല്ല, ഇത് ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, சண்டை போடுகிற ஊழிയമല്ല, വഴക്കുണ്ടാക്കുന്ന ശുശ്രൂഷയല്ല, ஜாதி வித்தியாசமுள்ள ஊழிയമല്ല, ജാതി വിവേചനമുള്ള ഭാഷ ശുശ്രൂഷ, வித்தியாசமுள்ள ஊழியம். ഭാഷാ വിവേചനമുള്ളതല്ല. நாம் பலராகிய நாம் கிறிஸ்துவுக்குள் ஒன்றாயிருக்கும். പലരായ നമ്മൾ ക്രിസ്തുവിലൊന്നായി. சரீரத்தில் பல அவயவங்கள் காணப்படுகிறது. ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ நாம் பலரானாலும் கிறிஸ்துவுக்குள் ஒன்றாயிருக்கிறோம். നമ്മൾ പലരെങ്കിലും ക്രിസ്തുവിലും. நமக்கு பாஷ வித்தியாசம் இல்லை. ഭാഷാ വിവേചനമില്ല. இப்ப எல்லாம் பல மொழிகளில் பாடல்களை பாடினோம். നമ്മളെല്ലാം പല நாம் ഭാഷകളിൽ எல்லாரும் ஒன்றாக கன்வென்ஷனில் தங்கி இருக்கிறோம். നമ്മളെല്ലാ കൺവെൻഷനിൽ ഒരുമിച്ച് ജീവിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்தியாவில 29 மாநிலம் உண்டு. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങൾ. 29 மாநிலத்தில் இருந்தும் நமது ஜனங்கள் கன்வென்ஷனுக்கு வருகிறார்கள். ആ 29 സംസ്ഥാനങ്ങളിൽ നിന്ന് കൺവെൻഷൻ ആളുകൾ വരുന്നു. 21 മാநிலത്തിലെ 26 ഭാഷകളുണ്ട്. ആ 29 സംസ്ഥാനങ്ങളിൽ 26 ഭാഷകളുണ്ട്. അവർ എല്ലാവരും നമ്മ ഇരുമ്പലൂരിൽ பார்க்கலாம். അവരെല്ലാം നമ്മുടെ ഇരുമ്പലിയൂരിൽ കാണാം. எல்லாரும் ஒன்றாக சந்தோஷமாக ஜீவிக்கிறார்கள். ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നു. காரணம் என்ன? കാരണമെന്ത്? உப்புரவாகுதலின் ஊழியத்தினால் அவர்களை தேவன் உப்புரவாக்கினார். നിരപ്പിന്റെ ശുശ്രൂഷയാൽ അവർ யாருக்கும் ஒரு வித்தியாசம் இல்லை. നമുക്ക് ആ വ്യത്യാസമില്ല. பஞ்சாபிகளை பார்த்தாலும் പഞ്ചാബികളെ കണ്ടാൽ அவர் அவருடைய பாஷையில் பேசுவார். അവർ അവരുടെ ഭാഷയിൽ സംസാരിക്കും. நான் எந்த பாஷையில் பேசுவேன். ഞാൻ എന്റെ ഭാഷ അവരോട് പറയും. அவருக்கு விளங்குமோ எனக்கு விளங்குமோ அது விஷயம் அல்ல. പരസ്പരം മനസ്സിലാകുമോ ആ കാര്യമില്ല. ஆனா உடனே கைகளை கொடுத்து முத்தம் கொடுக்கிறோம். എന്നാൽ കൈ കൊടുക്കുന്നു, അച്ഛപ്പനം ചെയ്യുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வித்தியாசம் இல்ல. വിവേചനങ്ങളിൽ ஜாதி வித்தியாசம் இல்ல. ജാതി വ്യത്യാസമില്ല, ഭാഷ வித்தியாசம் ഭാഷ இல்ல. വ്യത്യാസമില്ല, தமிழன் என்ற மலையாளி என்ற வித்தியாசம் இல்ல. തമിഴ് മലയാളി വ്യത്യാസങ്ങളില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சில ஊழியர் சில விசுவாசிகள் சொல்லுகிறார்கள், ചില വിശ്വാസികൾ പറയുന്നു, இப்ப எங்களுக்கு ஒரு தமிழன் வந்திருக்கிறார், ഒരു തമിഴനോട് കൊല്ലം വേണ്ടത്, எங்களை நடத்துறதுக்கு தமிழன் வந்திருக்கிறார். ഞങ്ങളെ നടത്താൻ തമിഴൻ വന്നിരിക്കുന്നു. அருமையான தேவ ஜனமே, ദൈവജനമേ, நாம் தமிழனுமல்ல മലയാളിയുമല്ല, നമ്മൾ തമിഴനോ മലയാളികളോ അല്ല, நாம் ഒരു മനുഷ്യനല്ല. നമ്മൾ മനുഷ്യരുമല്ല. ഉപദേശത്തിനാൽ ഉപദേശത്താൽ தேவன் நம்மை தேவ புத்திரர்களாக மாற்றினார். ദൈവം നമ്മെ ദൈവപുത്രന്മാരാക്കി. அவர் தமிழன் அல்ல, തമിഴനല്ല, தேவபுத்திரன். ദൈവപുത്രൻ. நான் மலையாளி அல்ல, ഞാൻ മലയാളിയല്ല, தேவபுத்திரன். ദൈവപുത്രൻ. இவரும் மலையாளி அல்ல, ഞാൻ മലയാളിയല്ല, தேவபுத்திரன். ദൈവപുത്രൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த வெளிப்படுத்தல் நமக்கு ആ தேவை. വെളിപ്പാട് ആവശ്യം. தேவபுத்திரர்கள் தான் கர்த்தரோட வருகையில் எடுத்துக்கொள்ளப்படுவார்கள். ദൈവപുത്രന്മാരെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. தேவபுத்திரர்கள் பாவம் செய்ய மாட்டார்கள். ദൈവപുത്രന്മാർ പാപം ചെയ്യില്ല. எப்படி நாம் தேவபுத்திரராக மாற்றப்படுகிறோம்? ഇവരെ ദൈവപുത്രന്മാരായി മാറും. ரட்சிக்கப்படும்போது രക്ഷിക്കപ്പെടുമ്പോൾ யோவான் 1ஆம் அதிகாரம் 12ஆம் வசனத்தின்படி യോഹന്നാൻ 1:12 പ്രകാരം ரட்சிக்கப்படும் போது நாம் தேவனுடைய பிள்ளைகளாக மாற்றப்படுகிறோம். രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവമക്കളാകും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த ரட்சிக்கப்பட்ட தேவ ஜனங்கள் ആ രക്ഷിക്കപ്പെട്ട ദൈവജനം அடுத்தபடியாக അടുത്തതായി கலாத்தியர் 3ஆம் அதிகாரம் 25ஆம் வசனத்தை வாசிக்கும். ഗലാത്യർ 3:25 വായിക്കുമ്പോൾ விசுவாசத்தினால் அவர்கள் தேவ புத்திரர்களாக மாற்றப்படுகிறார்கள். ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവപുത്രന്മാർ. அந்த கிறிஸ்துவேசின் மேலுள்ள விசுவாசத்தினால். ആ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ. அது என்ன விசுவாசம்? അതെന്ത് വിശ്വാസം? 27ஆம் வசனத்தை வாசிக்கும். 27 വാക്യം. ஞான ஸ்நானம் எடுத்தவர்கள் எத்தனை பேர்களோ அத்தனை பேர்
அனைவரும் கிறிஸ்துவை தரித்துக் கொண்டிருக்கிறீர்கள். ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ஞான ஸ்நானத்திலூടെ സ്നാനത്തിൽ நாம் தேவ புத்திரர்கள். നാം ദൈവപുത്രന്മാർ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நாம் தேவ புத்திரர்கள். നാം ദൈവപുത്രന്മാർ. அந்த புத்திரத்துவத்தில் வளர வேண்டும். ആ പുത്രത്വത്തിൽ വളരണം. அடுத்தபடியாக ரோமர் 8ஆம் அதிகாரம் 15ஆம் வசனத்தின்படி റോമർ 8:15 பரிசுத்தாவின் அபிஷேகத்தை பெற்றுக் கொள்ளும் പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു. நாம் தேவ புத்திரர். ദൈവപുത്രന്മാർ. அந்த புத்திரத்துவத்தில் வளருகிறோம். ആ പുത്രത്വത്തിൽ വളരുന്നു. அபிஷேகம் பெறும்போது അഭിഷേകം വരുമ്പോൾ ரோமர் 8:15 வாசிக்கிறோம். റോമർ 8:15 വായിക്കുന്നു. அப்ப பிதாவே என்று கூப்பிடுகிற புத்திர ஸ்வீகாரத்தை தேவன் நமக்கு தந்தார். അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം തന്നു. മൂന്നാമത് ரோமர் 8ஆம் அதிகாரம் 14ஆம் வசனத்தின்படி റോമർ 8:14 പ്രകാരം தேவாவியினால் நடத்தப்படுகிறவர்கள் தேவ புத்திரர்கள். ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. தேவ ஆவியினால் நடத்தப்படுகிறவர்கள். ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരേവരും. നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ നടത്തിപ്പുണ്ട്. ഇവിടെ സഭയ്ക്കൊരു വലിയ നടത്തിപ്പുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நடத்திப்புகார் ஏதாவது ஒரு சொன்னால் நாம் அதுக்கு எல்லாரும் கீழ்ப்படுகிறோம். നടത്തിപ്പുകാർ നമ്മോട് കൽപ്പിക്കുന്നതെല്ലാം നമ്മൾ ഒരുപോലെ അനുസരിക്കുന്നു. ஒரு நடத்திப்பு நமக்குண்டு. ഒരു നടത്തിപ്പ് നമുക്കുണ്ട്. அவர்கள் தான் தேவ புத்திரர்கள். അവരാണ് ദൈവപുത്രന്മാർ. அடுத்தபடியாக അടുത്തതായി வேறுபட்டு ஜீவிக்கிறவர்கள் தேவ புத்திரர்கள். വേർപെട്ട് ജീവിക്കുന്നവർ ദൈവപുത്രന്മാർ. 2 கொரிந்தியர் 6ஆம் அதிகாரம் 16-17 வசனங்கள் வாசிக்கும்போது 2 കൊരിന്ത്യർ 6:16-17 அசுத்தமானதை தொடாதே, அசுத்தமானதை செய்யாதே, അശുദ്ധം പ്രവർത്തിക്കരുത്. அப்போது நான் உனக்கு பிதாவாகவும் நீங்கள் எனக்கு குமாரனும் குமாரத்திகளுமாயிருப்பீர்கள். അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി. வேறுபாடு ஜீவியம் முக்கியம். വേർപാട് ജീവിതം അത്യാവശ്യം. നമ്മുടെ സഭയിൽ ഒരു വേർപാട് ജീവിയം ഉണ്ട്. ഇവിടെ സഭയിൽ ഒരു വേർപാട് அந்த ജീവിതമുണ്ട്. வேறுபாடு ஜீவியத்தை அடித்து ആ போடாதிருக்கிறார். വേർപാട് ജീവിതം നശിപ്പിക്കരുത്. இன்றைக்கு பலரும் கல்யாணத்துக்கு வேறுபாடு ஜீவியத்தை அழிக்க பிரயாசப்படுகிறார்கள். പലരും കല്യാണത്തിന് വേർപാട് ജീവിതം നശിപ്പിക്കുവാൻ പ്രയത്നിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சென்னையில ஒரு கல்யாணத்தில் ചെന്നൈയിൽ ഒരു കല്യാണത്തിൽ ஒரு பார்ட்டி வந்து சொன்னாங்க, ഒരു പാർട്ടി വന്ന് പറഞ്ഞു, அப்பச்சா ജാ ஒரு சின்ன மாலை ഒരു அவட கழுத்துல போட்டு, അവരുടെ കഴുത്തിൽ ഒരു ചെറിയ മാലയിട്ട് அது കൊടുത്തു. வெளியே தெரியாத உள்ளுக்குள்ள போடும். ആരും കാണുന്നില്ല, അകത്തിടാം. அதான வெளியே தெரியாவிட்ட உள்ளுக்குள்ள போட்டு என்ன பிரயோஜனம்? ആരും കാണത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ അകത്തിടുന്നത്? வெளியே போடலாமே. പിന്നെ പുറത്തിട്ട് കൂടാ. எப்படியாவது வேறுபாடு ஜீவியத்தை உடைக்க வேண்டும். എങ്ങനെയെങ്കിലും വേർപാട് ജീവിതം ലംഘിക്കണം. நீ வேறுபட்டு ஜீவித்தால் தான் நீ தேவகுமாரன் குமாரத்திகளாக மாற்றம். വേർപെട്ട് ജീവിച്ചെങ്കിലേ ദൈവപുത്രന്മാരാ. தேவபுத்திரர்கள். ദൈവപുത്രന്മാർ. அடுத்தபடியாக சிக்ஷையை சகிக்கிறவர்கள் தேவபுத்திரர்கள். ബാലശിക്ഷകൾ സഹിക്കുന്നവർ ദൈവപുത്രന്മാർ. எபிரேயர் 12ஆம் அதிகாரம் 10ஆம் வசனத்தில் வாசிக்கிறோம். എബ്രായർ 12:10 വായിക്കുന്നു. தேவர் சிக்ஷையை சகிக்கிறவர்கள் தேவபுத்திரர்கள். ബാലശിക്ഷ സഹിക്കുന്നുവെങ്കിൽ ദൈവപുത്രന്മാർ. கடைசியாக சுத்திகரிப்பு பெறுகிறவர்கள் தேவபுத்திரர்கள். ഒടുവിലായി ശുദ്ധീകരണം ലഭിക്കുന്നവർ ദൈവപുത്രന്മാർ. 1 யோவான் 3ஆம் அதிகாரம் 2-3 வசனங்கள் வாசிக்கும். 1 യോഹന്നാൻ 3:2-3 இப்போது நாம் தேவனுடைய புத்திரர்களாகி നാം ഇപ്പോൾ ദൈവപുത്രന്മാരാകുന്നു. மலையாளத்தில் மக்கள் என்று இருக்கும், മലയാളത്തിൽ മക്കളെന്ന് കാണാം, தமிழில் பிள்ளைகள் என்று இருக்கும். തമിഴിൽ മക്കൾ എന്ന അർത്ഥമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா நாம் தேவ பிள்ளைகள் எல்லாம் தேவ புத்திரர்கள். ഇവിടെ നമ്മൾ ദൈവമക്കളില്ല, ദൈവപുത്രന്മാർ. ஆங்கிலத்தில் சன்ஸ் ஆஃப் காட், ഇംഗ്ലീഷിൽ സൺസ് ഓഫ് ഗോഡ്, மூல பாஷையிலும் புத்திரர்கள் என்று அர்த்தம். മൂലഭാഷയിലും പുത്രന്മാരെന്നാണ്. இப்போது நாம் தேவ புத்திரர்கள். കാണി നാം ഇപ്പോൾ ദൈവപുത്രന്മാർ. ஞானஸ்நானம் எடுத்தோம், அபிஷேகத்தை பெற்றுக்கொண்டோம், അഭിഷേകം പ്രാപിച്ചു, நடத்திப்பின்படி ஜீவிக்கிறோம், പ്രകാരം ജീവിക്കുന്നു, வேறுபாடு ஜீவியத்தில் വേർപാട് ജീവിതം നയിക്കുന്നു, சிக்ஷையை சகிக்கிறோம். ബാലശിക്ഷ സഹിക്കുന്നു. இப்போது நாம் சுத்திகரிப்பை பெற்றுக் கொள்ளுகிறோம். ഇപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കുന്നു. இப்போது நாம் தேவனுடைய புத்திரர்களாய் இருக்கிறோம். ഇപ്പോൾ നാം ദൈവപുത്രന്മാർ. இனி எவ்விதமாய் இருப்போம் என்று நமக்கு தெரியாது. പിന്നേതാകുമെന്നത് വരെ പ്രത്യക്ഷമായില്ല. தேவனுக்கு மகிமை. ஆகிலும் அவர் மகிமையில் வெளிப்படும் போது എങ്കിലും അവൻ തേജസ്സിൽ அவர் இருக்கிற வண்ணமாக அவருக்கு ஒப்பாயிருப்போம். അവനെ താലിരിക്കുമെന്ന് കാണുന്നതാണ് അവരോട് സദൃശ്യന്മാരാണ്. அப்படிப்பட்டவர்கள் അങ്ങനെയുള്ളവർ இந்த நம்பிக்கை உடையவர்கள் அவர் சுத்தமுள்ளவராய் இருக்கிறது போல தன்னையும் சுத்திகரிக்கும். അവനിൽ പ്രത്യാശകളവനില്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. எப்போதும் நம்மை சுத்திகரிக்க வேண்டும். സദാ നമ്മെ ശുദ്ധീകരിക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பாவம் செய்தால் மட்டுமல்ல, പാപം ചെയ്താൽ മാത്രമല്ല, எப்போதும் நம்மை சுத்திகரிக்க வேண்டும். എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ ശുദ്ധീകരിക്കണം. நிர்மலனாக மாற்றப்படும். എപ്പോഴും നമ്മളെ നിർമ്മലീകരിക്കണം. அவர்கள் தான் தேவ புத்திரர்கள். അവരാണ് ദൈവപുത്രന്മാർ. எப்படி புத்திரர்கள் தான் தேவனுடைய கால சத்தம் கேட்கும்
ஜீவிக்கும் போது பறந்து உயிர்வார்கள் என்ற ரோமர் 8-ാം அதிகாரம் 23-ാം വചനത്തിൽ വാസിക്കുന്നു. മനസ്സിലാക്കാം. ഇങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് ആഹ്ലാദം കേൾക്കുമ്പോൾ ദൈവപുത്രന്മാരായി പറഞ്ഞു. നാം ദേവപുത്രர்கள், നാം ദൈവപുത്രന്മാർ. നമുക്കൊരു വ്യത്യാസമില്ല. നമുക്കൊരു വിവേചനം, ജാതി വ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല. നാം എല്ലാവരും ദേവപുത്രர்கள். നാം എല്ലാവരും ദൈവപുത്രന്മാർ. இங்க இருக்கிற தேவபுத்திரர் எல்லாம் கரங்களை கொடுத்து அல்லேலியா சொல்லுங்கள். எல்லாரும் தேவபுத்திரர்கள். നമ്മൾ എല്ലാവരും ദൈവപുത്രന്മാർ. தேவனுக்கு மகிமை. அப்படிப்பட்ட தேவபுத்திரர்களுக்கு ദൈവപുത്രന്മാർക്ക് அந்த புத்திரத்துவத்தில் வளரும்படியாக ആ പുത്രത്വത്തിൽ വളരണം. அப்போஸ்தலிய உபதேசத்தை தேவன் தந்தார். ദൈവം അപ്പോസ്തലിക ഉപദേശം തന്നു. 2 കൊരിന്ത്യർ 5-ാം அதிகாரம் 19-ാം വചനം. 2 കൊരിന്ത്യർ 5:19. அங்க என்ன வாசிக்கிறோம்? உப்புரவாகுதலின் ஊழியத்தின் ഉപദേശത്തെ ഞങ്ങൾക്ക് ഒപ്പടയ്ക്കും. ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നു. அப்ப ஒரு ഉപദേശം, അവിടെ ഒരു ഉപദേശം, அந்த உபதேசத்தோடு நாம் ஐக்கியப்பட வேண்டும். ആ ഉപദേശത്തോടെ அதுதான் அப்போஸ்தலிக உபதேசம். അതാണ് അപ്പോസ്തലിക ഉപദേശം. அது எல்லா சபையிலும் நாம் கேட்க முடியாது. അത് മറ്റെല്ലാ സഭയിലും കേൾക്കുവാൻ കഴിയില്ല. அதனால நாம் போதிக்கும் போது சிலர் சொல்லுகிறார்கள் இது துருபதேசம் என்று. അതുകൊണ്ടാണ് നമ്മുടെ ഉപദേശത്തെ ചിലർ ദുരുപദേശം എന്ന് വിളിക്കുന്നത്. ഇത് ദുരുപദേശമല്ല, ഇത് ദുരുപദേശമല്ല, ഇത് മെയ്யான ഉപദേശം. ഇത് സത്യോപദേശം, നമ്മെ മറുരൂപപ്പെടുത്തുகிற ഉപദേശം, രൂപാന്തരപ്പെടുത്തുന്ന ഉപദേശം, പോലെ മാറ്റുகிற ഉപദേശം, യേശുവിനെ പോലെ ആക്കുന്ന ഉപദേശം. அந்த உபதேசத்தோடு நாம் ஐக்கியப்பட வேண்டும். നാം ഈ ഉപദേശത്തോട് ഐക്യപ്പെടുക. அத யோர்தானில் அந்த ஆசாரியர்கள் நின்று கொண்டிருக்கிறார்கள். പുരോഹിതന്മാർ യോർദാനിൽ നിൽക്കുന്നു. அவரோடு நாம் ஐக்கியப்பட வேண்டும். അവരോട് ഐക്യത വേണം. அப்ப ஊழியர்களுடைய அடையாளம் என்ன? വേലക്കാരുടെ ലക്ഷണമെന്ന് தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வேதத்தை எடுத்தவன் எல்லாம் ஊழியர்கள் என்று சொல்ல முடியாது. ബൈബിൾ കയ്യിലെടുത്തവനെല്ലാം വേലക്കാരനല്ല. ஊழியர்களுக்கு சில தகுதிகள் உண்டு. ശുശ്രൂഷകർക്ക് ചില യോഗ്യതയുണ്ട്. அதில் முதலாம் தகுதி ഒന്നാമത്തെ യോഗ്യത எபிரேயர் 5-ാം அதிகாரம் 4-ാം വചനത്തിன்படி എബ്രായർ 5:4 പ്രകാരം ஆரோனை போல அழைக்கப்படாமல் தானாக சுயமாக இந்த கனமான ஊழியத்தை ஒருவனாலும் செய்ய முடியாது. അവരെ പോലെ വിളിക്കപ്പെട്ടവനില്ലാതെ ആരും ഈ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ஆனபடினால் ஆரோனை போல ஒரு அழைப்பு நமக்கு தேவை. അവരൊരു സമാനമായ ഒരു വിളി നമുക്ക് വേണം. 1972 டிசம்பர் மாதம் 30-ാം തീയതി ശനിക്കിഴமை பிற்பகல் 3 மணிக்கு தேவன் என்னை அழைத்தார். 1972 ഡിസംബർ 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ദൈവം എന്നെ വിളിച്ചു. ഇതൊരു സ്വപ്നമല്ല, ഒരു സ്വപ്നമല്ല. രാത്രി തൂങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഉറക്കത്തിൽ കണ്ട സ്വപ്നമല്ല. പകലിൽ നടന്ന സംഭവം. നടുപ്പകലിൽ കണ്ട பெரிய விபத்துக்குள்ளானே ഒരു അപകടമുണ്ടായി. அந்த மூக்கானது உடைந்து விட்டது. മൂക്ക് തകർന്നു. தேவனுக்கு மகிமை. அப்போது தேவன் என்னோடு தெளிவாக பேசி ദൈവം എന്നോട് സ്പഷ്ടമായി സംസാരിച്ചു. தேவன் என்னை அழைத்தார். ദൈവം എന്നെ വിളിച്ച மகிமையான ஊழியத்துக்கு வர வேண்டும் என்று சொன்னார். തേജസ്സിന്റെ ശുശ്രൂഷയിൽ വരാൻ வயதிலிருந்தே இந்த ஐக்கியத்தில் இருக்கிறபடியினால் പ്രായം മുതൽ ഈ കൂട്ടായ്മയിലായതുകൊണ്ട് இதுல சில கஷ்டங்கள் நமக்கு தெரியும். ഇതിലെ പ്രതിസന്ധികളൊക്കെ അറിയാം. அப்ப நான் தேவனுக்கு சொன்னேன், ഞാൻ ദൈവത്തോട് പറഞ്ഞു, வேலை செய்து வட இந்தியாவில் போய் வேலை செய்து വടക്കിന്ത്യയിൽ പോയി വേല ചെയ്ത് அந்த பணம் எல்லாம் ஊழியத்துக்காக கொடுக்கிறேன். ഞാൻ അവിടെ പോയി ജോലി ചെയ്ത് കിട്ടുന്ന പണം வயசாகும் போது ஊழியத்துக்கு வரேன். എനിക്ക് പ്രായമാകുമ്പോൾ ശുശ്രൂഷയ്ക്ക് വരാം. தேவனுக்கு வயசானவரே எல்லாம் தேவை. കർത്താവിന് വേണ്ടത് പ്രായമായവരെയല്ല, வாலிபரே தேவை. യുവാക്കളിൽ ஊழியத்துக்கு அடக்கப்பட்டவர்கள் யாராவது இங்க இருந்தால் പേരയ്ക്ക് വെളി ലഭിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ மூக்கு உடையறதுக்கு முந்தி வந்துடுங்க. മൂക്കിന്റെ പാലം പൊട്ടുന്നതിന് മുമ്പേ ഇങ്ങോട്ട് எந்த വരണം. பாலம் உடைஞ்சு போச்சு, എന്റെ പാലം പൊട്ടി. அதான் கருப்பா இருக்கு. കരിവാടി கிளாஸ் போடுறதுனால உள்ள கருப்பு அல்ல, ഇതാ ഗ്ലാസ് ഇട്ട കരിവാടിപ്പല്ല, பயங்கர ஆக்சிடென்ட். ഒരു വലിയ അപകടം. மூக்கு உடைஞ்சு போச்சு. ആ മൂക്കിന്റെ പാലം தேவன் பேசினார். ദൈവം സംസാരിച്ചു. இது மகிமையான ஊழியம், ഇതൊരു മഹത്വമായ மகிழ்ச்சியின் ஊழியம், ഇത് സന്തോഷമുള്ള വേല, சமாதான ஊழியம். സമാധാനമുള്ള വേല. 53 வருஷமாக நான் இந்த ஊழியம் செய்கிறேன். 20 വർഷമായി വേല ചെയ്യുന്നു. ஒரு நாளும் கூட எனக்கு ஒரு அதைரியம் வந்தது. ഒരു നാളിൽ പോലും അധൈര്യം ஒரு വന്നില്ല. நாளும் கூட வேலை விட்டு பின்வாங்க வேண்டும் என்ற எண்ணம் வந்தது. പേര് വിട്ട് പിന്മാറണമെന്നുള്ള ചിന്ത ഒരിക്കലും വന്നില്ല. ஆனால் ஊழிய பகுதியில் பல கஷ்டங்கள், தொல்லகள், துன்பங்கள் எல்லாம் இருக்கக்கூடும். ഋഷയിൽ പല കഷ്ടങ്ങൾ പ്രതിസന്ധികൾ அதையால் நம்முடைய மகிமைக்காக നമ്മുടെ മഹത്വത്തിനായി ஆகையால் அழைக்கப்படாமல் தானாக சுயமாக இந்த கனமான ஊழியத்தை ஒருவனாலும் செய்ய முடியாது. ആകയാൽ വിളിക്കപ്പെടാതെ സ്വയമായി വേല ചെയ്യുവാൻ ആർക്കുമാവില്ല. இரண்டாவது தகுதி, രണ്ടാമത്തെ യോഗ്യത லூக்கா 24-ാം அதிகாரம் 49-ാം വചനത്തിன்படி 24:49 പ്രകാരം கர்த்தாவே
ஆவியின் அபிஷேகத்தை அந்நிய பாஷ அடையாளத்துடன் அவர்கள் பெற்றுக் கொள்ள வேண்டும். അവർ പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. அதனால்தான் அபிஷேகம் பெற்று 3 வருடமான பிறகுதான் ஊழியத்துக்கு எடுக்கிறார். അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിച്ച് 3 കൊല്ലം കഴിഞ്ഞാൽ വേലിക്ക് എടുക്കും. அபிஷேகம் பெற்றவர்கள் தெளிவாக அந்நிய பாஷையில் பேச வேண்டும். അഭിഷേകം പ്രാപിച്ചവർ വ്യക്തമായി അന്യഭാഷ പറയണം. ஏதோ ஒன்று பேசினால் போதாது, എന്തെങ്കിലും പറമ്പിയാൽ പോരാ, நல்ல தெளிவாக அந்நிய பாஷையில் பேச வேண்டும். സ്ഫുടമായി അന്യഭാഷ പറയണം. அந்நிய பாஷை பேசும்போது അന്യഭാഷ പറയുമ്പോൾ அது எனக்கு இளைப்பாறுதல் உண்டாகும், അതിൽ നിനക്കൊരു സ്വസ്ഥത, அது எனக்கு ஆறுதல் உண்டாகும். വിശ്രാമം ലഭിക്കും. அதனால தேவான்பு உண்ட இருதயத்தில் ஊற்றி ദൈവസ്നേഹത്തിന്റെ ഉള്ളത്തിൽ தேவ പകരം நீதியை பெற்றுக்கொள்ள, ദൈവനീതി പ്രാപിക്കും. தெய்வீக சமாதானத்தை பெற்றுக்கொள்ள, ദൈവിക സമാധാനം ലഭിക്കും. தெய்வீக சந்தோஷத்தை பெற்றுக்கொள்ள, ദൈവിക സന്തോഷം ലഭിക്കും. இப்படி 75 ஆசீர்வாதங்கள் பெற்றுக்கொள்ள. 75 അനുഗ്രഹങ്ങൾ அதனால்தான் அந்நிய பாஷையில் தெளிவாக நாம் பேச வேண்டும். അതിനാണ് നമ്മൾ അന്യഭാഷ വ്യക്തമായി പറയേണ്ടത്. ஊழியர்களும் தெளிவாக அந்நிய பாஷையில் பேச வேண்டும். വേലക്കാരൻ എല്ലാം വ്യക്തമായി അന്യഭാഷ പറയണം. சிலர் பேசுறதே இல்லை, ചിലരങ്ങനെ പറയാറേ ഇല്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படி நீ பேசாவிட்டால் இளைப்பாறுதல் இல்லாமல் போய்விடும். അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ഉള്ളിൽ സ്വസ്ഥതയുണ്ടാകില്ല. அதுதான் 2வது தகுதி. അതാണ് രണ്ടാമത്തെ യോഗ്യത. இனி 3வது தகுதி, മൂന്നാമത്തെ യോഗ്യത 2 கொரிந்தியர் 5ஆம் அதிகாரம் 16ஆம் வசனத்தின்படி 2 കൊരിന്ത്യർ 5:16 மாம்சத்தின்படி ஒருவனேயும் அறிய, ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. மாம்சத்தின்படி ஒருவனேயும் அறியாத. ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. அடுத்த தகுதி, അടുത്ത യോഗ്യത அவர்கள் விசுவாசத்தில் ஜீவிக்க வேண்டும். അവർ വിശ്വാസത്തിൽ ജീവിക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த കൺവെൻഷൻ நடத்தினோம், കൺവെൻഷൻ எல்லாம் விசுவாசத்தில் தான். ഇതെല്ലാം വിശ്വാസത്താൽ. ஒரு நாளும் கூட ஒரு சோத்திர காட்சியை நாம் எடுக்கவில்லை, ഒരു ദിവസം പോലും സ്തോത്ര കാഴ്ച എടുത്തില്ലല്ലോ. ஒரு காணிக்கப்பட்டி நாம் எங்கும் வைக்கவில்லை. നേർച്ചപ്പെട്ടി എവിടെയും വെച്ചിട്ടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. விசுவாசத்தில் நாம் எல்லாம் செய்யணும். നാം എല്ലാം വിശ്വാസത്തിൽ ചെയ്യുന്നു. 2 கொரிந்தியர் 5ஆம் அதிகாரம் 6ஆம் வசனத்தின்படி 2 കൊരിന്ത്യർ 5:6 പ്രകാരം அடுத்தபடியாக അടുത്തത് ஒரு பிரதிஷ்டையின் ஜீவி. ഒരു പ്രതിഷ്ഠയുടെ ജീവിതം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. லூக்கா 14:26-33 வசனத்தின்படி ലൂക്കോസ് 14:26-33 പ്രകാരം ஜீவனுள்ள 7 காரியங்களை அவர்கள் பிரதிஷ்டை செய்ய வேண்டும். അവർ ജീവനുള്ള 7 കാര്യങ്ങൾ പ്രതിഷ്ഠിക്കണം. அதுதான் தகப்பன், தாய், சகோதரன், சகோதரி, மனைவி, பிள்ளைகள், சொந்த ஜீவனையும் வெறுக்காவிட்டால் എന്ന കനமான ஊழியம் செய்ய முடியும். അപ്പനമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ സ്വന്തം ജീവനെയും പകിക്കുന്നില്ല എങ്കിൽ എന്നെ പിൻഗമിക്കാൻ കഴിയില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அது ஒரு பிரதிஷ்டை. അതൊരു പ്രതിഷ്ഠ. அடுத்த ஒரு பிரதிஷ்டை உண்டு. അടുത്തൊരു പ്രതിഷ്ഠ. அதுதான் மத்தேயு 19ஆம் அதிகாரம் മത്തായി 19 12ஆம் வசனத்தின்படி 12ാമത്തെ വാക്യം. அன்னக பிரதிஷ்டையின் ஜீவி. ഷണ്ണന്മാർ എന്ന പ്രതിഷ്ഠയുള്ള ജീവിതം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பிரதிஷ்டையினால் நாம் ஒரு அன்னகனாக மாற்றப்படுகிறோம். പ്രതിഷ്ഠയിൽ കൂടി നമ്മൾ ഷണ്ണന്മാരായി തീരുന്നു. வெளிப்படுத்தல் மூலமாக ഒരു വെളിപ്പാടിലൂടെ நாம் சீயோனில் பிறக்கிறோம். നാം സിയോനിൽ ജനിക്കുന്നു. 87ஆம் சங்கீதம் 5ஆம் வசனத்தில் வாசிக்கிறோம். 87ാം സങ്കീർത്തനം 5ാം വാക്യം. வெளிப்படுத்தல் மூலமாக சீயோனில் பிறக்கிறோம். ഒരു വെളിപ്പാടിലൂടെ സിയോനിൽ ജനിക്കുന്നു. சியோனில் பிறந்தவனுக்கு மட்டும்தான் சியோனில் வளர முடியும். സിയോനിൽ ജനിച്ചവനാണ് സിയോനിൽ വളരുവാൻ ஒரு കഴിയും. கடலிலே பிறந்ததான ஒரு மீனுக்கு கடலிലെ അലകളെ മേற்കൊള്ള முடியும். കടലിൽ ജനിച്ചു വളർന്ന മത്സ്യക്കുഞ്ഞിന് കടലിലെ തിരമാലകളെ അതിജീവിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பெரிய பெரிய அலைகள் அடிக்கும் போது വലിയ തിരമാലകൾ വരുമ്പോൾ சின்ன மீன் அலைகளுக்கு மேல சாடுகிறது. ആ മത്സ്യക്കുഞ്ഞ് അലകൾക്ക് മീതെ എടുത്തു அந்த ചാടുമ്പോൾ அலையினால் அந்த மீன் சாகிறது இல்லை. ആ തിരമാലകൾ ആ മത്സ്യക്കുഞ്ഞിനെ കൊല്ലുകയില്ല. காரணம் அந்த மீன் கடலில் பிறந்தது. അത് കടലിൽ ജനിച്ച മത്സ്യക്കുഞ്ഞ്. கடலில் பிறந்த மீனுக்கு தான் கடலில் வளர முடியும். കടലിൽ ജനിച്ച മത്സ്യക്കുഞ്ഞ് കടലിൽ വളരും. ஆனால் നമ്മുടെ ദേശത്തിലെ பெரிய ஒரு ஆணையை பிடித்து എന്നാൽ നമ്മുടെ നാട്ടിലൊരു വലിയ ആനയെ പിടിച്ച് അതിനെ கடலில் கொண்டு போட்டால் കടലിൽ കൊണ്ടുപോയി ഇട്ടാൽ அதனால ஜீவிக்க முடியாது. അവിടെ അതിജീവിക്കില്ല. அந்த திரைகளை ஜெயிக்க ആ முடியாது. തിരമാലകളെ അതിജീവിക്കില്ല. அந்த மீனை போல சந்தோஷமாய் இருக்க ആ முடியாது. മീനിനെ പോലെ ആ വെള്ളത്തിൽ സന്തോഷമായി തുള്ളിക്കളിക്കില്ല. அது சத்து போய்விடும். അത് ചത്തുപോകും. காரணம் என்ன? കാരണം அது கடலில் பிறக்கவில்லை. ജനിച്ചത് കടലിലില്ല. ஆக
ஆகையால் வெளிப்படுத்தலின் மூலமாக நீ சியோனில் பிறக்கணும். ஆகையால் வெளிப்பாடிலൂടെ സിയോനിൽ ജനിക്കണം. அதுக்கு டிகிரி ஒன்றும் தேவையில்லை. അതിന് ഡിഗ്രി ഒന്നും അത്യാവശ്യമില്ല. சிலர் சொல்றாங்க பைபிள் காலேஜில் போய் படிச்சு நல்ல டிகிரி எடுத்தா தான் ஊழியம் செய்ய முடியும். ചിലർ പറയുന്നത് ബൈബിൾ കോളേജിൽ പോയി നല്ല ഡിഗ്രി എടുത്തെങ്കിലേ വേല ചെയ്യാൻ കഴിയും. ஒரு டிகிரியும் தேவையில்லை. ഒരു ഡിഗ്രിയും വേണ്ട. நீ സിയോനിൽ பிறந்தால் போதும். സിയോനിൽ ജനിച്ചാൽ മതി. യെരുശലേമിൽ பிறந்தால் போதும். യെരൂശലേമിൽ ജനിച്ചാൽ മതി. അതാണ് യോവാൻ 3-ാം അധികാരം 3-ാം വചനം 5-ാം വചനത്തിൽ വാസിക്കുമ്പോൾ യോഹന്നാൻ 3:3-5 വചനങ്ങൾ மறுபடியும் பிறவாவிட்டால் പുതുതായി ജനിക്കുന്നില്ല, ராஜ்யத்தை காண முடியாது. ദൈവരാജ്യം കാണുകയില്ല. ஜலத்தினாலும் ஆவியினாலும் பிறவாவிட்டால் വെള്ളത്താലും ആത്മാവിനാലും தேவராஜ்யத்தில் பிரவேசிக்க முடியாது. ദൈവരാജ്യത്തിൽ കടക്കില്ല. மூன்று அனுபவம் என்று நாம் ഇത് வாசிக்கிறோம். മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങൾ நிக்கோதேமியோடு பேசும்போது നിക്കോദേമസിനോട് പറയുമ്പോൾ இயேசு என்ன சொல்லுகிறார்? യേശു പറഞ്ഞത് யோவான் 3-ாம் அதிகாரம் 10-ாம் வசனத்தின்படி യോഹന്നാൻ 3:10 நீ இஸ்ரவேலிலே போதகனாய் இருந்தும் ഇസ്രായേലിന് ഉപദേഷ്ടാവായിരുന്നു, நீ ஒரு பிரமாணியாய் இருந்தும் നീ ഒരു പ്രമാണിയായിട്ടും இவர்களே அறியாமல் இருக்கிறீர்கள். നീ ഈ കാര്യങ്ങൾ അറിയുന്നില്ലയോ? இவர்கள் ഈ സംഗതികൾ அது பன்மையில் അത് சொல்லப்பட்டது. ബഹുവചനത്തിൽ ஆனபடினால் பிறப்பதும் ஜலத்தினால் பிறப்பதும் ஆவியினால் பிறப்பதும் மூன்று அனுபவங்கள். ആകയാൽ പുരുജനും എഴുത്താലുള്ള ജനം ആത്മാവിനാലുള്ള ജനം അത് മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങൾ. அவனுக்கு விளங்காததினால விளக்கமாக சொன்னதல்ல ஜலத்தினாலும் ஆவியினாலும் பிறப்பது. അവന് മനസ്സിലാകാത്തത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി വെള്ളം ആത്മാവിന്റെ പദങ്ങൾ இது കൂട്ടിച്ചേർത്തതല്ല. மூன்று விதமான பிறப்பு. ഇത് മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങൾ. அப்படி நாம் எருசலேமில் பிறக்கிறோம், അങ്ങനെ യെരൂശലേമിൽ ജനിക്കുന്നു, சியோனில் பிறக்கிறோம். സിയോനിൽ ജനിക്കുന്നു. சியோனில் பிறந்தவர்களுக்கு எருசலேமில் பிறந்தவர்களுக்கு மட்டும்தான் எருசலேம் சியோனில் வளர முடியும். സിയോനിൽ യെരൂശലേമിൽ ജനിച്ചവർ മാത്രമേ അവിടെ വളരുവാൻ കഴിയൂ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர்கள் அன்னக பிரதிஷ்டையில் ஊழியர்கள் காணப்பட வேண்டும். ശുശ്രൂഷകർ ഷഡ്ഡന്ത പ്രതിഷ്ഠയിൽ കാണപ്പെടും. விவாக ஜீவியம் இல்லாமல், വിവാഹം കൂടാതെ விவாகத்தை நாம் விலக்குறது இல்ல. നാം വിവാഹം വിലക്കുന്നവരല്ല. விவாகம் நடத்தி கொடுக்கும்படிக்கு லைசன்ஸ் எல்லாம் வாங்கி வைத்திருக்கிறோம். വിവാഹം നടത്തുവാനുള്ള ലൈസൻസ് ഉള്ളവരാണ്. இந்த கையால 1000க்கு மேலே தேவ ஜனங்களுக்கு விவாகம் செய்து வைத்து ഞാൻ ആയിരക്കണക്കിന് ദമ്പതികളെ കൂട്ടിച്ചേർത്ത് വിവാഹം നടത്തിയിട്ടുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. விவாகம் விலக்குறவர் அல்ல. നമ്മൾ വിവാഹം വിലക്കുന്നവരല്ല. லைசன்ஸ் தேவையில்லை. ലൈസൻസ് தேவையில்லை. ഇല്ലെങ്കിൽ ലൈസൻസ് വേണ്ടതില്ലല്ലോ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. விவாகம் செய்து கொடுக்கிறதுக்காக லைசன்ஸ் கவர்மெண்ட் லைசன்ஸ் வாங்கி வைத்திருக்கிறோம். വിവാഹം നടത്തി കൊടുക്കുവാനുള്ള ഗവൺമെന്റ് ലൈസൻസ് വാങ്ങിയിട്ടുണ്ട്. வருஷம் வருஷம் அதை புதுப்பிக்கிறோம். എല്ലാ വർഷവും പുതുക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் விவாகத்தை விலக்கிறவர் அல்ல. ഞങ്ങൾ വിവാഹം വിലക്കുന്നവരില്ല. ஆனா ஊழியர்கள் விவாகம் செய்கிறது இல்ல. എന്നാൽ ശുശ്രൂഷകർ വിവാഹം കഴിക്കാൻ காரணம் என்ன? കാരണം 1 கொரிந்தியர் 7-ാം அதிகாரம் 32-ാം വചനത്തെ വാസിക്കും പോது 1 കൊരിന്ത്യർ 7:32 நாம் என்ன வாசிக்கிறோம்? അവിടെ എന്ത് വായിക്കുന്നു? ஊழியர்கள் விவாகம் இல்லாதவர்கள் கவலையற்றவராய் இருக்க வேண்டும் என்று வாசிக்கிறோம். വിവാഹമില്ലാതെ ശുശ്രൂഷകർ ചിന്താകുലമില്ലാത്തവരാകണം. அவர்கள் கவலையற்றவராக காணப்பட வேண்டும். അവർ ചിന്താകുലമില്ലാതിരിക്കണം. அந்த வசனத்தை வாசிங்க. நீங்கள் கவலையற்றவர்கள் நீங்கள் கவலையற்றவராய் இருக்க வேண்டும். നിങ്ങൾ ചിന്താകുലമില്ലാത്തവരാണ്. கவலையற்றவரா? ചിന്താകുലമില്ലാതെ. ஆனா விவாகம் செய்தவனுக்கு அந்த கவலை உண்டு. എന്നാൽ വിവാഹിതർക്ക് ചിന്താകുലമുണ്ട്. அந்த கீழே வசனம் படிங்க. തുടർന്നുള്ള വചനത്തിൽ விவாகம் செய்தவன் വിവാഹം കഴിച്ചവൻ மனைவியை எப்படி பிரியப்படுத்தலாம் என்று நினைத்து உலகத்துக்குரிய காரியங்களை சிந்திக்கிறான். ആരെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. அவனுக்கு கவலை உண்டு. അവന് ചിന്താകുലങ്ങളുണ്ട്. அவன் பிள்ளைகளை படிக்க வைக்க வேண்டும். മക്കളെ പഠിപ്പിക്കണം. அவனுக்கு தங்கறதுக்கு வீடு கட்ட வேண்டும். പാർക്കാൻ വീട് പണിയണം. அவனுக்கு வாகனம் வாங்க வேண்டும். വാഹനം വാങ്ങണം. அவன் பணத்தை சேர்க்க வேண்டும். പണം ശേഖരിക്കണം. அவனுக்கு எத்தனையோ உலகமான கவலைகள் உண்டு. ലോകത്തിൽ എത്രയോ ചിന്താഭാരങ്ങളുണ്ട്. ஆனால் விவாகமில்லாத ஊழியர்கள், എന്നാൽ വിവാഹം കഴിക്കാതെ பிரதிஷ்டையுள்ள ஊழியர்கள், ഷണ്ടന്മാരായി പ്രതിഷ്ഠിക്കപ്പെടുവർ அவர்கள் விவாகம் செய்கிறதில்லை. അവർ വിവാഹം കഴിച്ചില്ല. காரணம் എന്താണ്? ஒன்றை கவலையற்றவராக இருக்க வேண்டும். ഒന്ന് ചിന്താകുലമില്ലാതെ 24 மணி நேரம் நான் கர்த்தரோட ஊழியம் செய்ய வேண்டும். 24 മണിക്കൂറും കർത്തൃ സേവ ചെയ്യണം. எனக்கு கிடைக்கிற பணம் முழுவதும் கர்த்தரோட ஊழியத்தில் செலவு பண்ண வேண்டும். എനിക്ക് കിട്ടുന്ന പണമെല്ലാം കർത്തൃ സേവയിൽ ചിലവിടണം. அது வேற
ஒன்றுக்கு செலவு பண்ண எனக்கு மனதில்லை. മറ്റൊന്നിനായി ചെലവഴിക്കാൻ മനസ്സില്ല. கர்த்தரோட ஊழியத்துக்காக കർത്താവിന്റെ വേലയ്ക്കായി லேண்ட் வாங்க வேண்டும், വസ്തു വാങ്ങണം, ஊழியத்துக்காக വേലയ്ക്കായി கட்டடங்கள் கட்ட வேண்டும், കെട്ടിടങ്ങൾ പണിയണം, ஊழியத்துக்காக. വേലയ്ക്ക് വേണ്ടി கட்டடங்கள் கட்டி பிரதிஷ்டை செய்த உடனே எங்களுக்கு மாற்றம் தான். കെട്ടിടങ്ങൾ പണിത് പ്രതിഷ്ഠിച്ചാൽ ഉടനെ ഞങ്ങളെ സ്ഥലം ஒரு മാറ്റും. நாளும் கூட அங்க தங்க விட மாட்டாங்க. ഒരു ദിവസം പോലും அதனால പാർക്കാതെ. எங்களுக்கு எந்த விஷமமும் இல்லை. പക്ഷേ ഞങ്ങൾക്ക് വിഷമവുമില്ല. அதான் பிரதிஷ்டை. ഇതാണ് പ്രതിഷ്ഠ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. லேண்ட் வாங்கும் போது വസ്തു വാങ്ങുന്നത് പോലെ கோடி 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 கணக்குக்கு தான் இப்ப லேண்ட் வாங்குறோம். കോടിക്കണക്കിന് രൂപ ചെലവെടുത്താണ് വസ്തു വാങ്ങുന്നത്. ஆனா ஒரு கவலை இல்லை. വിഷമമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கவலையற்ற ஜீவியம் செய்யும்படிக்க ஊழியர்கள் விவாகம் இல்லாமல் ஜீவிக்க வேண்டும் என்று பரிசுத்த பவுல் மூலமாக அந்த சத்தியத்தை வெளிப்படுத்தினார். ചിന്താഭാരമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിശുദ്ധ പൗലോസിലൂടെ ആ സത്യം വെളിപ്പെടുത്തി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப விவாதம் இல்லாதவன் தேவனை எப்படி பிரியப்படுத்தலாம் என்று நினைத்த தெய்வீகமான காரியங்களில் அவன் ஈடுபடுகிறான். വിവാഹം കഴിക്കാത്തവൻ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. அதனால தான் விவாகம் இல்லாமல் ஜீவிக்கிறோம். അതുകൊണ്ടാണ് ഞങ്ങൾ അവിവാഹിതരായിരിക്കുന്നത്. பரிசுத்த பவுல் விவாகம் செய்யவில்லை. വിശുദ്ധ പൗലോസ് വിവാഹം കഴിച്ചിട്ടില്ല. சிலரோட போதனை அவர் விவாகம் செய்தார் என்று. ചിലർ പറയുന്നത് താൻ വിവാഹം കഴിച്ചു. ஆனா அவர் சொல்லுகிற வசனத்தை பாருங்க. ഞാൻ പറഞ്ഞ വചനം നോക്ക്. 7-ம் அதிகாரம் 1-ம் வசனம், 7:1, 7-ம் அதிகாரம் 8-ம் வசனம், 7:8, 7-ம் அதிகாரம் 27-ம் வசனம், 7:27, 7-ம் அதிகாரம் 32-ம் வசனம், 7:32, 7-ம் அதிகாரம் 39-ம் வசனம். 7:39. இந்த 5 വசനத்தை படித்து ഈ பாருங்க. 5 വചനങ്ങൾ വായിക്കും. அதில் 8-ம் வசனத்தை வந்து படியுங்கள். 8-ാം വചനം വായിച്ചാൽ அவர் என்ன சொல்லுகிறார் என்று பாருங்கள். ഞാൻ ഇത് പറഞ്ഞു നോക്കാം. கைப்பெண்களை குறித்தும் விவாகமாகாதவரை குறித்தும் அவர் சொல்லுகிறது என்னவென்றால், ത്യാഗമാരെ കുറിച്ചും വിധവമാരെ കുറിച്ചും പറയുന്നത് வாசி, விவாகமில்லாதவர்களையும் கைப்பெண்களையும் குறித்து விவாகம் இல்லாதவர்களை குறித்தும் கைப்பெண்களை குறித்தும் நான் சொல்லுகிறது நான் சொல்லுகிறது என்னவென்றால், அவர்கள் என்னை போல இருந்து விட்டால் என்னை போல இருந்து விட்டால் அவர்களுக்கு நலமாயிரும். நலமாயிரும். അവനെ പോലെ പാത്തുകൊണ്ടാൽ നന്ന്. விவாகமாகாதவரை பார்த்து சொல்லுகிறார், என்னை போல நீ இருந்து விட்டால் உனக்கு நலம். കല്യാണം കഴിക്കാത്തവരോട് പറയുകയാണ് എന്നെ പോലെ ജീവിക്കുന്നത് നല്ലത്. அப்ப பரிசுத்த பவுல் விவாகம் செய்தார். അപ്പോൾ വിശുദ്ധ പൗലോസ് കല്യാണം அவர் കഴിച്ചിട്ടുണ്ടോ? விவாகம் செய்யவில்லை. കല്യാണം കഴിച്ചിട്ടില്ല. தேவனுக்கு மகிமை. அது அந்த 5 வசனத்தை வீடுகளில் போய் படியுங்க. ആ 5 വചനങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കും. 7-ம் அதிகாரம் 1-ம் வசனம், 8-ம் வசனம், 27-ம் வசனம், 32-ம் வசனம், 39-ம் வசனம். 8, 27, 32, 39 വചനങ്ങൾ வீடுகளில் போய் படியுங்க. ഭവനങ്ങളിൽ ചെന്ന് വായിക്കും. விவாகமில்லாத ஜீவியம் അവിവാഹിതനായ ஒரு மேன்மையான ഒരു ஜீவியம். ശ്രേഷ്ഠ ജീവിതം. வேதத்தை பலரையும் பார்த்து தேவன் சொன்னார், நீ விவாகம் செய்ய வேண்டாம். ബൈബിളിൽ ചിലരോടൊക്കെ ദൈവം പറഞ്ഞു നീ വിവാഹം அதே நேரத்தில் ஏதேன் தோட்டத்தில் ஆதாமுக்கு ஏவாளை ஆக்கி வைத்தது தேவாதி தேவன் தான். ഏതെൻ തോട്ടത്തിൽ ആദാമിന് ഹവ്വായെ കൊടുത്തത് ദൈവാതി ദൈവം തന്നെ. முதலில் விவாகம் நடத்தி வைத்தது தேவாதி தேவன் தான். ആദ്യ വിവാഹം നടത്തി കൊടുത്തത് ദൈവാതി ദൈവം തന്നെയാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனா எரேமியா 16-ம் அதிகாரம் 2-ம் வசனத்தை வாசிக்கும் போது യെരമ്യാവ് 16:2 அங்க என்ன வாசிக்கிறோம்? അവിടെ എന്ത് വായിക്കും? எரேமியாவை பார்த்து ஆண்டவர் சொல்லுகிறார், യെരമ്യാവിനോട് യഹോവ അരുളിച്ചെയ്തു, எரேமியாவே, இவ்விடத்தில் நீ விவாகம் செய்ய வேண்டாம். നീ ഈ സ്ഥലത്ത് ഒരു ഭാര്യയെ എടുക്കരുത്. നിനക്ക് കുമാരനും കുമാരത്തികളും இருக்க வேண்டாம். ഇവിടെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കരുത്. அதனால எரேமியா விவாகம் செய்யவில்லை. ആകയാൽ യെരമ്യാവ് വിവാഹം കഴിച്ചില്ല. தானியேல் விவாகம் செய்யவில்லை. ദാനിയേൽ വിവാഹം കഴിച്ചില്ല. இப்படி பழைய ஏற்பாட்டில் எத்தனையோ பரிசுத்தவான்கள் விவாகம் செய்யாம கர்த்தருக்கு ஊழியம் செய்தார்கள். ഇവിടെ എത്രയോ പഴയ ഭക്തന്മാർ വിവാഹം കഴിക്കാതെ കർത്താവിന് വേണ്ടി ജീവിച്ചു ചേരുന്നു. இதுதான் நமது அன்னக பிரதிஷ்டை. ഇതാണ് ഷണ്ടന്മാരെന്ന് നമ്മുടെ அன்னகர் அன்னகர் என்று சொன்னால் அர்த்தம் என்ன? ഷണ്ടന്മാരെന്ന് പറഞ്ഞാൽ അർത്ഥം அடுத்த தலைமுறையை உருவாக்க കഴിവില്ലാത്തവன். ഇനിയൊരു തലമുറയെ ഒഴിവാക്കുവാൻ ശേഷിയില്ലാത്തവൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவன் நான் கல்யாணம் பண்ணினா எனக்கு அடுத்த தலைமுறை உருவாகும். ഞാൻ വിവാഹം കഴിച്ചാൽ അടുത്ത തലമുറയുണ്ടാകും. ஆனா நான் பிரதிஷ்டை பண்ணிடும். എന്നാൽ ഞാൻ എന്നെ പ്രതിഷ്ഠ தேவராஜ்ய நிமித்தம். ദൈവരാജ്യ നിമിത്തം. அத மத்தேயு 19-ம் அதிகாரம் 12-ம் வசனத்தின் கடைசி பகுதியில் வாசிக்கும்போது മത്തായി 19:12 അവസാന ഭാഗം பரலோக ராஜ்ய நிமித்தம் தங்களையே அன்னகர்களாக்கி
மாற்றிக்கொண்டவர்கள் സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി என்னை நான் பரலோக ராஜ்ய நிமித்தம் சியோனுக்காக எருசலேமுக்காக என்னை அன்னகனாக நானே மாற்றிக்கொண்டேன். ഞാൻ സ്വർഗസിയോ ജെറുസലേം സ്വർഗരാജ നിമിത്തം എന്നെ തന്നെ ഷണ്ഡനാക്കി മാറ്റി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. யாரும் ஃபோர்ஸ் செய்யறதில்ல. ആരും നിർബന്ധിച്ചില്ല. நீ கல்யாணம் பண்ண வேண்டாம், നീ കല്യാണം കഴിക്കണം, கல்யாணத்துக்கு தான் போக வேண்டும். വേലയ്ക്ക് പോയേ മതിയാകും. யாரும் ஃபோர்ஸ் பண்ணதில்லை. ആരും ഇങ്ങനെ നിർബന്ധിച്ചില്ല. ஊழியத்துக்கு வரும்போது வீட்டுக்காரெல்லாம் என்ன அழுக, വേലയ്ക്ക് വരുമ്പോൾ വീട്ടുകാരെത്ര കരച്ചിലാവും. കാരണം அவ்வளவும் துக்கம். അവർക്ക് വിഷമമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவரொன்னும் ஃபோர்ஸ் பண்ணவில்லை. അവരൊന്നും നിർബന്ധിച്ചില്ല. ஆனா ஆண்டவர் என்னோடு பேசினார். ദൈവം എന്നോട് സംസാരിച്ചു. இந்த பிரதிஷ்டையில் நீ காணப்பட வேண்டும். നീ പ്രതിഷ്ഠയിൽ കാണപ്പെടേണം. அதுதான் அன்னக பிரதிஷ்டை. അതാണ് ഷണ്ഡന്മാരുടെ പ്രതിഷ്ഠ. இதுதான் ஊழியர்களோட தகுதி. ഇതാണ് വേലക്കാരുടെ യോഗ്യത. தேவனுக்கு மகிமை. அப்படிப்பட்டதான ஊழியர்களோடு நாம் ஐக்கியப்பட்டு ஜீவிக்க வேண்டும். ഇങ്ങനെയുള്ള വേലക്കാരുടെ ഐക്യപ്പെട്ട് ജീവിക്കണം. அதனால பரிசுத்த யோவான் சொல்லும் போது വിശുദ്ധ യോഹന്നാൻ പറയുമ്പോൾ 1 யோவான் 1 அதிகாரம் 3 வசனத்தின்படி 1 യോഹന്നാൻ 1:8 പ്രകാരം 3 വசനത്തിன்படி 3 വാക്യം என்ன வாசிக்கிறோம்? 1 யோவான் 1 அதிகாரம் 3 வசனம். 1 യോഹന്നാൻ 3:3 நீங்களும் எங்களோட ஐக்கியமுள்ளவர்களாகும்படி நீங்கள் எங்களோட ஐக்கியமுள்ளவர்களாகும்படி நாங்கள் நாங்கள் கண்டும் கேட்டும் உள்ளதை உங்களுக்கு அறிவிக்கிறோம். எங்களுடைய எங்களோட ஐக்கியம் பிதாவோடும் குமாரனோடுமாய் இருக்கிறது. நீங்கள் எங்களோட ஐக்கியமாய் இருக்க வேண்டும். നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനോടുമാകുന്നു. அப்படிப்பட்டதான ஒரு ஐக்கியத்தில் நாம் காணப்பட வேண்டும். ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ കാണപ്പെടുകയാണ്. அப்படிப்பட்ட உபதேசத்தில் ஐக்கியப்பட்டு, ഇങ്ങനെയുള്ള ഉപദേശത്തിൽ ഐക്യപ്പെട്ട്, பரிசுத்தவான்களோடு ஐக்கியப்பட்டு, വിശുദ്ധന്മാരോട് ഐക്യപ്പെട്ട്, அப்போஸ்தலிக ஐக்கியத்தில் ஐக்கியப்பட்டு അപ്പോസ്തലിക കൂട്ടായ്മയോട് നാം ഐക്യപ്പെട്ട് ജീവിച്ചാൽ ஜெயாளியாக நாம் மாறலாம். ജയാളികളായി മാറാം. அப்போதுதான் ஜெய ஜீவியத்தில் ஜீவிக்கும். ഇപ്പോൾ ജീവിതം നയിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அது மட்டுமல்ல, മാത്രമല്ല கடைசியாக ஒரு வார்த்தையை சொல்லி நான் முடிக்கிறேன். ഒടുവിലായി ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கனான் தேசத்தில் 7 ஜாதிகளையும் 31 ராஜாக்களையும் நாம் பார்க்கின்றோம். കനാനിൽ 7 ജാതികളെയും 31 രാജാക്കന്മാരെയും കാണാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த 7 ஜாதிகள் யாரை வெளிப்படுத்துகிறது? ആ 7 ജാതികൾ എന്തിനെ വെളിപ്പെടുത്തുന്നു? வாசிங்க 7 அதிகாரம் முதல் 2 வசனம். நீ சுதந்தரிக்க போகிற தேசத்தில் உன் தேவனாகிய கர்த்தர் உன்னை பிரவேசிக்க பண்ணி உன்னை பார்க்கிலும் ஜனபெருத்த ஜாதிகளாகிய ஏத்தியர், கிர்காசியர், எமோரியர், கானானியர், பெரிசியர், ஏவியர், எபூசியர் என்னும் 7 பலத்த ஜாதிகளை உனக்கு முன்பாக துரத்தி உன் தேவனாகிய கர்த்தர் அவர்களை உன்னிடத்தில் ஒப்புக் கொடுக்கும் போது அவர்களை முறிய அடித்து அவர்களை சங்காரம் பண்ண கடவாய். அவர்களோட உடன்படிக்கை பண்ணவும் அவர்களுக்கு இரங்கவும் வேண்டாம். தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இங்க 7 ஜாதிகளை குறித்து வாசிக்கும். ഇവിടെ 7 ജാതികളെ കുറിച്ച് വായിക്കും. 7 ஜாதிகளை நாம் மேற்கொள்ள வேண்டும். അവിടെ 7 ജാതികളെ നാം കീഴടക്കണം. அப்போதுதான் ஜெய ஜீவியத்தில் ஜீவிக்கும். അപ്പോഴേ ജീവിതം സാധിക്കും. 31 രാജാക്കൾ. 31 രാജാക്കന്മാർ. 31 രാജാക്കൾ யாரை ഈ வெளிப்படுத்துகிறது? 31 രാജാക്കന്മാർ ആരെയും കാണിക്കും. ரோமர் 1 அதிகாரம் 24 வசனத்திலிருந்து 28 வசனம் முடிய வாசிக்கும் போது 31 பாவங்களை குறித்து வாசிக்கிறோம். റോമർ 1:24-28 വരെ വായിക്കുമ്പോൾ നമ്മുടെ 31 പാപങ്ങളെ കാണുന്നു. ஆ 31 பாவங்களை நாம் ஜெயிக்க ആ வேண்டும். 31 പാപങ്ങളെ எல்லா பாவங்களையும் நாம் ஜெயிக்க ആ வேண்டும். എല്ലാ പാപങ്ങളെയും ജയിക്കണം. இனி 7 ஜாதிகள். 7 ജാതി. முதலாவது ஜாதி எத்தியர், ഒന്നാമത്തെ ജാതി ഹിത്യർ, இரண்டாவது கிர்காசியர், ഗിർഗശ്യർ, மூன்றாவது எமோரியர், മൂന്നാമത് അമോര്യർ, நாலாவது கனானியர், നാലാമത് കനാന്യർ, ஐந்தாவது பெரிசியர், അഞ്ചാമത് പെരിസ്യർ, ஆறாவது ஏபியர், ആറാമത് ഹിവിയർ, அடுத்த எபூசியர். അടുത്തത് യെബൂസ്യർ. இவரெல்லாம் யாரை வெளிப்படுத்துகிறது? ഇതൊക്കെ ആരെ ചൂണ്ടിക്കാണിക്കുന്നു? எத்தியர் என்று சொன்னால் ഇത്തരത്താൽ பயத்தின் ஆவியை வெளிப்படுத்த, ഭയത്തിന്റെ ആത്മാവ്, பயத்தின் ஆவியை நாம் மேற்கொள்ள வேண்டும். ഭയത്തിന്റെ ആത്മാവിനെ നമ്മൾ அப்போஸ்தலிக உபதேசத்தினால், അപ്പോസ്തലിക ഉപദേശത്താൽ, அபிஷேகத்தினால், അഭിഷേകത്താൽ, தேவ கிருபையினால் ദൈവകൃപയാൽ இந்த பயத்தின் ஆவியை நாம் மேற்கொள்ள முடியும். ഭീരുത്വത്തിന്റെ ആത്മാവിനെ ജയിക്കാം. இரண்டாவது கிர்காசியர், അടുത്തത് ഗിർഗശ്യർ. அது பின்மாற்றத்தை வெளிப்படுத்த, അത് പിന്മാറ്റം.
പിന്മാറ്റ ആവിയിലിരുന്ന് നാം വിടുതല പെറവില്ല. പിന്മാറ്റാത്മാവിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. പരിശുദ്ധവാന്കളുടെ ഐക്യത്തിൽ ഇരുന്നാൽ മറ്റും താൻ പിന്മാറ്റത്തിലിരുന്ന് വിടുതല പെറ முடியும். വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ജീവിച്ചാലേ പിന്മാറ്റത്തിൽ വിടുതലുണ്ടാകും. ஊழியர்கள் அவரை கண்காணிப்பார்கள். ശുശ്രൂഷകരെ എപ്പോഴും கூட்டத்துக்கு வராவிட்டால் ഒരു പ്രവാസം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ உடனே அவரை தேடி போவார்கள். അവരെ അന്വേഷിച്ചു പോകും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഞാൻ റായപ്പെട്ടവരെല്ലാം இருக்கும். ഞാൻ റായപ്പെട്ടയിലുള്ളപ്പോൾ சின்ன பிரதராய் இருக்கும். സഹോദരനായിരിക്കുമ്പോൾ ஆறாவது கூட்டத்துக்கு வராவிட்டால் ആരെങ്കിലും മീറ്റിംഗിന് വന്നില്ലെങ്കിൽ முடித்த உடனே യോഗം കഴിഞ്ഞാലും அதே வெயிலில் ആ വെയിലത്ത് மദ്ராஸ் வெயில் മദ്രാസിലെ சைக்கிள் எடுத்து സൈക്കിൾ എടുത്ത് அவரை தேடி போவார். അന്വേഷിച്ചു പോകും. ഞങ്ങളുടെ பெரிய സിസ്റ്റർ എന്നെ തിട്ടുവാங்க. അപ്പോൾ അവിടുത്തെ എന്റെ സിസ്റ്ററിന്റെ വഴക്ക് പറയും. കാരണം ഫോണില്ല. ഫോണില്ലല്ലോ. അപ്പൊ അവർ ഏൻ വരവില്ല? എന്തുകൊണ്ട് വന്നില്ല? ഇതിനാല വരവില്ല. എന്തുകൊണ്ടാണ്? എനിക്കത് അറിയാൻ വേണ്ടി എനിക്കതറിയണം. ഉടനെ സൈക്കിൾ എടുത്ത് പോയി ഉടനെ സൈക്കിൾ അവരെ തേടുവാർ. തന്നെ അന്വേഷിക്കും. തേടുന്ന ഇല്ല ബ്രദറെ ഞാൻ വരലാം നനച്ച വരവില്ല. വരാമെന്ന് ഓർത്തതാ പക്ഷെ വന്നില്ല. പിന്നെ അവർക്ക് മനസാക്ഷി കുത്ത തുടങ്ങി. തനിക്ക് പിന്നെ കുറ്റബോധം വരും. കാരണം இந்த വെയിലിൽ അവർ തേടി വന്നാല് ഈ കൊടും വെയിലത്ത് തേടി വന്നല്ലോ. പിന്നെ അവർ വരാമെന്ന് നിൽക്കാൻ മാറ്റം. പിന്നെ ഉടങ്ങുകയില്ല. ഇത് നീ പരിശുദ്ധവാന്കളുടെ ഐക്യത്തിൽ ഐക്യപ്പെട്ടാൽ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് പിന്നെ തേടി തേടി വരുവാർ. അവർ നിങ്ങളെ അന്വേഷിച്ചു വരും. അതായത് ഐക്യത്തിനുള്ള മേന്മ. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. അവിടെ പിന്മാറ്റത്തിലിരുന്ന് നീ വിടുതലെ ഈ പിന്മാറ്റത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. അടുത്ത മൂന്നാമത് എമോരിയർ. മൂന്നാമതായിട്ട് അമോരിയ. അത് വീൺ പേച്ചുകളെ വെളിപ്പെടുത്തി. വ്യർത്ഥ ഭാഷണം. അടുത്ത കനാന്യർ. കനാന്യം. താഴ്വാന ജീവിയം ചെയ്യുന്നവർ. അത് അധമമായ തരംതാണ ജീവിതം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അടുത്തത് ഗിർഗസ്യർ. അടുത്തതായിട്ട് പെരിസ്യർ. പാതുകാപ്പില്ലാത്ത ജീവിയം ചെയ്യുന്നവർ. ഒരു സുരക്ഷിതമല്ലാത്ത ജീവിതം നയിക്കുന്നു. ഏവിയർ. അടുത്തതായി ആശ ഇച്ഛകളിൻപടി ജീവിക്കുന്നവർ. രാഗമോഹങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നു. എബൂസിയർ. അടുത്തത് യബൂസ്. കുറ്റം കണ്ടുപിടിക്കണം. കുറ്റം കണ്ടുപിടിക്കുന്ന ആത്മാവ്. ദൈവത്തിന് മഹത്വം. இப்படிப்பட்டதான ஆவிகளை நாம் மேற்கொள்ள வேண்டும். ആത്മാക്കളുടെ ദുരാത്മാക്കളെ തോൽപ്പിക്കണം. எப்படி இந்த ஆவிகளை மேற்கொள்ள முடியும்? എങ്ങനെ നശിപ്പിക്കാം? അപ്പോസ്തലിക ഉപദേശത്തിനാലും അപ്പോസ്തലിക ഉപദേശത്താൽ ദേവനുടെ അഭിഷേകത്തിനാലും ദൈവത്തിന്റെ അഭിഷേകത്താൽ ദേവനുടെ കൃപയിനാലും ദൈവത്തിന്റെ കൃപയാൽ இந்த ஆவிகளை மேற்கொள்ள முடியும். ദുരാത്മാക്കളെ ജയിക്കാം. அதுக்கு தான் பரிசுத்தவான்களுடைய ஐக்கியத்தில் நாம் ஐக்கியப்பட்டு ஜீவிக்க അതിന് வேண்டும். വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ആവശ്യം. அப்படி நாம் ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ജയാളിയാക മാറ്റപ്പെടാം. ജയാളികളാക്കാം. ജയാളികളെ ചേർക്കുമ്പടി യേശു മഹിമയിൽ വരും. ജയാളികളെ ചേർക്കുവാൻ യേശു തേജസ്സിൽ വരുന്നു. ജയജീവിയം ചെയ്യലാം. ജയജീവിതം നയിക്കാം. முதலாவது உன்னோட விசுவாசம் ஹிருதய விசுவாசமாயிருக்கும். ഒന്നാമത് വിശ്വാസം ഹൃദയപൂർവ്വമുള്ള വിശ്വാസം. எந்த அளவுக்கு நீங்கள் மறிக்கிறீர்களோ அந்த அளவுக்கு ஜெயத்தில் ஜீவிக்கலாம். എത്രത്തോളം മരിക്കുന്നു അത്രത്തോളം ജയജീവിതം നയിക്കാം. மூன்றாவது அப்போஸ்தலிക ഉപദേശത്തിൽ ഐക്യപ്പെടണം. മൂന്നാമതായ അപ്പോസ്തലിക ഉപദേശത്തിൽ കൂട്ടായ്മ വേണം. അടുത്തപടിയാക ഉപദേശത്തിലും കൃപയിലും അഭിഷേകത്തിലും നിറമ്പി ജീവിക്കും. ഉപദേശത്താൽ കൃപയിലും അഭിഷേകത്താൽ ജീവിച്ചാൽ ജീവിച്ചാൽ പൂർണ്ണ ജയാളികളാക നാം മാറും. പൂർണ്ണ ജയം പ്രാപിക്കാം. നമ്മുടെ കണ്ണുകളെ മൂടക്കാം. ഒരു വല്ലമീൻ അഭിഷേകത്തെ പെറ്റുകൊള്ളും. ഒരു ശക്തിയുടെ അഭിഷേകം പ്രാപിക്കാം. 5 നിമിടങ്ങൾ മറ്റും ഒരു 5 മിനിറ്റ് 12:30 കൂട്ടങ്ങളെല്ലാം മുടിച്ചു 12:30 യോഗം അവസാനിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് ஒரு 5 நிமிடம். ഒരു 5 മിനിറ്റ്. எனக்கு ஜெயஜீவியம் வேண்டும் என்று எத்தனை பேர் வாஞ்சிக்கிறீர்கள்? എനിക്ക് ജയജീവിതം വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? നിങ്ങൾ சொல்லுவாங்க தேவ சித்தமான நான் ஜெயத்தில் ജീവിക്കും. ഓ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ജയജീവിതം ചെയ്യും. നീ ജയത്തിൽ ജീവിപ്പത് தேவ சித்தம். അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് നിന്റെ ജയജീവിതം. இப்ப வெளியூருக்கெல்லாம் போகிறோங்க. വിദേശത്തൊക്കെ പോകുന്നല്ലോ. தேவ சித்தமான என்னை வெளியூருக்கு கொண்டு போகட்டும் என்று நீங்க சொல்லுவீங்க. ആ ദൈവ ഇഷ്ടമാണെങ്കിൽ ജോലിക്കായി വിദേശത്ത് പോകട്ടെ എന്ന് പറയുമോ? தேவனுக்கு மகிமை. ദൈവത്തിന് ഒരു പരിശുദ്ധവാൻ പ്രസംഗം പണിനാർ. ഒരു വിശുദ്ധൻ പ്രസംഗിച്ചു. എല്ലാം വീടും കൂടും എല്ലാം വിറ്റ് ബോംബെയിൽ പോയി കിടക്കണം. എല്ലാ വീടും കൂടും ഒക്കെ വിറ്റ് ബോംബെയിൽ പോയി കിടക്കുന്നു. വിസ വരവില്ല. വിസ വന്നില്ല. അവൻ ഒവ്വൊരു മുறை ഒവ്വൊരു കാരണത്തെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. ഓരോ തവണ എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നു. தேவசித்தமான நான் போகட்டும் என்று சொல்லுவீங்களா? ദൈവ ഇഷ്ടമായാൽ പോയാൽ മതി എന്ന് പറയുമോ? தேவனுக்கு மகிமை. ദൈവത്തിന് മാത്രം. எப்படியாவது அந்நிய தேசத்தில் சென்று എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി எப்படியாவது கொஞ்சம் பணத்தை சம்பாதிக்க എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് ஏதாவது ஒரு வசதி செய்ய வேண்டும். എങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. வாஞ்ச അതാണ് നിങ്ങളുടെ ആഗ്രഹം. இதே போல ஜெயாளிகளாக நாம் மாற்ற
മാറ്റപ്പെട്ട് വിജയാളികളായി മാറി കർത്തർ മഹിമയിൽ വെളിപ്പെടുമ്പോൾ രാമതേജസ്സിൽ വരുമ്പോൾ അവരോടുകൂടെ നിത്യരാജ്യത്തിൽ നാം പ്രവേശിക്കും. തന്നോടുകൂടെ നിത്യരാജ്യത്തിൽ പ്രവേശിക്കും. ജയിக்கிறവൻ യവനോ അവൻ എന്നോടുകൂടെ എൻ സിംഹാസനത്തിൽ അരുൾ ചെയ്തു. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരുന്നില്ല. അതുപോലെ 5 നിമിടങ്ങൾ മറ്റും ഒരു 5 മിനിറ്റ് എല്ലാവരും ചുറ്റുമാകും. എല്ലാവരും പൂർണ്ണമായി സമർപ്പിക്കും. വല്ലമീൻ അഭിഷേകത്തെ ഒരു ശക്തിയുടെ അഭിഷേകം പ്രാപിക്കും. പാടലുകളെ പാടപ്പോறது പാട്ട് പാടുന്നില്ല. എല്ലാവരും ആവിയെ പെറ്റുകൊള്ളും. എല്ലാവരും ആത്മാവിനെ പ്രാപിക്കും. 5 നിമിഷം. 5 മിനിറ്റ്. ഇപ്പൊ 12, 20 ഇപ്പോൾ 12, 20, 25 സെക്ഷനെ നമുക്ക് നമുക്ക് ആ ഭാഗം തീർക്കാം. எல்லாரும் வல்லமையின் அபிஷேகத்தில் എല്ലാവരും ശക്തിയുടെ അഭിഷേകം. ஒருவேளை ஜெயம் இல்லாமல் நீ இருக்கலாம். ഒരുപക്ഷെ ജയമില്ലാതിരുന്നേക്കാം. நீ ஒரு மாயமாலக்காரனை போல ஜீவிக்கலாம். കപടഭക്തനായിരിക്കാം. ஜெயமில்லையே என்று சொல்லி நீ ஏங்கிக் கொண்டிருக்கலாம். ജയമില്ല എന്നോർത്തുള്ളിൽ ഞരങ്ങുന്നുണ്ടാവും. உனக்கு ஜெயத்தை தரும்படியாக ജയം തരുവാൻ வல்லமையின் அபிஷேகத்தினால் நிரப்பும்படியாக അഭിഷേകത്താൽ നിറയ്ക്കുവാൻ அந்த பொல்லாத ஆவி உன்னை விட்டு அகன்று போகும்படி ആ ദുഷ്ടാത്മാവിനെ വിട്ടുപോകുവാൻ அந்த சகோதரனை விட்டு ആ സഹോദരനെ വിട്ട് ஆவி அகன்று போனது போல ആത്മാവ് വിട്ടുപോയതുപോലെ வல்லமையின் அபிஷேகத்தினால் ശക്തിയുടെ അഭിഷേകത്താൽ இதோ இந்த வல்லமை உன்னை விட்டு அகன்று போக போகிற ആ ദുഷ്ടജത്തിനെ വിട്ടുമാറിട്ട് எல்லா தடைகளையும் மாற்ற போகிறார். തടസ്സങ്ങളെല്ലാം മാറ്റും. ஒரு வல்லமையின் அபிஷேகத்தை ഒരു பெற்று ശക്തിയുടെ അഭിഷേകം പ്രാപിക്കാം. தெளிவாக அந்நிய பாஷையில் பேசுங்கள். എല്ലാം വ്യക്തമായി സ്ഫുടമായി എന്റെ ഭാഷ പറയൂ. Hallelujah, 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 hallelujah. Praise the Lord. Stotram, 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 stotram. Nabonala nabakhaturu nagastu nabonala nabakhaturu nagastu nabonala nabakhaturu. Nabonala nabakhaturu nagastu nabonala nabakhaturu nabonala nabakhaturu.